വട്ടം പറയണോ അല്ല അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നാലും നമുക്കൊരു ധാരണ കിട്ടും. ഓക്കെ. ആസിഫ് ഫ്രം കൊല്ലം. എന്താ ചെയ്യുന്നത്? ബിടെക്. എങ്ങനെയാണ് ഇവിടെ എത്താൻ സാധിച്ചത്? വാട്ട് ഇസ് ദ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ആര് പറഞ്ഞിട്ടാണ്? അതുകൂടി പറഞ്ഞു. മൈ ഫാദർ മലയാളത്തിൽ പറഞ്ഞാലും മതി കേട്ടോ. എൻ്റെ ഫാദറാണ് പറഞ്ഞത്. ഫാദർ എന്താ ചെയ്യുന്നത് കൂടി പറഞ്ഞു. ഫാദർ എബ്രോഡിലാണ്, ഗൾഫിലാണ്. അദ്ദേഹത്തിന് എന്നെ അറിയുന്നത് ഞാൻ അവിടെ റേഡിയോയിൽ വരാം. ഗൾഫിൽ റേഡിയോ. ശരി, അടുത്താണ്. ഇന്നലെ വന്നത് കണ്ണൂർ. കണ്ണൂരിൽ എവിടെ? പള്ളിക്കുന്ന്. ഏത് ക്ലാസ്സിൽ? 10ാം ക്ലാസ്സിൽ. അമ്മ എന്ത് ചെയ്യണം? അച്ഛൻ്റെ My mother is working as principal in Puradi School, high secondary school. Father is working as a finance officer in Kaltri, Kannur Kaltri. അവരുടെ സ്കൂളിന്റെ കൊളീഗ് എന്നെ അറിയുന്നവരാണ്. പണ്ട് നമ്മുടെ ക്ലാസ് കൊളീഗിന്റെ മകൾ ഗ്രൂഹ റെഫറൻസ്. ശരി. എൻ്റെ പേര് വൈഷ്ണവ്. 12th കഴിഞ്ഞു. ഞാൻ തളിപ്പുറം ഞാൻ അബ്രോഡായിരുന്നു. ശബ്ദം പോലെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതല്ല. എൻ്റെ അച്ഛൻ അവിടെ ടൊയോട്ടയിൽ വർക്ക് ചെയ്യണം. എൻ്റെ അമ്മ ബഹ്റിനിൽ 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അവിടെ വർക്ക്ഷോപ്പാണ്. അവിടെ പിന്നെ റേഡിയോ, പിന്നെ അവിടുത്തെ കോപ്പി. കോഴിക്കോട് അന്നശ്ശേരി. അച്ഛൻ ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അമ്മ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എവിടെയാണോ പഠിക്കുന്നത്? അല്ല ഗൾഫിലോ? ഒന്നല്ല, നാട്ടിലാണോ? അച്ഛൻ വഴിയാണോ അറിയുന്നത്? ഏത് സ്കൂളിൽ? മനോരമയില് ജയപ്രകാശിന്റെ കെയറോഫാണ് അല്ലേ? ജയപ്രകാശൻ കഴിഞ്ഞ മനോരമയിൽ വന്നിട്ടുള്ള ആർട്ടിക്കിളിന്റെ ഒരു കെയറോഫ്. പേര് പറ. നല്ല പേരാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേര് ധ്രുവൻ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. 9th സ്റ്റാൻഡേർഡ് ദേവി പട്ടക്കാൻ പഠിക്കുന്നു. സാറിനെ കുറിച്ച് അറിയുന്നത് അബുദാബി വെച്ച് അമ്മ സാറിൻ്റെ റേഡിയോ ടോക്ക് ആയിട്ട്. അച്ഛൻ്റെ പേര് പ്രതീഷ്, അവിടുത്തെ ഒരു ഓയിൽ ഫീൽഡ് പ്രോജക്ട് മാനേജർ. അമ്മ ഹൗസ്. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ വെള്ളാഞ്ചിറയിൽ തന്നെയാണ്. ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ്. എൻ്റെ അമ്മ മാടായി ബോയ്സിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. പിന്നെ അച്ഛൻ മാടായി കോളേജിൽ പ്രിൻസിപ്പലാണ്. അയാളുടെ പേരെന്താ? മാടായി കോളേജ്. ഹിസ്റ്ററി അല്ലേ? ഹിസ്റ്ററി അല്ലേ? ഞാൻ ആൽബിൻ. ഞാൻ പത്തനംതിട്ടയിൽ വരുന്നു. ഞാനിപ്പം 9. എൻ്റെ അച്ഛൻ്റെ പേര് ഫിലിപ്പ് പ്രസാദ്, അമ്മയുടെ പേര് ജോലി പ്രസാദ്. അച്ഛൻ എഞ്ചിനീയർ, അമ്മ അക്ഷയ നടക്കുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂള് MN. ഞാനിത് അറിയുന്നത് എൻ്റെ അച്ഛനാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ പേര് അദ്വൈൻ. ഞാൻ പാലക്കാട് സ്കൂളിൽ നിന്ന്. ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ അച്ഛൻ്റെ പേര് ആൽബിന്റെ കസിൻ ബ്രദർ ആരോ കഴിഞ്ഞ ക്യാമ്പിലുണ്ടായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനെങ്ങനെയാണ് പരിചയം? ഓക്കെ. ആരോ പേപ്പർ വായിച്ചിട്ടായിരുന്നു. അതിയാളാണ് പറഞ്ഞു. എൻ്റെ പേര് സുനീഷ്. ചങ്ങനാശ്ശേരിയിൽ വരുന്നു. എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തു. പപ്പയുടെ പേര് PC എന്ന് വരുന്നു. ചങ്ങനാശ്ശേരി സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ്. IAS കഴിഞ്ഞ ചങ്ങനാശ്ശേരിയിലുള്ള ക്യാമ്പിന്റെ ഫസ്റ്റ് ഡേ എൻ്റെ ക്ലാസ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ അനിയത്തിനെ പഠിക്കുന്നത്. അതിന് മുമ്പ് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പരിചയപ്പെട്ടു. അങ്ങനെ അവിടെ വിളിച്ചു. പരിചയപ്പെട്ടവർ എവിടെ ചെയ്യണോ? പപ്പ വഴിയാണ്. പപ്പ ആയുർവേദ ഡോക്ടറാണ്. പപ്പ ഒത്തിരി യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്. അങ്ങനെ പപ്പ ആലപ്പുഴയിൽ ഒരു പ്രോഗ്രാം
ഉള്ള സമയത്ത് വന്ന് പരിചയപ്പെടുകയും കാണുകയൊക്കെ ചെയ്തു. എൻ്റെ ബ്രദർ ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് ആണ് അല്ലേ? ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു പോണ്ടിച്ചേരിയാണ്. ഇവിടെ പോണ്ടിച്ചേരിയാണ്, ചെന്നൈ. എൻ്റെ പേര് അശ്വതി. ഞാൻ നാട്ടിലുണ്ടായിരുന്നു. മെമ്പർ ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു കഴിഞ്ഞു. അച്ഛൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ അമ്മ എഡ്യൂക്കേറ്റഡ്. അച്ഛൻ വഴിയാണ് ഇതോടെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതാണ്. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് സാറിനെ കുറിച്ച് പറഞ്ഞത്. അച്ഛൻ ആകാശവാണി എഞ്ചിനീയറാണ്, അമ്മ പഞ്ചായത്ത്. അച്ഛൻ്റെ ഒരു ജോലി വരുന്നു. അച്ഛൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത്. അച്ഛൻ ആകാശവാണി വർക്ക് ചെയ്യുന്നു, അമ്മ പഞ്ചായത്ത്. രണ്ടാളും സിസ്റ്റേഴ്സാണ്. ഞാനിപ്പോൾ 10th കഴിഞ്ഞു. വീട് കണ്ണൂർ തന്നെയാണ്. എൻ്റെ 6ാമത്തെ ക്യാമ്പാണ്. എൻ്റെ പേര് മരീന. ഞാൻ ചങ്ങനാശ്ശേരി. 6ാമത്തെ ക്യാമ്പിൽ ആദ്യത്തെ ക്യാമ്പ് ആലപ്പുഴയിൽ അല്ല, അവിടെ കൊടുങ്ങല്ലൂർ അല്ലേ? എൻ്റെ പേര് മരീന. ഞാൻ ചങ്ങനാശ്ശേരിയിൽ വരുന്നു. അവിടെ അസംഷൻ കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുന്നു, 3rd year മാത്രം. അച്ഛൻ സിബി ബിസിനസ് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്. ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ ഫ്രണ്ട് ഏഞ്ചൽ പറഞ്ഞാണ്. അവിടെ സാറിൻ്റെ ന്യൂസ് റിപ്പോർട്ട് കണ്ടു. പിന്നെ അതുപോലെ തന്നെ സാർ ഞങ്ങളുടെ കോളേജിൽ വന്നായിരുന്നു. ആനുവൽ ഡേയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഏഞ്ചൽ. ഞാൻ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നു. ഞാൻ മലയാള ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലൂടെ സാറിനെ കുറിച്ച് അറിയും. എൻ്റെ പേര് കാവ്യ. പാലക്കാട് കൊല്ലംകോട് നിന്നാണ് വരുന്നത്. BSc ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് ചെയ്തു ജിറ്റോ കോളേജിൽ നിന്ന്. സാറെ കുറിച്ച് അറിയേണ്ടത് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും പിന്നെ അതേപോലെ സാറ് കോളേജിൽ ഒരു ദിവസം വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഫോണിൽ കുറേ സമയം സംസാരിച്ചു. എന്നെ ടെസ്റ്റ് ചെയ്യാം. ഇയാൾ തന്നെയാണോ ഇയാൾ തന്നെയാണോ അല്ലേ കവിയ? സംശയത്തോടുകൂടിയല്ലേ വിളിച്ചാൽ മതി. വെള്ളസ്വാമിയാണെന്ന് ചോദിച്ചു അല്ലേ? എൻ്റെ പേര് അനുഷ്ക. ഞാൻ കണ്ണൂർ പോകുന്നു. ഞാൻ SNPS സ്കൂളിൽ 10th പാസ്സായി. പിന്നെ സാറിനെ കുറിച്ച് ഞാൻ സയൻസ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാം. പിന്നെ എൻ്റെ അച്ഛനായിട്ട് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛൻ്റെ പേര് ബാലകൃഷ്ണൻ, അമ്മയുടെ പേര് സതീഷ്. എൻ്റെ പേര് അന്നപൂർണ്ണ. ഞാൻ ഏറെക്കുറെ വരുന്നത് 9 എൻ്റെ അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ, അമ്മേൻ്റെ പേര് ജയശ്രീ, ജയപ്രകാശ്, മലയാള മനോരമയുടെ ജയപ്രകാശിന്റെ കോൺടാക്റ്റാണ്. ഞാൻ അക്ഷയ് ചെറുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ അക്ഷയ് ചെറുപുഴയിൽ നിന്ന് വരുന്നു. കേന്ദ്രീയ വിദ്യാലയ പെരുമോത്താണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് ബാലകൃഷ്ണൻ്റെ വഴിയാണ്, ഭാസ്കരൻ്റെ വഴിയാണ് എനിക്ക് സാറിന് പോകുന്നത്. അയാളെങ്ങനെയാണ്? അച്ഛൻ്റെ ഫ്രണ്ടാണ്. അച്ഛൻ വില്ലേജ് ഓഫീസറാണ്. കൃഷ്ണൻ വളരെ ഉണ്ടെന്താടാ? ഞാൻ ശില്പ. ഞാൻ കണ്ണൂരിൽ വരുന്നു. ശ്രീകുളം സ്കൂളിൽ പഠിക്കുന്നു. എനിക്ക് എൻ്റെ ഏജ് കഴിഞ്ഞ ക്യാമ്പിന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം മെയ്യിലെ ക്യാമ്പിന്. അപ്പോൾ അങ്ങനെ ഞാൻ ഗായത്രി 10th കഴിഞ്ഞു. മലപ്പുറത്തു നിന്നാണ്. എൻ്റെ കഴിഞ്ഞ ക്യാമ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു. പിന്നെ സെക്കൻഡ് ടൈമാണ്. കഴിഞ്ഞ ക്യാമ്പ് ഏപ്രിൽ. എൻ്റെ പേര് അപർണ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എനിക്ക് പ്ലസ് കഴിഞ്ഞു. അവളുടെ സ്വന്തം വായിച്ചിട്ട് അല്ലേ ആദ്യം വന്ന കഥ? ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടു. പിന്നെ ഞാൻ കുറേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ അച്ഛനോട് കണ്ണൂരാണ്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു അറിയോന്നൊക്കെ. ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അവൾ അച്ഛനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അച്ഛൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ബാങ്കിലാണ്, സിൻഡിക്കേറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ കുറച്ച് പേര് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, സ്ഥലവും അങ്ങനെയൊക്കെ. പിന്നെ ബാക്കി സാറിനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ വരാൻ പറഞ്ഞു. എൻ്റെ പേര് അപർണ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എനിക്ക് 12th കഴിഞ്ഞു. ചങ്ങനാശ്ശേരി ക്ലാസ് വിദ്യാലയങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ സാറിനെക്കുറിച്ച് അറിയുന്ന എൻ്റെ പപ്പയോടെയാണ്. എൻ്റെ പപ്പയുടെ പേര് ഷിബു സെബാസ്റ്റ്യൻ. ദൂരദർശൻ ചങ്ങനാശ്ശേരിയിലെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തു. അമ്മ ടീച്ചറാണ്. THS പാമ്പാടിയിലെ കെമിസ്ട്രി ടീച്ചർ. ബ്രദർ കഴിഞ്ഞ ക്യാമ്പ്. എൻ്റെ ബ്രദർ കഴിഞ്ഞ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. നമസ്തേ. എൻ്റെ പേര് ശ്വേത. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഇനി 10th സ്റ്റാൻഡേർഡിലോട്ടേക്കാണ്.
ഡേ ഫുൾ ഒരു വർക്ക്ഷോപ്പായിരുന്നു. അതിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെയാണ് അറിയുന്നത്. അത് 2015 ഒക്ടോബർ മെയ് അങ്ങനെ ടൈമിലായിരുന്നു, മെയ്യിലായിരുന്നു. നെക്സ്റ്റ് മെയ് ഞാൻ വന്നു. ദിസ് ഇസ് ദ അതർ വൺ. ഇതെൻ്റെ സിസ്റ്ററാണ്. ഞാൻ എൻ്റെ പേര് അക്ഷര, ചങ്ങനാശ്ശേരിയിൽ വരുന്നു. സൺഡേ സപ്ലിമെൻ്റ് കണ്ടിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. എൻ്റെ പേര് രോഹിത, ചങ്ങനാശ്ശേരിയിൽ വരുന്നു. സൺഡേ സപ്ലിമെൻ്റ്. എൻ്റെ പേര് സിദ്ധാർത്ഥ്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഞാൻ എൻ്റെ ചേച്ചി വഴിയാണ് സാറിനെ വരുന്നത്. ചേച്ചി സാറിനെ കണ്ടെത്തി. ചേച്ചി എൻ്റെ WWS പ്രോഗ്രാം ഹയർ എഡ്യൂക്കേഷൻ അതിലൊരു മെൻറ്ററായി. കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് വരെ ഏകദേശം എല്ലാ കോളേജ് ഡിസ്ട്രിക്റ്റിലും കുറേ ക്ലസ്റ്റർ പ്രോഗ്രാംസും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും നടത്തി. അതിലൊരു അവരുടെ സ്റ്റേറ്റ് ക്യാമ്പിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. പിന്നെ അവരുടെ കോളേജിലും പോയിട്ടുണ്ട്, സെൻറ്റ് മേരീസ്. അപ്പോൾ അനുഷ for us, for this person. I'm Anusha. I'm from Hyderabad. This is my 16th camp, and I know him through one of my college sessions. Currently, I'm pursuing my master's in USA. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്? Massachusetts Institute of Technology, MIT. ഞാൻ ബാലകൃഷ്ണൻ, നമ്മുടെ സ്കൂളിൽ റിട്ടയർ ചെയ്താണ്. സ്പെഷ്യലായി എൻ്റെ പേര് സുരേന്ദ്രൻ. ഞാൻ പയ്യന്നൂരാണ് സ്വദേശം. 11-12 വർഷമായി അധ്യാപകനാണ്. അതിന് മുമ്പ് ഒരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിരുന്നു. കഴിഞ്ഞൊരു 5 മാസമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്ന സർവശിക്ഷാ അഭിയാൻ്റെ പയ്യന്നൂർ BRCയുടെ ചുമതലയിലാണുള്ളത്. അതിനിടയിലാണ് ശ്രീധര മാഷെ പരിചയപ്പെട്ട. ശ്രീധര മാഷ എനിക്ക് വളരെ ചെറുപ്പത്തിലറിയാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു 10ാം ക്ലാസ്സൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനം നടന്നത്. ആ സമയത്ത് ശ്രീധര മാഷാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോർഡിനേറ്റർ. പക്ഷേ മാഷെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഈ BRCയിലേക്ക് വന്നതിന് ശേഷമാണ്. അതിന് ശേഷമാണ് ശശി സാറിനെയും പരിചയം. എൻ്റെ നാട്ടിലേക്ക് ഒരു ക്ലാസ് വെക്കുന്നതിന് വേണ്ടി ശ്രീധര മാഷ മുഖാന്തരം ശശി മാഷെ ക്ഷണിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. അപ്പോഴും ശ്രീധര മാഷ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് എനിക്കറിഞ്ഞില്ല. കാരണം നമ്മൾ ധാരാളം ആളുകളെ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സുകളുടെ പ്രഭാഷണങ്ങളൊക്കെ നാട്ടിൽ വെക്കാറുണ്ട്. പക്ഷെ ആരും ഇങ്ങനെ ഒരു ക്ഷണം നടത്തിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ബസ്സിൽ വരുമ്പോൾ ആലോചന അതായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യം ബോധ്യമായി എന്താണെന്നുള്ളത്. നിങ്ങളെല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനല്ലേ ഉള്ളൂ അല്ലേ? എൻ്റെ പേര് ശ്രീധരൻ, ശശീൻ്റെ മൂത്ത ബ്രദറാണ്. ഞാനൊരു റിട്ടയേർഡ് കോളേജ് അധ്യാപകനാണ്. പയ്യന്നൂർ കോളേജിലാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ഉണ്ടായിരുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ 1990 സാക്ഷരതാ പ്രസ്ഥാനം ടോട്ടൽ ലിറ്ററസി പ്രോഗ്രാം നടക്കുന്ന കാലത്ത് പയ്യന്നൂർ ബ്ലോക്കിൻ്റെ ചുമതലക്കാരനായിരുന്നു. അങ്ങനെ പയ്യന്നൂരിൻ്റെ എല്ലാ പ്രദേശത്തും പോകാനും അക്ഷരമറിയാത്തവരെ പഠിപ്പിക്കുന്നതൊക്കെ കാണാനും ഒക്കെ സന്ദർഭമുണ്ടായി. അത് കഴിഞ്ഞ് 96 ജനകീയാസൂത്രണം പീപ്പിൾസ് പ്ലാനിങ് തുടങ്ങുമ്പോൾ കണ്ണൂർ ജില്ലയുടെ അതിൻ്റെ ചുമതലക്കാരനായിരുന്നു, കോർഡിനേറ്ററായിരുന്നു. അപ്പോൾ അങ്ങനെയും കണ്ണൂരിലെ വിവിധ പഞ്ചായത്തുകളിലൊക്കെ പോകാൻ പറ്റി. അപ്പോൾ 2001 റിട്ടയർ ചെയ്തത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വളരെ സജീവമായ പ്രവർത്തകനായിരുന്നു. ഇപ്പോഴും ബന്ധം തുടരുന്നു. പക്ഷെ അത്ര സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ആരോഗ്യമില്ല ഇപ്പോൾ. മറ്റു പല പരിപാടികളിലൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസ പരിപാടികളിലൊക്കെ. പിന്നെ നടുവിൽ സ്കൂളിൻ്റെ, ഞങ്ങളുടെ കുടുംബ സ്കൂളായ നടുവിൽ സ്കൂളിൻ്റെ മാനേജറാണ് 4-5 വർഷമായിട്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഞാനിപ്പോൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ക്യാമ്പ് ഇവിടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം എങ്കിലും ഇവിടെ വരാനും ക്യാമ്പ് അംഗങ്ങളെ കാണാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും വന്നിട്ടുള്ള കുട്ടികൾ എത്ര താല്പര്യത്തോടു കൂടിയാണ് വീണ്ടും വീണ്ടും വരുന്നത് എന്നുള്ളത് ഈ ക്യാമ്പ് കൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും എൻ്റെ അനുജനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ ഉന്നമനത്തിന്, നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും സഹായകരമാവട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എല്ലാവിധ ആശീർവാദവും. Me myself, Adi, coming from Trishur.
I completed my plus 1 in Christ. My father's name is Faisal. He's working abroad and business. നിങ്ങൾ എന്താ ഇവിടെ പഠിച്ചതെന്ന് ഒരു 4-5 പേർക്ക് പറയാം. പ്രസ്ഥാനം പഠിച്ചിട്ടില്ല. എന്താ പഠിച്ചവിടെ? ക്യാമ്പിൽ വന്നിട്ട് അവിടെ ഇരുന്നാൽ മതി. ക്യാമ്പിൽ വന്നിട്ട് എന്താ പഠിച്ചത് ഇത്രയും കാലം ഇന്റർനാഷണൽ ഇന്ററാക്ഷൻ? വാട്ട് ഡിഫറൻസ് ഇറ്റ് മേഡ് ഇൻ യു? ഒന്ന് എന്താണ് പഠിച്ചത് ഇവിടെ വന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായത് എനിക്ക്? അക്കാഡമിക് ഇംപ്രൂവ്മെന്റ് എന്താണ്? സോഷ്യൽ ഇംപ്രൂവ്മെന്റ് എന്താണ്? എന്താ അവിടെ നിന്ന് പഠിച്ചത്? ഇപ്പൊ നിങ്ങളെല്ലാം വാട്ട് ഡിഫറൻസ് ഇറ്റ് മേഡ് ഇൻ യു? അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. പലതും ധരിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത് അല്ലേ? പത്രം വായിച്ചിട്ടും അല്ലെങ്കിൽ പലതും ടെസ്റ്റ് ചെയ്തിട്ടും ഇങ്ങനെയൊക്കെയാണോ ഇയാള് എന്നൊക്കെ നോക്കിയിട്ടല്ലേ. അപ്പോൾ എത്ര ദിവസമായി ഇവിടെ? ഈ ക്യാമ്പ് 5-ാം ദിവസം അല്ലേ? 5-ാം ദിവസം. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തത് എന്തായിരുന്നു? അതിനേക്കാൾ ഉപരിയാണോ കിട്ടിയത്? അല്ല വേണ്ടാത്ത അത്ര ആയില്ല എന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? എന്താ പഠിപ്പിക്കുന്നത്? എന്താണ് നിങ്ങൾ പഠിച്ചത്? ഉറക്കെ ശബ്ദം വരാം. ഒരുപാട് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്കിപ്പോൾ കോളേജിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. മറ്റുള്ളവരുടെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അവരോട് എങ്ങനെ സംസാരിക്കണം ഒക്കെ പഠിച്ചത് ഇവിടുന്നാണ്. എങ്ങനെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ അക്കാഡമിക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് മുന്നിലുള്ള സെമിനാറിൽ 10% ഇമ്പ്രൂവ്മെന്റ് എനിക്ക് സെമിനുണ്ടായിരുന്നു. ആ ഒരു ഷോർട്ട് ടേമിൽ തന്നെ എപ്പോഴും നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ബേസിക്കലി അതെങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ ലേൺ ടു ലേൺ, പഠിക്കാൻ വേണ്ടി പഠിക്കുന്ന രീതി പഠിച്ചത് ഞാൻ ഇവിടുന്നാണ്. അത്രയും ഈസി മെത്തേഡായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. സഹോദരങ്ങളുണ്ടോ? ആ, 2 ബ്രദേഴ്സ് ഉണ്ട്. ഒരാൾ കാനഡയിലാണ്, ഒരാൾ സൗത്ത്. വീട്ടിലാരുമില്ല? വീട്ടിലാരുണ്ട്? ഇല്ല, വീട്ടിലുണ്ടോ? Anusha, what difference it made in you meeting me? Before meeting him, I was very shy and I never used to talk to anybody. And then, after meeting him, I understood how important it is to mingle with people, to interact with everyone. Each and everyone has something or the other to contribute to us. Even talking to Sridhar and uncle, it gave so much of information about education in Kerala and such things. So similarly, after meeting him, I started interacting with each and every person whom I used to meet along with me. And now even I never used to even speak to kids like this, the way I'm speaking in the camps. And secondly, I met him during my BTech. So during BTech, I was I don't know what next. And I never thought even I'll go do a job or anything, because my parents never told me that you have to go in this particular direction or this direction or anything like that. And then I was okay, I don't know anything. What next after BTech? So I was I was just pursuing my BTech. After meeting him, I thought, okay, so the main important thing in life is knowledge. So that's how I started reading and learning all the subjects, and he taught me that all the subjects are very important, and that's what had helped me secure a seat in MIT. So MIT is ranked as #1 in the world. But mostly maybe too close. Yeah, and I got a complete scholarship. And even I never used to write anything. So after meeting him, he used to make us write these SOPs and book reviews, movie reviews. So he used to say that whatever you see or whatever you read, you have to write a review about it. So that's how I practiced writing a review. And writing these reviews has improved my writing skills, and thus I improved so much that my SOP and essays which I have written for the MIT had secured me full scholarship. അമേരിക്കയിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും നടക്കുന്ന ഇവരുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതിലെല്ലാം ഇവരുടെ കോളേജിൽ മാത്രമല്ല
എല്ലായിടത്തും വെച്ചിട്ട് ഏറ്റവും നല്ല കുട്ടിയുടെ അവാർഡ്. What is the award? Outstanding student award. What is it? They have something. They give you that which you can. Okay, that was like this like in the entire world there is a organization called Beta Gamma Sigma. So it's mainly for the top business school students. So whoever comes top in their university, so they'll be recognized as members of that organization. So I was one of the I was like taken into that organization. And you got invitation to the conference. Yeah, I got an invitation to the conference held by Toyota. So the vice president, and other dignitaries were present there, and I along with my professor had attended it, and also I was invited along with my professor to Harvard University. All the examinations are conducted with stories, samples. Yeah, like so far it's like 100%. 100%. Relax and she is completing her 2-year program in 1 year. 8 months. 8 months. Faster track. They will give you back the money. No, she has not paid anything. I didn't pay anything. Still, no. That time she is utilizing. That time she is utilizing for her. No. The internship. Internship is a paid internship. Yeah, it's a paid See, internship. when you get an admission in the best university, MIT also, that doesn't guarantee you an internship and completion in 2 years. How many percentage of students would have gone through completion in the normal course? 20%. 80% of them fail. They don't get a. Though the course is for 2 years, it's like credit system. So you need not complete it in 2 years. You can take 5 years, 6 years. So most of them track. Yeah. Because most of the students, even from India, they go there, they enjoy, go to club, they have parties. I've got her colleagues also write to me many times. You tell that your way of learning and then how do they made them to contact me. Okay. So the thing is like even most of our students and professors know me. Yeah, everybody. Not most, all of them. Yeah, everybody actually knows him because the way it works is like each and every professor is from different country over there, and so whenever after the class we speak about something, so there should be some common topic of discussion. So every time whenever I meet a professor, like after the class, so every time I find a subject or a topic of common interest. That is because of the wide variety of topics which he had introduced me to. So for suppose one of my faculty who is in financial accounting, she is a very oldest faculty in MIT probably, and she is on the board of 10 companies. So she wanted to learn about Indian history and India's way of like how India was during World War and all such things, and how India got independence during that time because her grandfather was part of the World War. So we spoke about around 45 minutes. വരുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു, പിന്നെ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും പേര് അപ്പോൾ അവരുടെ അടുത്ത് അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ആൾക്കാർ അടുത്ത് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ടീച്ചറിൻ്റെ അടുത്ത് പോലും. പിന്നെ കുറേ നോളേജ് വന്ന ക്യാമ്പിന് കിട്ടും, ജനറൽ നോളേജ്. പിന്നെ ഓരോരാളും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇപ്പോൾ സാർ അത് എല്ലാം 1 hour on World War. So all that was again, it is all due to me. And even like I was given an assistantship in the area of operations. So assistantship is again a paid assistantship. So even after getting a fellowship, I was working as a teaching assistant to one of my professors. So I never was in his class, but then I just went to meet him in order to understand whether that subject is apt for me to choose or not. And during that time we had a long discussion on various principles, Ford principles, Toyota principles and all such things. Then like I gave all the examples about Ford and how Ford system came into existence and all such things, all the examples which he had actually given. So it really impressed him, and he said that I was the apt student to be taken as teaching assistant under him. So I got that. Even now he is actually asking me to continue teaching assistantship after securing my internship.
even from like remotely he wants me to help him. And even during teaching assistantship we need to conduct various activities. So whenever he says like, do you have something in mind, I contact him. I start with this is what we want. Then he gives ideas. Then I again go and tell those ideas to my professor. And he asks me like, how did you come up with all these ideas? And I actually tell him. And other thing is like all the students in my college actually feel the course is very hectic because we need to complete around 25 subjects in a semester. Currently here you have 7 or 8 subjects, but 25 subjects and 4 hours class each day for each subject actually. 4 hours on a single subject. And again the way it works there is, he actually introduced me to this way of learning. He always encouraged saying that you have to study and go in order to attend a class. So same way MIT works in the similar fashion. So like for suppose next day you are having a particular topic, you have to read the topic, give a quiz and then go to the class and ask questions to the professor. It's not that you have to expect them to teach you. It's that like you have to learn and then ask questions. So there's only discussion between you and the professor. There's nothing like they will teach you that particular topic. So that's what he had introduced. So I felt it very comfortable, whereas other people actually, they felt it very difficult. So that's where most of the people had failed. And other thing is like we have every Friday we have seminars wherein all vice president, CIO, CEO from various companies actually come to our college in order to give a seminar about their company. And then in order to interact and to learn about the company, and you have to make the connection. So everybody feel it difficult to do that. Whereas again he had introduced me to talk to strangers and all those things. So that's where from the very first seminar itself I used to go and speak to, even let it be a vice president or CIO or CEO. Anyway we are told about the company beforehand. So I used to learn about the company and then go and ask questions. Okay, this is what you are implementing in your company. So you are working on data analytics. So how do you think like going forward this makes a change, and all such questions I used to ask. And that's how like most of the companies, even vice presidents and CIOs, CEOs know me actually. So even after I securing my, actually it's not an internship, I got a full-time job. Instead of internship, the company Johnson & Johnson directly gave me a full-time offer. So even after securing that, most of the companies, executives have sent me a mail asking me to join their company. And Johnson & Johnson's one of the senior executive have emailed you, right? Yeah. So Okay. And there was one, you remember when I asked a few questions, the same question was asked to the professor. yeah. That was on supply chain management. പിന്നെ മറ്റുള്ളവർ Professor. എന്താണ് നിങ്ങളുടെ അനുഭവം? ഒന്നോ രണ്ടോ പേരും കൂടെ. ഇതെല്ലാവരും being made yeah. No. See, I must have taught We- 8 lakhs of children. Hardly we get somebody. It's not whatever she says. It's not because of me. Yeah, she is one of the brightest. She's invested a lot of time. I don't know how many of you heard. She's telling third day without sleep, and the third day to stop sleep she takes coffee. Otherwise she never takes coffee. 2 nights she won't sleep, and third day she gets sleep. When she gets sleep, she will have coffee to stop the sleep. Every day we'll have exams, every day we'll have assignments, every day we'll have projects, every day we'll have reviews, book reviews. Like he makes you write reviews, right? So same way we are given a book and we are asked to write a review. And Here some every day- teachers say you write review, don't take Here- examination. Here every day we have strike. The second day we have the hartal by one party, and the other day some other thing. So that is the difference You between. became so slim. She told me you're reading only. Yeah. Just that. No, some professors said you read only a book and give us a review. Yeah. Don't take exam. That anyway I will do, but give me exam.
Yeah, even like so I gave my review. Even after that he said anyway exam has been postponed, so you need not give the exam. Then I said that no, I'll give the exam. So I wrote the exam while coming to Hyderabad in the flight. Sitting in the flight, I wrote my exam. Hyderabad. And holiday programs on brief. Don't make it a lot. Yeah. So You're on a holiday now. No, we have in Hyderabad when we met. I conducted a. That time I was a professor in the management professor. All the holidays I used to have. In summer holidays we had a camp like this, not a residential camp. A days camp for 11 days. 11 days camp for students who attended my classes in different colleges. So I used to go for the camp. And then the class was over, then these students did not leave. They started coming to my house. So I will all be sitting like this every holiday. And that's the time when we had Telangana strike. Yeah, Andhra Pradesh and Telangana. That is the first time when Telangana strike, due to that strike, Hyderabad declared many holidays for college. So most of the students who are on BTech, they used to come to my house and that's it. Maybe recently I was counting, I had 72 classes in a year. So that means every alternate day in a week, 52 weeks. So definitely 2 classes per week was my sessions. And they used to come in the morning. I used to feed them food. I cook for them. Morning 9 and I teach them how to cook sometime. We made combined cooking sometime. I learned cooking from him. I never ever entered kitchen in my house. My mom was shocked actually. I said I'll make a tea and give you. We used to prepare aloo, paratha, Yeah. biryani most of the time. Biryani was taken away most of the time. I feed all of them. It's all a free program. And sometimes we have classes in maybe fort, or maybe in a temple, or maybe in a Jain's house, Jain's Gurudwara, or maybe in a metro train, or maybe in museum. We go to science museum and then experiment everything and then tell them what is the principle behind it. So don't say that somebody is, I am an economic student, I don't have interest in physics. Nothing like that. If they come to me, they should have interest in everything. That's the name. One thing. He said that he has 8 lakh students and it's not because of him, it's because of me, but that's not true. Because you have 8 lakh students, but none of you, maybe none of them got the opportunity to spend thousands and thousands of days with me. So I was fortunate enough to... fortunate because of her father. He used to drop every day 7 o'clock at home and pick up at... He came 3 times. First camps and all, he travelled all the way, dropped her. And MIT travel was first time her overseas travel. And that's the longest travel. And her father was totally worried. I said, don't worry. Because she has travelled to Jnaanam this many times alone. Okay, first time probably I have sent a vehicle to Bangalore to receive her, but next time she took her own taxi and came. And wherever I go, most of the places where I go, I have taken her along with me. Yes. Okay. Yeah. And here. Anybody else? Sorry. Dhruvan. സാറിൻ്റെ ഫസ്റ്റ് ക്യാമ്പിന് വരുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. പിന്നെ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും പേര് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് സംസാരിക്കില്ലായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ആൾക്കാർ അടുത്ത് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കില്ലായിരുന്നു ടീച്ചറിൻ്റെ അടുത്ത് പോലും. പിന്നെ നോളജ് കുറേ നോളജ് അവരുടെ ക്യാമ്പിന് കിട്ടി, ജനറൽ നോളജ്. പിന്നെ ഓരോരാളും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ സാർ അത് എല്ലാവർക്കും വേണ്ടി പറയും. അപ്പോൾ എല്ലാവരുടെയും ഷെയർഡ് നോളജ് നമുക്ക് കിട്ടുന്നു. പിന്നെ ഇനിയിപ്പോൾ സാറിൻ്റെ ആദ്യത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എസ് എങ്ങനെ എഴുതണമെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഒരു പെന്നിനെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് എത്ര പേജ് വേണം എസ് എഴുതാൻ, അങ്ങനെയൊക്കെ കുറേ പഠിച്ചു. പിന്നെ സ്റ്റേജ് ഫിയറൊക്കെ മാറി. ഇപ്പോൾ പ്രോഗ്രാമൊക്കെ പോകുന്നു, ഷൈനസ് അതൊക്കെ മാറി. ഇൻട്രാക്റ്റീവ് സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യും. സാറിൻ്റെ അടുത്ത് ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു സാർ എങ്ങനെയായിരിക്കും. സാറിനായിട്ട് ആകെ സാറായിട്ട് എങ്ങനെയായിരിക്കും സാറ് ആദ്യമായിട്ട് ഞാനാകെ വാട്സപ്പ് കോണ്ടാക്റ്റും അല്ലാതെ വോയിസ് കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു സാറായിട്ട്. സാർ ഞാൻ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ സാറിൻ്റെ ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു, ഒരു എഡ്യൂക്കേഷനായിട്ടുള്ളൊരു ആദ്യം ഇങ്ങനെ പഠിക്കണമെന്നില്ല ആദ്യം ഒരു ഫീലിംഗ് തോന്നിയിരുന്നു. അപ്പോൾ സാറിനെ കണ്ടു. സാറ് കണ്ടപ്പോൾ എനിക്കപ്പോൾ ശബ്ദം അധികമായിരുന്നു. ഞാൻ ഇങ്ങനെ അടങ്ങിയിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
സാറിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അതായത് നിൽക്കാൻ പറ്റും എനിക്ക് മനസ്സിലായി. സാറ് എനിക്ക് പറഞ്ഞു എങ്ങനെയാണ് സൈലൻ്റ്. ഒരു ദിവസം എനിക്ക് ഹാഫ് ഡേ ഫുള്ള് എനിക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നു. ആരോടും മിണ്ടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. എനിക്ക് അത്രയ്ക്കും ഇതുണ്ടായിരുന്നു. പിന്നെ സാറാണ് എനിക്ക് എന്താ വെച്ചാൽ സാറിന് ഏത് ക്വസ്റ്റ്യനും ഉത്തരവുണ്ടാവും. സാർ ഒരു ക്വസ്റ്റ്യനും വിടില്ല. ചിലതൊക്കെ തമാശയായിട്ട് നമ്മളെ മൈൻഡിൽ തന്നെ നിൽക്കും. സാറിൻ്റെ രീതി അതാണ്. സാറെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളൊപ്പം കൂട്ടായിരിക്കും, എപ്പോഴും നമ്മൾ കൂടി ഇരിക്കും. അങ്ങനെയാണ് സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ ഒരിക്കലും ഞാൻ പഠിക്കും. അപ്പോൾ വീക്ക് ഡേയ്സ് പഠിക്കും. എൻ്റെ അമ്മയൊക്കെ പറയുന്നത് ഫ്രൈഡേ ആയോ ഫ്രൈഡേ കുട്ടികളുടെ ബുക്ക് തൊടില്ല, ബിക്കോസ് സാറ്റർഡേ സൺഡേ ഉണ്ട്. അപ്പോൾ മൺഡേത്തേക്കുള്ള ലെസൺസ് സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സിൽ തീർക്കാനാണ്. പക്ഷേ 2 ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ ഫുൾ ഡേ ഇരുന്ന് പഠിക്കുമായിരുന്നു. 12th സ്റ്റാൻഡേർഡ് ചേച്ചിയുടെ ടെക്സ്റ്റ് ബുക്കായിരുന്നു ഞങ്ങൾ പഠിച്ചത്. അതും That is because one of the 12th standard student want history full mark one. അല്ല മോളൂ എവിടെ എന്നെ മോള് ഫുൾ മാർക്ക്. അപ്പൊ അവൾ ഇവിടെ വരുന്നില്ല ക്യാമ്പില്. അവർക്ക് ഹിസ്റ്ററി പഠിക്കണം. ഹിസ്റ്ററി അല്ല, അസന്റ് എക്കണോമിക്സ് ആവും. എക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും കൊണ്ടുപോകാം. We finished one chapter. ഏതാ പഠിച്ച ഭാഗം എന്ന് പറയുമ്പോൾ സോ 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ഞാൻ ഒരു ചാപ്റ്റർ തന്നെ ഹിസ്റ്ററി നോക്കെ എനിക്ക് ഇഷ്ടമാണ് ഹിസ്റ്ററി. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് പഠിച്ച് എണീച്ച് നടന്ന് എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത സത്യം ദിസ് ഇസ് സോ ബോറിങ് പറഞ്ഞിരിക്കും. ഞാൻ എങ്ങനെയാകുമ്പോൾ മകപ്പേ എക്സാം എഴുതണം. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ എക്സാമിൻ്റെ തലേന്ന് കുറച്ച് ഒരു 5-6 മണി ഉറങ്ങി എണീച്ച് രാവിലെ എങ്ങനെയെങ്കിലും കോഴ്സൊക്കെ ഉണ്ടാക്കി പഠിക്കും. ബട്ട് ആ കോഴ്സ് ഒരിക്കലും പെർമനൻ്റ് ആവാറില്ല. എവറി ടൈം ഇറ്റ് യൂസ് ടു ബി ടെമ്പററി. ഞാൻ ഡേറ്റ്സ് ഒക്കെ പഠിക്കുന്നതാണെങ്കിൽ ഓക്കെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ അതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കായിരിക്കും. തന്നെ കംപ്ലീറ്റ്ലി യൂസ് എക്സാം കഴിഞ്ഞ് ഓവർ അങ്ങനെയാണ്. പക്ഷെ സാറ് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് നമ്പർ ലൈൻ വെച്ചിട്ട് ഡേറ്റ് പഠിക്കേണ്ടത് ഒക്കെ പറഞ്ഞാലും ഏറ്റവും ഒരു നമ്മൾ ആസ് സ്റ്റുഡൻസ് വി ഹാവ് ടു ലേൺ. ആസ് ഹ്യൂമൻ ബീങ്സ് വി ഹാവ് ദ കപ്പാസിറ്റി ടു ഗെയിൻ നോളജ്. സോ വി ഷുഡ് ഡു ദാറ്റ്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഐ വാസ് സോ ഹാപ്പി. എന്നുവെച്ചാൽ അകത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ഗെയിംസ് അങ്ങനെയൊക്കെ ആയിരുന്നു. 2 ദിവസം ഞങ്ങൾ ചെയ്ത് വന്നാൽ അത്രയൊന്നും ഉണ്ടായില്ല. ഗെയിംസിൻ്റെ രീതിയിൽ നമ്മൾ ലേണിംഗ് ആയിരുന്നു ചെയ്തത്. ഐ ഫെൽറ്റ് സോ ഹാപ്പി ഫോർ ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. സർ ഐ ലൈക്ക് ടു ബി എ സിവിൽ സർവൻറ്റ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആക്ച്വലി വന്നത് പപ്പ പറഞ്ഞു വരാൻ. അപ്പം ഞാൻ വന്നു കൊണ്ട് വരാം. അതായത് എക്സ്പെക്ടേഷൻ സത്യം ഒന്നുമില്ലായിരുന്നു. അത് ജസ്റ്റ് ഇവിടെ വന്ന് ഞാൻ MSc ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കുഞ്ഞു പിള്ളേരെ കണ്ടപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു പോണോ എല്ലാം കുഞ്ഞു പിള്ളേരായിട്ട് ആകുമ്പോൾ എൽഡേഴ്സ്. അപ്പോൾ പറഞ്ഞു നീ നിൽക്കുകയായിരുന്നു സ്കൂളിലാണ്. ഞങ്ങൾ ഇവർ കുറച്ച് പേര് 19th നൈറ്റ് ഇവിടെ എത്തി. 19th നൈറ്റ് എത്തുന്നത്. ഞാൻ 20th മോർണിംഗ് എത്തുന്നത്. അപ്പോൾ വാട്സാപ്പിൽ അനുഷാദി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പപ്പ എത്ര കുഞ്ഞു കുട്ടികളാണ് സാർ ഏജ് ബാർ പറഞ്ഞത് 15 to 22 ആണ്. അപ്പോൾ പപ്പ പറഞ്ഞു നീ ഇപ്പോൾ വെറുതെ പോയി നോക്കുകയായിരുന്നു. ഒരാഴ്ചയല്ലേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരാഴ്ചയല്ലേ ഉള്ളൂ തിരിച്ചു. സോ I just came just because of my father. I came here and he is like, go get so much of ideas from him. So ഞാൻ BSc zoology ആണ്. സോ ആരോട് zoology എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റൻ അവരോട് അതെന്തിനാണ് zoology എടുത്തത്? There are a lot of other subjects. Why did you take zoology? What are you going to do with zoology? ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് എല്ലാവരും ചോദിക്കുക. ഞാൻ ഇവിടെ ചോദിച്ചാൽ ഞാൻ MSc zoology ആയി. ഒരു ഐഡിയ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നീ റൈറ്റ് IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഒരു പ്രാവശ്യം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഐ ഡോണ്ട് ഹാവ് ഹാപ്പി ക്യാരി. ഞാൻ വിട്ടത്. പക്ഷെ I just spent only 2 minutes with him. അവിടെ ഒരു ബെഡിലാണ് ചെല്ലുന്നത്. I don't know what he did. It gave me a lot of confidence. ഇപ്പോഴും എനിക്ക് അറിയോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷേ because he said I'm like okay I'll give it a try. എഴുതി നോക്കാം. ആ ഒരു 2 minutes ഇരുന്നുള്ളൂ. അത് എന്താ ചെയ്താൽ എനിക്ക് ഒരു പിടിയില്ല. ഇപ്പോഴും കാര്യം. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞ പപ്പ എനിക്ക് നേരത്തെ പണ്ടെപ്പോഴും പറഞ്ഞല്ലേ. അപ്പോൾ ഇതേപോലെ ആർട്ടിക്കൽ നിന്റെ പേപ്പർ വരച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റില്ല. IFS ഒക്കെ ഭയങ്കര പാടാണ്. ഇപ്പോൾ പിന്നെ എന്നാ പറ്റി നീ ഉറപ്പിച്ചു വരാം.
years 6 years ആയിട്ട് ഇല്ലാതിരുന്ന സാധനം. Anybody else? History, economics. ഞാൻ ആദ്യം ക്യാമ്പിൽ വരുന്നെന്ന് തീരുമാനിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റിസൾട്ട് വന്നപ്പോഴേക്കും ഒരെണ്ണത്തിന് A+ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇമ്പ്രൂവ് എല്ലാത്തിനും A+ ഉണ്ട്. ഒന്നിന് മാത്രം എക്സാമിനർക്ക് എന്തോ അബദ്ധം അതാണ് പറയുന്നത്. അതായത് നമ്മുടെ അടുത്തൊരു തെറ്റു. അപ്പോഴേക്ക് സാറിനെ വിളിച്ചിട്ട് സാറ് പറഞ്ഞ് ഞാൻ വരുന്നില്ല, പഠിക്കാൻ സമയത്ത് സാറ് പറഞ്ഞ് നീ വാ, ഞാൻ 100 മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു. ഹിസ്റ്ററി പഠിച്ചു. ആ ഹിസ്റ്ററി എങ്ങനെ പഠിക്കേണ്ടതെന്ന് പഠിച്ചു. സാറിനെ പറ്റി ആദ്യം അറിയുന്നത് തന്നെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് ഏച്ചിന്. കോളേജിൽ ഒരു ഫ്രണ്ട്സുണ്ടായിരുന്നു. അപ്പോൾ ഏച്ചിന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ക്യാഷ്വലായിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ക്യാമ്പുണ്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് പറ്റിയിട്ട് പറഞ്ഞില്ല, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ 19 പിള്ളേരെയോ സാറെന്തോ ചെയ്തിട്ടുണ്ട്, സാധാ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് പ്രോജക്റ്റിനെ പറ്റി ഏച്ചി തന്നെ പറഞ്ഞു. അപ്പോഴാണ് ഒരു ഇത് അത് കേട്ടു പോയി, പക്ഷെ എന്നാലും അതെന്തോ മനസ്സിലാ കിടന്നു. അത് കഴിഞ്ഞാണ് സെക്കൻഡ് ഇയർ ആയിരുന്നു ആ സമയത്ത് കഴിഞ്ഞു. അപ്പം എൻ്റെ കോളേജിലെ പ്രോഗ്രാംസ് ഒക്കെ ആൻഡിൽ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ടീച്ചേഴ്സാണ് സാൻഡ്ര മാം, വിദ്യ മാം. അപ്പം എനിക്കാണ് കൂടുതലും തരുന്നത് ആൻഡിൽ ചെയ്യാനൊക്കെ. അപ്പം മെറിറ്റ് ഡേയുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്ന DrTPS ശശികുമാർ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ആരാത്, ഞാനിത് കേട്ട് മറന്നു, പക്ഷേ ഈ സാറിൻ്റെ പേരെനിക്ക് സ്ട്രൈക്ക് ചെയ്തില്ല. അപ്പം ആരാന്ന് ചോദിച്ചു. അപ്പം മാം പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് വെച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ പറഞ്ഞു സാധാരണ ആൾക്കാർ ചീഫ് ഗസ്റ്റായിട്ട് വരുമ്പോൾ അവരുടെ ഒത്തിരി പൊക്കി പറയണം, അത് ചെയ്യണം, അവരിന്ന് ചെയ്തു, അവരെന്തൊക്കെ ചെയ്തു, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ കുറച്ചുകൂടെ പൊക്കി പറയാതെ. അപ്പം എന്നോട് സാൻഡ്ര മിസ് ആദ്യം വന്ന് പറയുന്ന കാര്യമാണ് ഈ സ്ഥാപനത്തെ പറ്റി പൊക്കി പറയാം, ഉള്ളതുപോലെ പറയണം. ജസ്റ്റ് സേ സെന്റൻസ് ഓർ ടു, ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഞാൻ അങ്ങനെ ആൾക്കാരൊന്നും ചെയ്യില്ല, അത് ഭയങ്കര ഒരു ഇതാണ്. സാധാരണ സംതിങ് ഞാൻ പോയി ഗൂഗിൾ ചെയ്ത് നോക്കി ഇതിനെ എല്ലാ മിക്കവാറും ക്യാമ്പിന് when she is in India, she used to come for all the camps. She came all the last 2 times, this time and last time just for American. Okay. അപ്പം ഇത് ചെയ്ത് നോക്കി പിന്നെ ഇൻഫർമേഷൻ എടുത്തു. ജസ്റ്റ് ഒരു എന്തെങ്കിലും പറയണ്ടേ, അതിന് വേണ്ടി ജസ്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഇൻഫർമേഷൻ എടുത്തിട്ട് ടീച്ചർ ഞാൻ വെറുതെ എടുത്തു. അന്ന് സാറിന് അവിടെ വെച്ച് ആദ്യമായിട്ട് കാണുമ്പം അന്നാണ് ഞാൻ കാണുന്നത്. സാറിന് അങ്ങനെ സ്പീച്ച് ഉണ്ടായിരുന്നു വെറുതെ. സാധാരണ ഞങ്ങളുടെ കോളേജിൽ ഫിലിമിനകത്ത് ആക്ടേഴ്സോ അങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കോളേജ് സ്റ്റുഡൻസ് അവർ എഴുന്നേറ്റ് കൈയടിക്കാനുള്ള ഭയങ്കര അക്കൗണ്ട്സ് കൊടുക്കുന്നത്. പക്ഷേ ഇതുപോലൊരു സാറുണ്ട് ഭയങ്കര സീരിയസ് ആണ് സ്പീച്ച് കേട്ടത്. സീരിയസ് അല്ല എന്നാലും ഒരു 5-10 മിനിറ്റ്സ് ആണ് എടുത്തോ ഇല്ല അല്ലേ 10 minutes. അപ്പം അത് കേട്ടിട്ട് ഹോൾ കോളേജ് എഴുന്നേറ്റ് കൈയടിക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം. ഞാനവിടെ പഠിക്കുന്ന 2ാമത്തെ വർഷമാണ്, 2ാമത്തെ വർഷം തീരാറായി. ഫസ്റ്റ് ടൈം ബിക്കോസ് കമ്പ്യൂട്ടറില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് DrTPS കോളേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഉണ്ട്. സാൻഡ്ര മിസ് തന്നെ അതിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പം സാൻഡ്ര മിസ് ഡാനിയൽസാണ് നിങ്ങൾക്ക് പ്രോഗ്രാമിന് സാറുമായിട്ട് ഇൻട്രാക്ഷൻ സെക്ഷനാണ്. അഫ്കോഴ്സ് ഞങ്ങൾ അവിടെ കണ്ടിരിക്കുക എന്തുവായാലും ഞങ്ങൾ കളയത്തിൽ വന്ന് കണ്ടത്. അപ്പം എല്ലാം ഇത്രയും കേട്ട ആൾക്കാർക്ക് അവിടെ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവർക്കും വരുന്നതിന് ഹോളിൽ കുറേ പേരൊക്കെ വന്നു. പക്ഷെ ആ ഹോൾ ഒരുമാതിരി നിറഞ്ഞു. അത് കഴിഞ്ഞ് സാറിൻ്റെ ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു. അതും ഭയങ്കര വെച്ചാൽ നമ്മളെ കണ്ട് കുറേ നാൾക്ക് പരിചയമുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. പുതിയൊരു സാറ് ഇങ്ങനെ വന്നു നമുക്കെന്ത്. പക്ഷെ സാറ് വന്നിട്ട് വിളിച്ച് സ്റ്റേജ് നിർത്തി. അന്ന് ഭയങ്കര അന്ന് വേറൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ എൻ്റെ പേരമ്മ മരിച്ചിട്ട് ഒരാഴ്ച ആയുള്ളൂ. സോ ആ വിഷമമൊക്കെ അത് ഇപ്പോഴും പെട്ടെന്ന് മരിച്ചു പോയതാണ്. സോ
അത് ഉൾക്കൊണ്ട് വന്നില്ല. അപ്പം ആ ഇൻസിഡന്റ് എങ്ങനെയോ അവിടെ വന്ന് ഞാൻ ഭയങ്കര കരച്ചിലും ബഹളൊക്കെയായിരുന്നു. പക്ഷെ സാർ ഒരു കൈ കയറി ഇങ്ങനെ സാർ കൈ പിടിച്ചു. അത് ആ കരച്ചിൽ പെട്ടെന്ന് എനിക്ക് ഒരിക്കലും കരഞ്ഞ് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം കരഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ പാടാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് അത് കഴിഞ്ഞ് സാറ് വന്ന് എനിക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ട് സാർ എന്നെ ഏഞ്ചലിനെ വെച്ചിട്ട് ക്യാമ്പിന് വരണമെന്ന് ഉറപ്പായിട്ടുണ്ട്. എങ്ങനെ ഒരു ജീവനുണ്ടെങ്കിൽ വന്നിരിക്കുമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പിന്നെ ആ സാറിനെ പറ്റി കൂടുതലൊന്നും പിന്നെ കൂടുതലൊന്നും ചെയ്തില്ല. എനിക്ക് അന്ന് കണ്ട ആ ഒരു ഇംപ്രഷൻ ആ സാർ എന്താണോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണ് ഞാൻ ക്യാമ്പിൽ വന്നത്. ആ ക്യാമ്പിൽ വേറെ കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. കാരണം മെയ് ക്യാമ്പ് സാറിന് നമ്പർ പറഞ്ഞു തന്നേ ഉള്ളൂ. ആ നമ്പർ അപ്പം തന്നെ കാണാതെ പഠിച്ച് സാറിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. സാറിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ കുറേ പ്രോസസ്സ് കഴിഞ്ഞാണ് ഇവിടെ. പക്ഷെ സാറിനെ പറ്റി ഒത്തിരി ഒന്നും അറിഞ്ഞില്ല. സാർ ഇത്ര കാര്യങ്ങൾ ചെയ്തു, എവിടെയൊക്കെ ജോലി ചെയ്തു, എന്തൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ആളായതൊന്നും ഞാൻ സെർച്ച് ചെയ്തിട്ടേ ഇല്ല. അന്നത്തെ ആ ഇൻട്രാക്ഷൻ ലക്ഷം എനിക്കൊരു കോൺഫിഡൻസ് തന്നു. ഈവൻ ചേഞ്ച് മൈ ലൈഫ്. എനിക്കൊരു എൻ്റെ ലൈഫിൽ ഐ വോണ്ട് ടു ബി മൈ മെന്റർ. എൻ്റെ ഒരു ഗുരുവായിട്ട് സാറിനെ വേണം എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. സോ ഐ കെയിം ഹിയർ ആൻഡ് എൻ്റെ ആ ഒരു കോൺഫിഡൻസ് സാർ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിയത് കൊണ്ട്. ഞാൻ ആദ്യമായിട്ട് സാറെ കണ്ട യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് സാറെ പരിചയം. അതെൻ്റെ മാമൻ രാധാകൃഷ്ണനാണ് എനിക്ക് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കുറേ ഡൗൺലോഡ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആദ്യം കണ്ടത് ഒരു മിഴിവർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാം കണ്ടപ്പോൾ പിന്നെ ഞാൻ സാറിൻ്റെ കുറേ വീഡിയോസ് ഉണ്ടോ എന്നുകൊണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡെസ്റ്റിനേഷൻ ഐഡിയസ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ വെച്ച് നടന്നൊരു പ്രോഗ്രാം, 3 മണിക്കൂർ പ്രോഗ്രാമാണ്. അതപ്പോൾ ഞാൻ രാത്രി ചില 12 മണിക്കൊക്കെ ഇട്ട് ചിലപ്പോൾ 3 മണി വരെയൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. എന്നിട്ട് അത്ര സമയമൊന്നും ഞാൻ ഇരിക്കാറേ ഇല്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഈ വീഡിയോ കാണാൻ മാത്രം 12 മണി വരെ ഇങ്ങനെ 3 മണിക്കൂർ അങ്ങനെ കണ്ടിന്യൂസ് ആയിരുന്നത്. ചില സമയത്ത് എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ആ വീഡിയോ ഇട്ടിട്ട് ചുമ്മാ അത് കേട്ടുകൊണ്ടിരിക്കും സാറ് പറയണതൊക്കെ. അപ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ് ഉള്ള പോലെ തോന്നും. പിന്നെ എനിക്ക് സാറെ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യണം, മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായി. അതിനുശേഷം ഞാൻ സാറ് വാട്സപ്പ് മെസ്സേജ് ചെയ്തു. അപ്പം ഞാൻ റിപ്ലൈ ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചില്ല, ചുമ്മാ ജസ്റ്റ് മെസ്സേജ് ചെയ്താണ്. പക്ഷേ എനിക്ക് റിപ്ലൈ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കോളേജിൽ നിന്നാണ് ഞാൻ സാർക്ക് മെസ്സേജ് ചെയ്തത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ സാർ ആ സമയത്ത് കുറച്ചിങ്ങനെ ഇൻട്രാക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം കുറേ കാലം ഒന്നും ഉണ്ടായിരുന്നില്ല, കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ക്യാമ്പിന് വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ സാറെ ഞാൻ സാർ ഇടയ്ക്ക് തന്നെ മെസ്സേജ് ചെയ്യുമായിരുന്നു, ഇങ്ങനെ ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്ര തീയതി മുതൽ ഇത്ര തീയതി വരെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ 2nd ഇയറിൽ പഠിക്കുമ്പോഴാണ് വിന്റർ ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞത്. അങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ പഠനം ഡിസ്കസ് ചെയ്തുള്ള എല്ലാവരുടെയും ടാഗ് അതിലേക്ക് എല്ലാവർക്കും ക്യാമ്പ് വരുന്നത് മെസ്സേജ് ഒരു ക്യാമ്പ് ഉണ്ട്, അതാണ് എൻ്റെ കോൺടാക്ട്. അങ്ങനെ ക്യാമ്പിനെ കുറിച്ച് അറിഞ്ഞു. പക്ഷെ എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പക്ഷെ അതിന് മുമ്പ് ഞാൻ സാറെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. എന്താണ് ക്യാമ്പ്, എങ്ങനെയാണ്, എത്ര ദിവസമാണ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അന്വേഷിച്ചു. സാറ് എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം ഫുൾ ഡിസ്കഷൻ ആയിരുന്നു ആ സമയത്ത്. കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല. പക്ഷെ പിന്നെ വീണ്ടും വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാറിൻ്റെ മെസ്സേജ് വന്നു എനിക്ക്. WWS പ്രോഗ്രാമിൻ്റെ മെൻറ്ററിങ്ങിന് സാറ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ഡേറ്റുകളും കോളേജസിൻ്റെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചുറ്റു കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ മെൻറ്ററിങ്, അതായത് ടീച്ചേഴ്സിനുള്ള മെൻറ്ററിങ് ആണ്. അപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് എനിക്കത് ഡേറ്റ് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. ചുറ്റു കോളേജിൽ നിന്നുള്ള ആ ഒരു പേര് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 17th-നായിരുന്നു പ്രോഗ്രാം. 16th എൻ്റെ അമ്മ ജസ്റ്റ് ഓർമ്മപ്പെടുത്തി, സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തായി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അറിയില്ല, ഞാൻ സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കോളേജിൽ കൂടെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പം ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സാറിൻ്റെ മെസ്സേജ് ടുഡേ ഐ ആം ഇൻ ചുറ്റു കോളേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അത് കണ്ടിട്ടില്ല സാർ. പക്ഷെ ഞാൻ സാറെ മീറ്റ് ചെയ്തപ്പോഴാണ് സാർ പറഞ്ഞത് ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഞാനിങ്ങനെ വഴിയിലൂടെ നടന്നു വരുമ്പോൾ സെമിനാർ ഹാളിൻ്റെ ഫ്രണ്ടിൽ WWS മെൻറ്ററിങ് DrTP ശശികുമാറിന് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കഡായി. അപ്പോൾ സാർ ഇവിടെ ഉണ്ടെന്ന് ശരിക്കും അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞാൻ വേഗം പോയി എൻ്റെ ക്ലാസ്, അന്ന് ഏകദേശം കലോത്സവമായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ സാറ് ഞാൻ എന്താണ് എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചു. WWS കോർഡിനേറ്ററിനോട് പോയി ചോദിച്ചു. ശിവ ടീച്ചറാണ്. അപ്പോൾ അവരോട് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് മെൻറ്ററിങ് ടീച്ചേഴ്സിനുള്ളതാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ, എനിക്ക് സാറെ അറിയാം, ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാറോട്, അപ്പോൾ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ശരി നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് ക്യാമറ തരാൻ ഞാൻ, നീ പോയിട്ട് എന്താണ് ഫോട്ടോ എടുത്തോ, അപ്പോൾ നിനക്ക് സാറെ കാണാലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ക്യാമറ തന്നു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ക്യാമറ ഒക്കെ വാങ്ങിച്ചിട്ട് ഉള്ളിലേക്ക് പോയപ്പോൾ സാർ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ടീച്ചറുണ്ട്. അപ്പോൾ ഞാൻ പോയതും ഫസ്റ്റ് കയറി ഞാൻ ഇരിക്കുക ചെയ്തത്. ഇരുന്നതും പിന്നെ പെട്ടെന്ന് എണിച്ച് പോകാൻ തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങി പോയിട്ട് സാറോട് പോയിട്ട് കുറേ സംസാരിച്ചു. അപ്പോൾ സാർ ചോദിച്ചു നിനക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നീ എന്നോടല്ലേ ചോദിക്കേണ്ടത്, എന്തിനാ ടീച്ചറോട് ചോദിച്ചേ ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും ഉത്തരം പറയാനുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ ശരി എന്താണ് ടീച്ചർ അനുവദിച്ചു, ഞാൻ ഇവിടെ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ എന്താ ചെയ്യാന്നുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇതായി. ശരിക്കും ഉത്തരമേ ഉണ്ടായിരുന്നില്ല ശരിക്കും ആ സമയത്ത്. പിന്നെ അതിനുശേഷം ക്ലാസ് മീൻസ് ഉദ്ഘാടനം തുടങ്ങി. പ്രിൻസിപ്പളൊക്കെ വന്ന് ഉദ്ഘാടനമൊക്കെ തുടങ്ങി. അപ്പം ഞാൻ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുള്ള യാതൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാറ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടത് തന്നെ എനിക്ക് ഭയങ്കര ഷോക്കായി. ഞാൻ സാറോട് ജസ്റ്റ് സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം സാർ എന്നെ വിളിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ എന്താ പറയുക ഒരു സ്റ്റേജിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. മലയാളത്തിലൊക്കെ സംസാരിക്കും, പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്ര കൺവീനിയൻറ്റ് അത്ര ഇതല്ല, സംസാരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു എന്നെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് സാറ് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് സാർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഒരു മണിക്കൂറോളം എന്നെ സ്റ്റേജിൽ പിടിച്ച് നിർത്തിയിട്ട് ഫുൾ ഓരോന്നായി പറയാൻ തുടങ്ങി. എങ്ങനെയാണ് ഒരാളെ മെന്റർ ചെയ്യാന്ന് ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്നത്. സ്റ്റുഡൻസിനെ മെന്റർ ചെയ്യാൻ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ ഒരു സാമ്പിൾ കിട്ടിയില്ലേ? മനസ്സിലാവുന്നുണ്ടോ സംഭവം? കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് ടീച്ചേഴ്സ് എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് പഠിപ്പിക്കലാണ് ഞാൻ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്നത്. ഐ ഗോട്ട് എ നൈസ് സാമ്പിൾ വിത്ത് പ്രാക്ടിക്കൽ. അങ്ങനെയാണ് ഞാൻ എല്ലായിടത്തും ഉപയോഗിക്കുക. പിന്നെ പറഞ്ഞത് പാലക്കാട്ടിൽ കുറെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യായിരുന്നു, മീൻസ് കുറെ കോളേജസിനെ സെലക്ട് ചെയ്യാമായിരുന്നു. ഞാൻ ചിറ്റൂർ കോളേജിൽ ഉള്ളത് കൊണ്ടാണ് ചിറ്റൂർ കോളേജ് സെലക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരോടും എല്ലാ ടീച്ചേഴ്സിനോടും പറഞ്ഞു. പിന്നെ ആ ടീച്ചേഴ്സ് എല്ലാവരും വിക്ടോറിയ, മേഴ്സി, NSS അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് കോളേജസിൽ വർക്ക് ചെയ്യണവരാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാ ടീച്ചേഴ്സും അത്ഭുതമായിരുന്നു. സാധാരണ പാലക്കാട് വെച്ചിട്ട് +2 നടത്തുമ്പോൾ വിക്ടോറിയ, മേഴ്സി മാത്രം സെലക്ട് ചെയ്യും. എന്നിട്ട് അവരോടൊക്കെ ഇങ്ങോട്ട് വരാം. അവർ ഞാൻ ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ അങ്ങോട്ട് പിടിച്ചോണ്ടുള്ളൂ. അപ്പൊ അവർക്കൊക്കെ സംശയം ചെയ്തു ഒരു കുട്ടി ഉണ്ടോ അല്ലെങ്കിൽ ഒരു സാമ്പിൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവളെന്തായാലും വരുന്നത് എനിക്കറിയാം. എന്നിട്ട് അതിനുശേഷം ഫുൾ ക്ലാസ് ആയിരുന്നു, അവർക്കുള്ള ക്ലാസ് ആയിരുന്നു. എന്നെ ഒരു സാമ്പിളാക്കി എടുത്തിട്ട് സാർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തു, എങ്ങനെ ടീച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഹോൾ ഡേ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നെ സാറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ മടങ്ങി. പിന്നെ ഞാൻ പിന്നെയും കുറച്ചു കാലം അങ്ങനെ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ക്യാമ്പിനെ കുറിച്ച് സാറ് പറഞ്ഞപ്പോഴാണ് വീണ്ടും സാറുമായിട്ടുള്ള കോണ്ടാക്ട്. ഞാൻ പിന്നെയും സാറെ വിളിച്ച് എപ്പോഴാണ് തുടങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പുറത്തേക്ക് ഒരു സാറിന്റെ വീട് തന്നിട്ട് അവിടെ മീൻസ് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരുക. ആ വീട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതല്ല, പക്ഷെ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു സന്തോഷം അത് ഉണ്ടായിരുന്നു എപ്പോഴും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇന്ററാക്ഷൻ ആളുകളുമായിട്ട് നടത്തി, അതൊക്കെ ഭയങ്കര സുഖമായിരുന്നു. ഞങ്ങൾ 5 പേരും കൂടിയിട്ട് അവരോട് സംസാരിക്കുക. അങ്ങനെ നമ്മൾ വഴി പോണവരോടൊന്നും സാധാരണ സംസാരിക്കുകയില്ല. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, അവരോട് പോയി സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ ചോദിക്കുക, അതൊക്കെ ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം അവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറേ നേരം എത്ര മണിക്കൂർ ഇരുന്നാലും ടൈം എത്രയായെന്നുള്ളത് നമുക്ക് സത്യം മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ പുറത്ത് നോക്കാനേ മറന്നു പോകും, എത്ര മണിയായെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയും കുറേ ടൈം നമ്മൾ ക്ലാസ്സിൽ പോലും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കില്ല. അങ്ങനെ അത്രയും ലോങ് അവേഴ്സൊക്കെ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു ഇതിനു മുമ്പ്.
പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇത്രയും അവേഴ്സ് ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യണത് സാറിൻ്റെ കൂടെ. പിന്നെ കുറേ ഹിസ്റ്ററി ഒക്കെ എനിക്ക് ഭയങ്കര ബോറിങ് സബ്ജക്റ്റ്. ഞാൻ പഠിക്കുകയില്ല. ഇതിൻ്റെ പഠിക്കണ കാലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു മോഹം വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ട് എങ്ങനെയാണ് മിങ്കിൾ ചെയ്യണത്, ഓരോരുത്തരുടെ ഐഡിയാസ് പറയുന്നത്, അവരെങ്ങനെയാണ് നമ്മളോട് റിയാക്ട് ചെയ്യണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക നല്ല താല്പര്യമായിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെ അഭിനയിക്കൊന്നുമില്ല, ഡ്രാമ ഒന്നും ചെയ്യായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, നമ്മളെ എങ്ങനെ കാണിക്കും എന്നുള്ളതൊക്കെ പഠിച്ചത് ഇവിടെ നിന്നാണ്. വേറെന്താ, അത്രയൊക്കെ തന്നെയാണ്. Good enough? Okay. First, mostly local program, social interaction. സാധാരണ കൊടുക്കുന്ന പ്രോഗ്രാമുകളാണ് എൻ്റെ ബ്രദേഴ്സും ചെറിയ കുറേ ബന്ധുക്കൾ ഈ വില്ലേജിൻ്റെ ടെക്സ്റ്റ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർക്ക് പോവാം. നമ്മുടെ റോഡിൽ നടക്കുന്ന സമയത്ത് ഒരാൾ വീട്ടിൽ സാറിൻ്റെ പേരെന്ന് ചോദിച്ചാൽ ലുക്ക്. അപ്പം വീട്ടിൽ കിണാനുണ്ട് വീട്ടിൽ കിണാനുണ്ട് വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ നാച്ചുറലി വില്ലേജിൽ ഒരാൾ തിരിച്ചു വെക്കുന്നത് അവിടെ അതൊരു സ്റ്റാർട്ട് സ്റ്റെപ്പാണ്. പിന്നെ അവരെ വിടും. അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 20 പേരെ പരിചയപ്പെടുത്തിയാണ്. എനിക്ക് ഇതിലേക്ക് ഒരു 4 ഗ്രൂപ്പ് 5 ഗ്രൂപ്പായിട്ട് പോകും. ഇതിപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും പരിചയം ഏതെങ്കിലും ഷോപ്പിൽ പോകാം. ദുബായിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ദുബായിലുള്ളവർക്ക് ഇതുവരെ കടയിൽ പോയിട്ട് സാധനം വെച്ച് കൊടുക്കാം. അപ്പോൾ കടയിൽ പോയി പരിചയത്തിലെത്താൻ അതൊക്കെ കണ്ടുപിടിച്ച് വരാം. ഇലക്ഷൻ്റെ സമയത്ത് വന്ന സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? നിന്റെ ഗ്രൂപ്പ് ഇലക്ഷൻ്റെ സമയത്ത് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് നടുവിൽ ആ സമയത്തൊക്കെ ചിലപ്പം ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കും. എല്ലാവരും ചിലപ്പോൾ തൊക്കിട്ടെടുത്ത് 4-5 പേര് കൂടെ പോകുന്ന സമയത്ത് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവരോട് ഈ കുഞ്ഞത്ര കളമാരെ ആരെ കണ്ടാലും നിങ്ങളുടെ ഡീറ്റെയിൽസ് എപ്പോഴാണ് സർവീസ് ചെയ്തത്, എത്ര കൊല്ലം സർവീസായി, ഇതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ ഒരു ഗ്രൂപ്പ് സെൽഫി അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഇപ്പം പയ്യന്നൂർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്യാമ്പുണ്ടായിരുന്ന സമയത്തായിരുന്നു MLA പ്രോഗ്രാം. അപ്പം അന്ന് ഞാൻ എല്ലാ പിള്ളേരും അതിപ്പോൾ ഏത് പ്രോഗ്രാം ഇപ്പം ഞാൻ പോകുന്ന സമയത്ത് മറ്റൊരു സംഭവങ്ങളൊക്കെ ഇപ്പം ഇളയച്ചൻ്റെ ഒരു എല്ലാ പിള്ളേരും നോക്കും. അപ്പോൾ അവിടെ നടക്കുന്ന ഓരോ ഇതുവരെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ അവർ നേരത്തെ കംബാക്ക് ആൻഡ് റൈറ്റ് സ്വാഗതം പറഞ്ഞത് ആരാണ്, അയാൾ ആരെക്കുറിച്ചൊക്കെ പറഞ്ഞത്, MLA എന്തൊക്കെ പറഞ്ഞു. അതുപോലെ കൃഷ്ണേട്ടൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും പരിചയപ്പെടാനും കാണാനും. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആരൊക്കെയാണ് കഴിഞ്ഞ വർഷം ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ റിപ്പോർട്ടായിട്ട് എന്ത് കേൾക്കുന്നതും റിപ്പോർട്ട് ചെയ്യാന്നുള്ളതും അതിനെ വെറുതെ കേട്ടുവിടാതിരിക്കുക. പലർക്കും മലയാളം പോലും കൃത്യമായിട്ട് നമ്മൾ പറയുന്ന വാക്കുകളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ കുറേ ഇവിടുത്തെ റിട്ടയർഡായിട്ടുള്ള മാഷന്മാർ പങ്കെടുക്കും. ഇപ്പോൾ പപ്പാട്ടിന് കുറേ സമയം അദ്ദേഹത്തിൻ്റെ പഴയ യാത്രയും ഫുട്ബോൾ കളിക്കാൻ പോകും. അത് പറയും മലയാളം ഭാഷ ചിലപ്പോൾ പഴയ മലയാളം. ഇപ്പോൾ അനന്തൻ മാഷ് അതിൻ്റെ അനന്തൻ മാഷ് സയൻസ് ത്രൂ എക്സ്പീരിയൻസ് പഠിച്ചതാണ്. അപ്പോൾ ലാസ്റ്റ് ബാച്ച് ഡിസംബർ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ പറഞ്ഞിരുന്നു. അത് അപ്പോഴാണ് ഞങ്ങൾ തിങ്ക് ചെയ്യാൻ. പിന്നെ ഞാൻ ദുബായിൽ പോയിട്ട് മാസത്തിന് സമയത്ത് എന്നെ സയൻസിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല മാഷാണെന്ന് അത് ചോദിച്ചു. അനന്തൻ മാഷിൻ്റെ പേരാണ്. സ്കൂളിൽ നല്ല എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അനന്തൻ മാഷിൻ്റെ ചെറുമകളിരിക്കുന്നു. അതൊക്കെ ഒരു വലിയ ത്രില്ലിങ്ങാണ്. അവർക്കും ത്രില്ലിങ്ങാണ്, നമുക്കും ത്രില്ലിങ്. നമ്മുടെ ഏറ്റവും നല്ല മാഷിൻ്റെ ചെറുമകളെ നമ്മളെ പഠിപ്പിക്കുക. അത് മാഷക്കും അറിയാം. മാഷ് ചിലപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സയൻസ് എക്സ്പെരിമെന്റ് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇവിടെ പോയി 4 കിലോമീറ്റർ പിള്ളേരൊക്കെ കൂടി ഉണ്ട്. അത് വീട്ടിലായതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് കുറേ പിന്നെ കേക്കെല്ലാം കൊണ്ടുപോയി സാറിനൊക്കെ നാട്ടിൽ ചെയ്തു. പിന്നെ ഇവിടെ ഒരു ദിവസം മാറ്റേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പിന്നെ MLA ഒരു പ്രോഗ്രാമിൽ ഞാനൊരു പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ മാധവമലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇവിടെ ഞാൻ തമാശ വെച്ചിട്ടാണ്. ഇപ്രാവശ്യം പോലെ കൊണ്ടുവരും.
ഒരു ദിവസം ഫുൾ ഡേ നിങ്ങൾ അനന്തം മാഷോട് വരും. Who did it? I got it done for you. USA. Okay. Anandan master will do it very well. അനന്തം മാഷ് പറയുന്നത് അനന്തം മാഷ് പറഞ്ഞത് ഓർമ്മ. Chinese idea. This is American soil. Chinese baby. Definitely American the It's made by a Chinese person. Yeah, definitely Chinese. Yeah. എന്തെങ്കിലും ചോദിക്കാന്ന് ചോദിക്കാം. സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ അറിയോ? എന്താ സംഭവം അറിയാം? അത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതിയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് വരുമ്പോൾ 16 വർഷമായി. പക്ഷെ കേരളത്തിൽ അത് വരുമ്പോൾ അതിന് വലിയ പ്രസക്തി ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടേ വലിയതാണ്. ഒന്ന് എല്ലാവരെയും സർവരും പഠിക്കുക, സർവരും വളരുക, അതാണ് അതിൻ്റെ ക്യാപ്ഷൻ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു വിഷയമില്ല. പക്ഷെ അത് നമ്മുടെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ടീച്ചേഴ്സിന് പുതിയ സെഷനുകൾ കൊടുക്കൽ, അതുപോലെ നിങ്ങളുടെ ഈ ക്യാമ്പ് പോലെയുള്ള മറ്റ് ചെറിയ ചെറിയ ക്യാമ്പുകളൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡെപ്യൂട്ടേഷനിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. നമ്മളെപ്പോലെ ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഇപ്പോഴും കേരളത്തിൽ അതിൻ്റെ ഒരു സാധ്യത പണ്ടത്ര ഉപയോഗിച്ചില്ല. കാരണം മിക്ക ആളുകളും മറ്റെവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവരവരുടെ നാട്ടിലേക്ക് വരാനുള്ള ഒരു വഴിയായിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു തകരാറ്. കാരണം ഏറ്റവും കേപ്പബിളായ ആളുകളല്ല ഉള്ളത്. ഞാൻ വന്നത് മറ്റു ചില ഉദ്ദേശത്തോടു കൂടിയാണ്. എനിക്ക് പയ്യന്നൂർ ടൗണിൽ ജോലി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. മറ്റ് സംഘടനാ പ്രവർത്തനവും അതുപോലെ നമ്മുടെ ഒരു സർവീസ് സൊസൈറ്റിയുടെ ഒക്കെ പ്രവർത്തനം സുഗമമായി നടത്താൻ ഞാൻ ടൗണിലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വയക്കരയിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. ഞാൻ ഒരുവിധം എല്ലാ സ്കൂൾസിലും വന്നിട്ട് രമണികളുടെ അടുത്തൊക്കെ ഞാൻ പഠിച്ചു. എൻ്റെ ക്ലാസ്മേറ്റാണ്. അതിനകത്താണ് വന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടായപ്പോൾ കുറേ കൂടി സജീവമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കഴിഞ്ഞ 4ാം ക്ലാസ്സിലെ പരീക്ഷയിൽ വരുന്നൊരു സ്കോളർഷിപ്പ് ഉണ്ട്, LSS. സാധാരണ എൻ്റെ സബ് ജില്ലയിൽ അത് ഒരു 20 താഴെ ആണ്. ഒരു 700 കുട്ടികൾ എഴുതി 20 താഴെ കിട്ടും. ഇത്തവണ 139 പേർക്ക് ആ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ അതിനാവശ്യമായൊരു ഗൈഡ് ലൈൻ നമ്മൾ കൊടുത്തിരുന്നു. കോച്ചിങ് കൊടുക്കാനുള്ള ഗൈഡ് ലൈൻ ഒക്കെ കൊടുത്തിരുന്നു. എൻ്റെ സബ് ജില്ലയിൽ മാത്രം 139 പേർക്ക് ഇത്തവണ കിട്ടി.
DrTPS Monday. അത് ചോദിച്ചു എങ്ങനെ ഉണ്ടാക്കും ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ചെറുപയറും പച്ചരിയും കൂടി നല്ലപോലെ വെള്ളത്തിലിട്ട് ഉപയോഗിക്കും. അതാണ് ഞാൻ സ്ഥിരമായിട്ട് വിട്ട് കഴിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലപോലെ വെന്തതിന് ശേഷം തേങ്ങാപ്പാൽ അതിനകത്ത് വെച്ചിട്ട് ഒന്നുകൂടി തറക്കും. ചെറുതായിട്ട് സെപ്പറേറ്റ് ടേസ്റ്റ് കിട്ടും. ഇതിപ്പം തേങ്ങാപ്പാൽ ചേർത്ത് എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഇതിട്ട് വറക്കും. ഇത് മിക്കവാറും നമ്മൾ പറഞ്ഞിട്ട് ഇത് സാധനം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കടയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കായിട്ട് ഉണ്ടാക്കുന്ന സാധനം മാങ്ങയച്ചാറോ ഇഞ്ചി ചേർത്ത് പിന്നെ അതിന്റെ പീരിയാണ് ഞാനിവിടെ പിന്നെല്ലാം വന്നാലും ചേർത്തേക്കാറ് പച്ചരി ഗ്രൂപ്പിംഗ്. All of you go there. Get ready for grouping. ചെറിയ കുട്ടികൾ മുകളില് ഫസ്റ്റ് ഫ്ലോർ. Go fast. कंठ है करोड़ गीत एक राष्ट्र का, कंठ है करोड़ गीत एक राष्ट्र का. लक्ष्मी ജീവിതത്തിന്റെ മുഴുവൻ ഭാഗത്തേക്കും ഇപ്പം വെട്ടം കിട്ടണമെന്നില്ല.
നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകൾ പഠിക്കുന്നവരാണ്. ചിലർ പ്രീ ഡിഗ്രി +2 കഴിഞ്ഞവരുണ്ട്, ഗ്രാജുവേഷൻ പഠിക്കുന്നവരുണ്ട്, അതിലും വലിയ ക്ലാസ്സിൽ പഠിക്കുന്നവരും ഉണ്ട്. നിങ്ങൾക്കെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലങ്ങളിലേക്ക് പടർന്നു കയറാൻ, മനസ്സിലാവല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലങ്ങളിലേക്ക് പടർന്നു കയറാൻ ഉള്ള ഒരു ഇത്തിരി വെട്ടം ആണ് ഇവിടെ ലഭിക്കുക. ഇത് ഉപയോഗപ്പെടുത്തിയാൽ നോ ഡൗട്ട് നിങ്ങളുടെ ഭാവി സുനിശ്ചിതമായി എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഉറപ്പിക്കാം, തീരുമാനിക്കില്ല, ഉറപ്പിക്കാം. അത് ഇത് ഉപയോഗപ്പെടുത്താം. ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ 10 ദിവസം ഇവിടെ നിന്ന് കിട്ടുന്ന ഈ നുറുങ്ങുവെട്ടം നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ആ ഗോണിപ്പടി, എവിടെയാ ഗോണിപ്പടി അവസാനിക്കുന്നത്? കുറേ പടവുകൾ കയറി 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 ഏറ്റവും മേലെയാണ്, ഏറ്റവും മേലെ. ആ മേലെ നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ജീവിതത്തിൻ്റെ ഒക്കെ പടവുകളാണ് കയറി കയറി പോകാനുള്ള. ആ പടവുകളിലേക്ക് കയറിപ്പോകാനുള്ള അതാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരു സംശയവുമില്ല. ഇവിടെ എത്രയോ കുട്ടികൾ, ഇപ്പം ഞാൻ പലപ്പോഴായി ഇവിടെ വന്നിട്ടുണ്ട്, എത്രയോ കുട്ടികൾ ഇവിടുന്ന് ഈ തീപ്പന്തത്തിൽ നിന്ന്, ഞാൻ അങ്ങനെ പറയും, അതിനകത്ത് ഒരു എന്താ പറയുക, ലെവലേശം പോലും ദോഷമില്ല എന്ന് പറയുന്നത്. ഈ തീപ്പന്തത്തിൽ നിന്ന് തീ കൈത്തിരി കത്തിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. വലിയ നിലവിളക്കിൽ നിന്ന് കുഞ്ഞു നിലവിളക്കിലേക്ക് ഒരു തിരി എടുത്ത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും വെച്ച് അത് വലത്ത് കൈയിലെടുത്ത് പോവുക. അപ്പോൾ അത് എത്ര ദിവസമായി ഇപ്പോൾ? 6. പിന്നെ എത്ര ദിവസമുണ്ട്? 10 ദിവസം. എല്ലാ പ്രാവശ്യം 7 ദിവസം ഉണ്ടാവാറുണ്ട്, ഒരു ദിവസം 10 ഉണ്ടാവാറുണ്ട്, കുറച്ച് കൂടുതലുണ്ടാവാം. അപ്പോൾ ഇതുവരെ കിട്ടിയ വിളിച്ച് ഓർമ്മിച്ച് നോക്കും. ഇനി അങ്ങോട്ട് പോകാനുള്ള ദിവസം തോന്നും. ഒരു നല്ല ലക്ഷ്യബോധം വേണം, നല്ല ലക്ഷ്യബോധം. മനസ്സിലത് ഒരു കൃത്യമായി ആ ലക്ഷ്യം കണ്ട് ആ ലക്ഷ്യം സാധിക്കുന്നത് വരെ വിടാതെ കൊണ്ടുപോകാനുള്ള ആ ഊർജം, പോസിറ്റീവ് എനർജി. ഊർജം എന്ന് പറഞ്ഞാൽ എന്താ? എനർജിയാണ്, ശക്തിയാണ് ഊർജം. അപ്പം അത് പോസിറ്റീവ് എനർജിയാണ് കിട്ടുക. പലപ്പോഴും ലക്ഷ്യം സാധിക്കാതെ പോകുന്ന ഘട്ടത്തിൽ ചിലത് പിന്നെയും മടങ്ങി വരാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ച് വീണ്ടും പടവുകൾ കയറാൻ പ്രേരിപ്പിക്കുകയും അതിൽ ജയിക്കുകയും ചെയ്യും. സാധാരണ പറഞ്ഞു റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞ വരുന്നത്. റിപ്പീറ്റേഴ്സ് മനസ്സിലായോ? ഒന്ന് പോയിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ കയറിപ്പോകാനുള്ള കരുത്ത് നിങ്ങൾക്കെല്ലാം ഉണ്ടാകും, സാധിക്കും നിങ്ങൾക്ക്. അതൊരു ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഈ വെളിച്ചം വളരെ നിസ്സാരമായി തോന്നുന്നു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു, നടുവിൽ ആർക്കും ഈ സ്ഥാപനം വേണ്ട. അപൂർവം 1-2 പേര് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ വരുന്നത് മുഴുവൻ പുറത്തുള്ളവരാണ്, നടുവിൽ പുറത്തുള്ളവരാണ്, ഈ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് പലരും. ഇപ്പം പലരും UAE-യിലുള്ളവരുണ്ട്, ഷാർജയിലുള്ളവരുണ്ട്, ഇല്ലേ? ഉണ്ട്. അവിടെ പഠിച്ച് ഇങ്ങോട്ട് വന്നത്. എനിവേ ജീവിതത്തിൻ്റെ ഏത് സന്ധിയിൽ വെച്ച് സാറിനെ കണ്ടുമുട്ടിയാലും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. അപ്പം ഇത്രയും എനിക്കിപ്പോൾ പറയാം. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. വിളിച്ചത് ഞാൻ എന്തൊരു 6 മണിക്ക് ഇവിടെ എത്താൻ വിചാരിച്ച് പുറപ്പെട്ടതാണ്. എന്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ആ കൃത്യമായി എത്താൻ കഴിയില്ല. ഇപ്പോഴേ എത്താൻ പറ്റില്ല. അപ്പോൾ ജീവിത ആയോധനത്തിന് ഇറങ്ങി നിൽക്കുന്നു. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി
സ്വാഗതം ചെയ്യുന്നു. എന്നിൽ അനുഗ്രഹിക്കാനുള്ള വല്ല ശക്തിയും മിച്ചമായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് സർവ്വമംഗളങ്ങളും നേരുന്നു. ഇനി ഞാനൊരു കുഞ്ഞു ശ്ലോകം ചൊല്ലാം. കുഞ്ഞു ശ്ലോകം, സംസ്കൃത ശ്ലോകമാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് ശിവതാണ്ഡവമാണ്. ഇത് ശിവതാണ്ഡവം. ശിവതാണ്ഡവം എന്ന് പറഞ്ഞാൽ എന്താ? ശിവന്റെ നൃത്തമാണ്, ഡാൻസ്. ശിവന്റെ ഡാൻസ് സാധാരണ take yours and distribute. Give it to you. Give it half to somebody else. That's what distribution. കയ്യിൽ വെക്കാൻ നിങ്ങൾ കൊടുക്കുമോനെ half you just distribute. So easily you can. No, just give half bunch to somebody. It comes back easier. Everybody does it parallel. 2-3 മാത്രം കയ്യിൽ വെക്കും, ബാക്കി നിങ്ങൾ കൊടുക്കണം. Good enough. Better. Sit down. എന്താ കവിത എന്ന് പറഞ്ഞാൽ? What is poetry? പറയൂ. പിന്നെ വേറെ വല്ലതും പറയാനുണ്ടോ? Poetry is the spontaneous overflow of powerful emotions. What is poetry? Poetry is the spontaneous overflow of powerful emotions. എൻ്റെ മലയാളം എന്ന് പറയാം, അതെഴുതും. Poetry is the spontaneous overflow of powerful emotions. എന്തായിരിക്കും അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ എൻ്റെ മലയാളം എങ്ങനെ പറയാൻ കഴിയും നോക്കി. നിങ്ങൾ മനസ്സിലിട്ടൊന്ന് അലിയിച്ചു നോക്കി. Poetry is the spontaneous overflow of powerful emotions. Spontaneous. What does it mean? Spontaneous. പെട്ടെന്നുള്ള എന്ന് പറയാം, ശക്തിയോടെ വരുന്നെന്ന് പറയാം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടും പറയാം. എല്ലാവർക്കും അതിനകത്തുണ്ട് സ്പോണ്ടേനിയസ്. ഓവർഫ്ലോ, ഫ്ലോ ആൻഡ് ഓവർഫ്ലോ. ഒഴുക്കും കവിഞ്ഞൊഴുകൽ, തിരതല്ലി ഒഴുകൽ, പുറത്തേക്കുള്ള അല്ലേ? Spontaneous overflow of what? Powerful emotions. അതിശക്തമായ വികാരങ്ങളുടെ അല്ലേ? ഇമോഷൻ എന്നുള്ളത് ആ ഒരു വാക്ക് അത് അർത്ഥമെടുക്കാം. ഇമോഷൻസ്, വികാരങ്ങളുടെ. അപ്പോൾ അതിശക്തമായ വികാരങ്ങളുടെ അനർഗള പ്രവാഹമാണ് കവിത. അനർഗളമായ പ്രവാഹം, സ്പോണ്ടേനിയസ്, നിറുത്തില്ലാത്തത് എന്ന് പറയും. അപ്പോൾ കവിതയിൽ കുഞ്ഞുണ്ണി മാഷ് പറയും പോലെ ഒരു വിധ ഉണ്ട്. കവിതയിൽ എന്തുണ്ട്? ഒരു വിധയുണ്ട്. കവിതയിൽ വിധയില്ലേ? കവിത എന്ന വാക്കിൽ വിധയുണ്ടല്ലോ. അപ്പോൾ കവിതയിൽ ഒരു വിധയുണ്ട്. ആ വിധ എന്ന് പറയുന്ന വിധാണ് ഏത്? മനുഷ്യന്റെ മനസ്സിലേക്ക്, എൻ്റെ മനസ്സിലെ വികാരങ്ങളെ മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക്, അനേകായിരങ്ങളുടെ മനസ്സുകളിലേക്ക് അതിശക്തമായി എത്തിക്കാനുള്ള ഒരു
ഒരു മീഡിയ ആണ് കവിത. അതിൽ വിതയുണ്ട്. ആ വിത തഴച്ച് വളരണം. വിതച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? വിതച്ചു കഴിഞ്ഞാൽ ആ വിത തഴച്ച് വളർന്ന് നമുക്കും നമ്മുടെ നാടിനും നന്മ ചെയ്യണം. നന്മ ചെയ്യാം. പിന്നിവിടെ ഒരു പണ്ട് ഞാൻ എന്നെ പഠിപ്പിച്ചൊരു സാറ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷേവ് ചെയ്യുമ്പോൾ കവിതയെക്കുറിച്ച് ഓർക്കില്ല. വൈ ഞാൻ മുറിയും കവിതയെക്കുറിച്ച്, ഏത് കവിതയായാലും കൊള്ളാം, വള്ളത്തോൾ കവിതയായാലും എഴുത്തച്ഛൻ്റെ കവിതയായാലും ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെയും കവിതയായാലും കവിതയെക്കുറിച്ച് ഞാൻ ആ സമയത്ത് ഓർക്കില്ല. ഓർക്കുമ്പോൾ ആ വികാരം മനസ്സിലേക്ക് വരും. മനസ്സിലേക്ക് വരുമ്പോൾ കവിളുകൾ മെല്ലെ ചലിക്കും. നിങ്ങൾക്ക് മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ, ഉള്ളിൽ തട്ടുന്ന ഒരു കാര്യം സംഭവിച്ചാൽ കവിളിണകൾ രണ്ടും ഇളകും, കണ്ണിൽ വെള്ളം നിറയും, കണ്ഠം നിരുദ്ധമാവുക, കണ്ഠത്തിൽ കണ്ണീർ തടഞ്ഞ് ഇടറും. കണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണീര് തൊണ്ടയിലേക്ക് കുരുങ്ങി നമുക്ക് ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ ആവും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഷേവ് ചെയ്യുമ്പോൾ ഞാൻ കവിതയെക്കുറിച്ച് ഓർക്കാറില്ല, ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. അത് ഇത്രയും ഒരു വികാര വൈവശ്യം മനസ്സിലുണ്ടാക്കുന്നുള്ളതുകൊണ്ടാണ്. മനസ്സിൽ അത്തരമൊരു വികാര വൈവശ്യം ഉണ്ടാക്കും. അപ്പോൾ ഇത്തരം കവിതകൾ നിങ്ങളുടെ ഈ കാലഘട്ടത്തിലുള്ള യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇത്തരം കവിതകൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ, ഇതുവരെയുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഓർമ്മിച്ചു നോക്കിയോ? ഒരു 2 വരി, ആ ഒരു 2 വരിയിൽ ഒരു വികാര പ്രപഞ്ചത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ വർഷകാലത്ത് പുൽക്കൊടിയുടെ തുമ്പത്ത് ഒരു തുള്ളി ഹിമം, ഒരു ഹിമകണം, പുൽക്കൊടിത്തുമ്പത്തെ ഹിമകണം. ആ പുൽക്കൊടിത്തുമ്പത്തെ ഹിമകണത്തിൽ അതിന് ചുറ്റുമുള്ള പ്രകൃതി നേളിച്ചു കാണും. ചെറിയ പ്രകൃതി, കണ്ണാടി എന്ന് പറയാനില്ല, ആ ചെറിയ കണികയിൽ അതിന് ചുറ്റുമുള്ളൊരു പ്രകൃതി നേളിച്ചു കാണും. അത് അത്രയേറെ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധ്യമല്ല, എളുപ്പമല്ല മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ ഒരു 2 വരിയിൽ ഒരു ആശയപ്രപഞ്ചത്തെ ഉൾക്കൊള്ളിക്കാൻ 2 വരിയിൽ, ഈരടി എന്നൊക്കെ പറയുന്നില്ലേ, 2 lines, ആ 2 വരിയിൽ ഒരു ആശയപ്രപഞ്ചത്തെ ഉൾക്കൊള്ളിക്കാനുള്ള കരുത്ത് മഹാകവികൾക്കുണ്ട്. ആരാ മഹാകവി? അതിലൊരാൾ ഉദ്ദേശിച്ചല്ലേ ചോദിച്ചത്. മഹാകവി ആര്? കവികളുടെ കവി തന്നെ മഹാകവി. കവികൾക്കും പ്രചോദനം നൽകാൻ കഴിയുന്ന ആളാണ് മഹാകവി എന്ന് പറയുന്നത്. പോയറ്റ് ഗ്രേറ്റ് എന്ന് പറയും, ഗ്രേറ്റ് പോയറ്റ്. ഇപ്പോൾ നിങ്ങൾ കുമാരനാശ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അതിൽ തൊടുകയാണ്. ഇതാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. 2 വരികൾ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും അതുകൾ ഈ നിങ്ങളെത്താൻ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ മാറ്റും അതുകൾ ഈ നിങ്ങളെത്താൻ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, നാരായണാശാന്റെ വളരെ പ്രസിദ്ധമായ ഒരു വരിക. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും അതുകൾ മീൻസ് അവ നിങ്ങളെത്താൻ, ഈ നിങ്ങളെത്താൻ. എന്ത് ചട്ടം, എന്ത് ചട്ടമാണ് മാറ്റേണ്ടത്, എന്ത് സമ്പ്രദായമാണ് മാറ്റേണ്ടത്? എന്തായിരുന്നാലും ചട്ടങ്ങളെ മാറ്റണം. ഇത് ദേഹം മുഴുവൻ ഈ വ്രണം വന്ന് പുഴുത്ത്
നാറിയ ഒരു പട്ടിക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വരെ കടന്നു പോവാം. എങ്ങോട്ട് പോവാം? വൈക്കത്തെ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വരെ കടന്നു പോവാം. ആരും കാണുന്നില്ലെങ്കിൽ ചോദിക്കാനില്ല, പട്ടി ഓടിക്കുകയുള്ളൂ. പക്ഷേ ഒരു 30-40 മീറ്റർ മുമ്പിൽ കൊടിമരത്തിനും വെളിയിൽ, കൊടിമരം എവിടെ ഉണ്ടാകുന്നു? ഓർമ്മിക്കുന്നെങ്കിലും അമ്പലത്തിലെ കൊടിമരത്തിന് വെളിയിൽ, ചുറ്റുമതിലിന് വെളിയിൽ, അവിടുന്നും ഒരു 100 മീറ്റർ പിന്നിൽ മാത്രമേ പണ്ട് അവർണ സമുദായങ്ങൾക്ക്, അവർണം എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് താഴ്ന്ന, നിങ്ങൾക്കറിയാം, താഴ്ന്ന സമുദായങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനപ്പുറത്ത് കയറിയാൽ അടിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ എത്ര തല്ലുകൊണ്ടിട്ടുണ്ടെന്നറിയാവോ? എത്ര പ്രാവശ്യം അടികൊണ്ടിട്ടുണ്ട് സവർണ മേധാവിത്വത്തിന്റെ, പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയധികം കൊണ്ടിട്ടുണ്ട് ഇല്ലേ? അതുകൊണ്ടാണ് പിന്നെ ആശാൻ പിന്നെയും പാടിയത്, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ. നെല്ലിന്റെ ചുവട്ടിൽ മുളയ്ക്കുന്ന കേവലം കളയായ കാട്ടുപുല്ലല്ല സാധു പുലയൻ. പിന്നെയോ, ശങ്ക വേണ്ട ഒന്നായി പുലർന്നാൽ അതും പൊൻകതിർ പൂണും ചെടിതാൻ. ശങ്ക വേണ്ട ഒന്നായി പുലർന്നാൽ അതും പൊൻകതിർ പൂണും ചെടിതാൻ. നെല്ലിന്റെ നെറുകയിൽ, നെൽച്ചെടിയുടെ നെറുകയിൽ എന്താ ഉണ്ടാവുക? എഴുതിയിട്ടുള്ളത്, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ. ശങ്ക വേണ്ട ഒന്നായി പുലർന്നാൽ അതും പൊൻകതിർ പൂണും ചെടിതാൻ. അതൊന്നും വിശദീകരിക്കണ്ട, സ്വയം അതിനകത്ത് അർത്ഥമുണ്ട്. ഒരു കാര്യം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇല്ലേ? അതിനകത്ത് തന്നെ ഉണ്ട്. വാചം അർത്ഥോ അനുധാവതി, വാക്കിൽ അർത്ഥം ഒഴിഞ്ഞു കിടപ്പുണ്ട്, പോകുന്നു, ഇവിടെ തന്നെ വരുന്നു. വളരെ വേഗം മനസ്സിലാക്കാൻ കഴിയുന്നു, ലളിതമാണ്. അപ്പോൾ ഒരു ദൂരെ മാത്രമേ അവർക്ക് അന്ന് നിൽക്കാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ അംബേദ്കറെ കുറിച്ച് കേട്ട് കാണാം. അംബേദ്കർ 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി വല്ലാതെ ദാഹിച്ചു. ഒരു കിണറിൻ്റെ അടുത്ത് ഒരു പാളയും കയറുന്നുണ്ട്. ബക്കറ്റല്ല, പാള കൂട്ടിയിട്ട് അതിനൊരു വെടിപോലെ സാധനം വെച്ച് അതിൽ കയറി ചുരുക്കിയിട്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഒരു സംവിധാനം. അത് പാളയും കയറുന്ന പറയുന്നത്. പാളയും കയറും കണ്ടു, ഒന്നും ആലോചിച്ചില്ല. നല്ല പാളയെടുത്ത് താത്തി വെള്ളമെടുത്ത് അതിൽ നിന്ന് തന്നെ കുടിച്ചു. ഈ പാളയിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ട് കുടിച്ചു. ഇത് കുടിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഇളകി. ഒരു 5-6 പേര് അപ്പുറത്തേക്ക് വന്ന് അടിയോടി. അദ്ദേഹം ചെരുപ്പൂത്തി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോ സവർണ മേധാവികൾക്ക് അരിശമായി അവരുടെ പാഞ്ഞു വന്ന് വടിയും കല്ലും കൊണ്ട് കല്ലാൻ തുടങ്ങി. എന്ത് ചെയ്യും? എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഊരി രക്ഷപ്പെട്ടത് മാത്രം പറഞ്ഞാൽ മതി. കാരണം മൂക്കൊക്കെ ചോര വന്ന് കട്ടെല്ലാം കൂടി പറഞ്ഞു അന്ന് എങ്ങനെയോ അവിടെ എത്തുകയും. അന്ന് വന്നിട്ട് വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണമൊന്നും അദ്ദേഹം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. അവിടെ നിന്ന് കുടിച്ച വെള്ളം കൊണ്ട് കഴിച്ചില്ല, അത് മാത്രമേ ഉള്ളൂ. ഇതിനൊരു പരിഹാരം കണ്ടേ ഞാൻ അടങ്ങും. ഏതിന്? ഇങ്ങനെ മനുഷ്യനെ വേലി കെട്ടി തിരിക്കുന്ന ജാതിയുടെ, മതത്തിന്റെ, വർഗീയതയുടെ
അങ്ങനെന്ന് പറയാൻ നമുക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും ഈ ഒരു വിഷവിത്തിനെ നശിപ്പിക്കാതെ ഞാൻ ഇനി പുറകോട്ടില്ല, ഞാൻ ഇങ്ങോട്ട് തന്നെയാണ്. അദ്ദേഹം അതിൽ വിജയിച്ചു. മഹാരാജാവ് അദ്ദേഹത്തെ നമസ്കരിച്ചു. അദ്ദേഹം മഹാരാജാവിനെ നമസ്കരിച്ചത്. മഹാരാജാവ് ദേവി മഹാരാജാവ് അദ്ദേഹത്തെ നമസ്കരിച്ചു. അത്രയേറെ ആ മനുഷ്യൻ വളർന്നു. ഇന്ത്യയുടെ ഭരണഘടന എഴുതാൻ കേട്ടില്ലേ? ഇന്ത്യയുടെ ഭരണഘടന എഴുതാൻ. എന്താ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണോ ഈ രാജ്യം എങ്ങനെ പോകണം, ഈ രാജ്യം എന്താണ്, എങ്ങനെയാണ് ഇവിടുത്തെ ഭരണം എന്ന് നിശ്ചയിക്കാൻ ഭരണഘടന എഴുതാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ തലവനായിരുന്നു ഡോക്ടർ അംബേദ്കർ. ഭീമറാവു അംബേദ്കർ. അതേക്കുറിച്ച് ഏതാനുള്ള കഥകൾ നിങ്ങൾ കുഞ്ഞു പുസ്തകങ്ങളിൽ വായിക്കണം. ഇത് ഒരു സൂചനയാണ് തരുന്നത്, കുഞ്ഞ് സൂചനയാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ ചേർത്ത് വായിക്കണം. അംബേദ്കറെ കുറിച്ച് പഠിക്കണം. കുഞ്ഞു പുസ്തകങ്ങളുണ്ട്, ഒരുപാട് വലിയ തടിച്ച പുസ്തകമൊന്നും വാങ്ങി വായിക്കണം. നമുക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ വാങ്ങി അദ്ദേഹത്തെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ജ്ഞാനാശാനെ കുറിച്ച്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്, അംബേദ്കറെ കുറിച്ച്, ചട്ടമ്പി സ്വാമികളെ കുറിച്ചും ഒക്കെ ഈ രംഗത്ത് ഞാൻ പറഞ്ഞു തന്നത് കവിതയിൽ ഇതയുണ്ട്. കവിത ചാട്ടുളി പോലെ ഉപയോഗിക്കാൻ സാധിക്കണം. കവിത മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കവിത മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഒരു പരിവർത്തനം വരുത്താൻ സാധിക്കണം. അതാണ് കവിത. അതാണ് ഉജ്ജ്വലമായ കവിത. ഉജ്ജ്വലമായ കവിതകൾ എഴുതിയ എത്രയോ കവികൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. അതുപോലെ ഇന്ത്യ മൊത്തം പരന്നു കിടക്കുന്ന ഈ കാവ്യഗംഗയിൽ ഒരുപാട് പേര് നമ്മെ സഹായിച്ചിട്ടുണ്ട്, മറക്കാനാവാത്ത സഹായിച്ചിട്ടുണ്ട്. അതിലും ആ കവിതകൾ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കവിതകൾ വായിക്കുക. എന്താണ് വായിക്കുക? എവിടെ കണ്ടാലും വായിക്കാം. മാതൃഭാഷപ്പെടുത്തലുണ്ട്, വായിക്കണം. ഭാഷാഘോഷങ്ങളുണ്ട്, അതിലുണ്ട് കുറച്ച് കവിതകൾ. എവിടെ കണ്ടാലും വായിക്കും. ആദ്യമൊന്നും തിരിയൊന്നുമില്ല, വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥതലങ്ങൾ കിളർന്ന് വരും. നമ്മുടെ മനസ്സിലേക്ക് വരും, പുതിയ അർത്ഥതലങ്ങൾ വരും. റിപ്പീറ്റ് ചെയ്യുക, പലതവണ വായിച്ചു നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ പോയിന്റ്. നല്ല കവിതകൾ വായിച്ച് നമ്മുടെ ആത്മസംസ്കാരത്തെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം എന്താ കവിതയെ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. അപ്പം പറ്റും. MP വാസുദേവൻ നായരെന്ന കേരളത്തിലെ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു, ഒരു 40 അംഗ വിദ്യാർത്ഥികളുടെ ഇടയിൽ കോഴിക്കോട് വെച്ച് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥാകാരനെ നോട്ട് ബുക്കിൽ കുറിക്കുന്നു. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥാകാരനെ നോട്ട് ബുക്കിൽ കുറിക്കുന്നു. 40 പേരും എഴുതിയത് എനിക്കത്. 40 പേരും. പിന്നെ ഒരാളൊന്നും മാറി പിടിക്കേണ്ടത് ഇല്ല, ഉണ്ടായില്ല. 40 കുട്ടികളും എഴുതുന്നത് MP വാസുദേവൻ നായർ. ചിലത് MP മാത്രമേ എഴുതൂ. വാസുദേവൻ നായർ എഴുതിയില്ല, MP വാസുദേവൻ നായർ. അപ്പോൾ അത് എന്തെങ്കിലും മറ്റും ഒരുപാട് പേരെ അറിയാത്തതുകൊണ്ടാവാം. അങ്ങനെ ഒന്നുകൂടെ ഒരുപാട് പേരെ കവികളെ അറിയാത്തതുകൊണ്ടാവാം. ഒരു പക്ഷേ അവർക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ MP ഉണ്ടാകാം. അല്ലെങ്കിൽ അച്ഛനും അമ്മയും കാട്ടിക്കൊടുത്ത, വായിക്കാൻ എടുത്തു കൊടുത്ത പുസ്തകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് MP-യുടെ 4 കെട്ടോ 2-ാം പുഴവോ മറ്റാവാം. അങ്ങനെ അതിനോടൊരു കഥ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ 4 കെട്ട് എന്ന പുസ്തകം ഞാൻ വായിച്ചത് എത്രയോ വർഷം മുമ്പാണ്. അതിനുശേഷം ഞാനൊരു 2 കൊല്ലം മുമ്പ് ഒന്നുകൂടെ വായിച്ചു. പുനർവായന എന്ന് പറയും. എന്താ പറയുക? പുനർവായന. പണ്ട് വായിച്ചു, പിന്നെയും വായിച്ചു. പിന്നെ വായിച്ചപ്പോൾ 2-ാമത്തെ പ്രാവശ്യം വായിച്ചപ്പോഴും അത് വായിച്ച് തീർത്തേ ഉറങ്ങാൻ കഴിയുള്ളൂ. രാത്രി ഭക്ഷണം കഴിച്ചില്ല. വൈകുന്നേരമാണ് തുടങ്ങിയത്. അതിൻ്റെ പേജുകൾ ഓരോന്നോരോന്നായി പഴയ ഓർമ്മയിൽ വായിച്ച് തീർത്ത് ഉറങ്ങുമ്പോഴേക്കും 12 1 മണി.
പിന്നെ ഭക്ഷണത്തിൻ്റെ പ്രസക്തിയില്ല. എന്താ 1 മണിക്ക് എത്തിച്ചോ എന്തോ പെൻസിൽ ഉയർത്തിക്കളഞ്ഞു. തുടങ്ങിയാൽ മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെ. ഹോമി മാലപ്പടക്കം ഇങ്ങനെ അറ്റത്തുനിന്ന് ഒരു തിരി ചുമ്മാ കൊളുത്തിയാൽ മതി, അതങ്ങ് പൊട്ടുകയ്യ. പൊട്ടി എവിടെ പോയി തൊട്ടു? അവസാനത്തെ പടക്കത്തിന്റെ കഷ്ണവും പൊട്ടി തെറിച്ചാൽ മാത്രമേ. ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർത്തുക അവസാനത്തെ വാക്യത്തിലായിരിക്കും. അത്രയേറെ നമ്മളത് ആകർഷിക്കും. അതാണ് കഥയുടെ ഒരു മാസ്മരികത. ഞാൻ വായിച്ച തുടങ്ങിയത് അവസാനത്തെ വായിച്ച് പോവുകയാണ് ചെയ്യും. നമ്മൾ അക്കൂട്ടത്തിലും പോവുകയാണ്. കഥാകാരൻ ആ കഥ എഴുതിയ സമയത്ത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണോ ആ മാനസികാവസ്ഥയിലേക്ക് നമ്മളങ്ങ് ചേരുന്നു. നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയിലൂടെ നമ്മൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നു. അദ്ദേഹം നിർത്തിയെടുത്ത് നിർത്തുന്നു. അതാണ് ഈ കഥയിലൂടെ അതിന് പോകുന്നത്. നമ്മുടെ മനസ്സും അദ്ദേഹത്തിന്റെ മനസ്സും ഒന്നാവും. അതാണ് അർത്ഥം. അപ്പോൾ കഥയായാലും കവിത മാത്രമല്ല, കഥയായാലും സംഗീതവും തന്നെ മാറ്റമില്ല. വായിച്ച കഥകളെല്ലാം ഓർത്തു നോക്കുന്നത് കൂടുതൽ വായിക്കുകയും വേണം. സമയം കണ്ടെത്തലുണ്ട്. പ്രത്യേകിച്ചും എല്ലാത്തിനും കൂടെ സമയമുണ്ട്. സമയം നമ്മൾ ഉണ്ടാകുകയില്ല, ഉണ്ടാക്കുക. സമയം ഉണ്ടാവുകയില്ല. നമ്മൾ ഉണ്ടാക്കണം. സമയത്തെ നമ്മൾ വരുതിയിൽ വരുത്തണം. സമയം ഉണ്ടാക്കണം. എല്ലാവർക്കും ജീവിതത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ ദിവസത്തിൽ. 24 hours മാത്രമേ ഉള്ളൂ എല്ലാവർക്കും, അല്ലേ? IAS ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ ടൈം ഭംഗിയായി ഉപയോഗപ്പെടുത്തുക. അതാണ് ചെറിയ സമയത്തിനുള്ളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക. ചെറിയ സമയത്തിനുള്ളിൽ വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനാണ് ഓരോരാളും ശ്രമിക്കേണ്ടത്. ഞാൻ കവിതയെക്കുറിച്ച് പറഞ്ഞു, കഥയെക്കുറിച്ച് പറഞ്ഞു. ഇനി കവിതയിലെ അലങ്കാര പ്രയോഗത്തെക്കുറിച്ച് പലതരം അലങ്കാരങ്ങളുണ്ട്. അതും എല്ലാം ചുറ്റോടെ പറയുന്നില്ല. ഒരു സൂചന എന്താണ് നോർമലി കുന്നും വന്നെന്തോര് ചൂട്ടാണെന്ന്, കുന്നും വന്നെന്തോരു ചൂട്ട് കാണുന്നു. അത് പേരിൽ പറയുമ്പോൾ ചൂട്ട് കാണുന്നു. അത് കായ എവിടെ ഇല്ല, കായില്ലാണ്ടായി. കുന്നും വന്നെന്തോര് ചൂട്ടാണെന്ന്, കുന്നും വന്നൊരു ചൂട്ട് കാണുന്നുണ്ട്. വീട്ടമ്മ ജഗന്നാഥ പറയുന്നു, അത് കുഞ്ഞമ്പൂന്റെ അച്ഛനോ മറ്റാരാനോ. അത് കുഞ്ഞമ്പൂന്റെ അവരുടെ മോള്, ഈ കുടുംബിനിയുടെ മകന്റെ പേരാണ് കുഞ്ഞമ്പൂ. കുഞ്ഞമ്പൂന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, സ്വന്തം ഭർത്താവ്. അങ്ങനെ പണ്ട് പറയാം. ഇവിടുത്തെ കുഞ്ഞിരാമന്റെ അച്ഛൻ അടങ്ങാനുണ്ടാ. ഇപ്പെല്ലാം പോയിട്ടില്ല. കേട്ടാൻ വിളി തുടങ്ങി, പേര് വിളിക്കാൻ തുടങ്ങി. ഷൂ എന്നൊക്കെ കുട്ടികൾ ഇപ്പോൾ പേരിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് അങ്ങനെ പറയുന്നു, കുഞ്ഞമ്പൂന്റെ അച്ഛനോ മറ്റാരാനോ. നോക്കിയെങ്കിൽ കുന്നും നിന്നുണ്ട് ചൂറ്റാണെന്ന്, അത് കുഞ്ഞമ്പൂവിന്റെ അച്ഛനോ മറ്റാരാണോ. കാര്യം തുടങ്ങി രണ്ടാമത്തെ വരിയും കാര്യം. അപ്പൊ അതിനെന്താ അലങ്കാരം എന്ന് പറയുന്നത്? ശബ്ദാലങ്കാരമാണ്. അതൊരു ശബ്ദാലങ്കാരമാണ്. എന്താ ശബ്ദാലങ്കാരം? ആദിപ്രാസം എന്ന് പറയുന്ന ഇതാണ്, ഇല്ലേ? പിന്നെ അനുപ്രാസമുണ്ട്. അനുപ്രാസം എന്ന് പറഞ്ഞാൽ ശബ്ദാലങ്കാരമാണ്. അനുപ്രാസം, കേശവാ നിനക്ക് ദോശ തിന്നാൻ ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശയിൽ നിന്ന് കാശെടുത്ത് ദോശ വാങ്ങി ആശ തീർക്കട കേശവ. മനസ്സിലാവോ? എന്തത്? കേശവ നിനക്ക് ദോശ തിന്നാൻ ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശ തുറന്ന് കാശെടുത്ത് ദോശ വാങ്ങി ആശ തീർക്കട കേശവ. സകാരം, സ എന്ന അക്ഷരത്തിന്റെ ഒരു ആവർത്തനം, ദറ്റ് ഈസ് അനുപ്രാസം. എന്തായാലും അനുപ്രാസം എന്ന് പറഞ്ഞാൽ അനുപ്രാസം വ്യഞ്ജനത്തെ ആവർത്തിക്കിൽ ഇടയ്ക്കിടെ ഒരു വ്യഞ്ജനത്തെ ഇടയ്ക്കിടെ ആവർത്തിച്ച എന്തായി? അനുപ്രാസമായി. അതൊരു മനോഹരമായ ശബ്ദാലങ്കാരമാണ്. അനുപ്രാസം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ആദിപ്രാസമാണ്. ആദ്യത്തെ അക്ഷരങ്ങളിൽ ഒരുപോലെ വരും. പിന്നെ അത് അനുപ്രാസമാണ്.
ഇതൊന്ന് നോക്കുക. ഇതാ കേട്ടാ മതി ആദ്യം. എഴുതി രണ്ടാമത്. ശിവന്റെ കടുംതുടിയുടെ ശബ്ദം. പരമശിവനെ അറിയില്ല എല്ലാവർക്കും. അദ്ദേഹത്തിന്റെ കടുംതുടിയുടെ ശബ്ദം. തുടിയുടെ ഒച്ച. അദ്ദേഹം നൃത്തം ചെയ്യുകയാണ്. ശിവതാണ്ഡവം. താണ്ഡവം മീൻസ് ഡാൻസ് ഓഫ് ലോർഡ് ശിവ. ഡാൻസ് ഓഫ് ലോർഡ് ശിവ. ശിവതാണ്ഡവമാണ്. അപ്പം ആ ശിവതാണ്ഡവം എങ്ങനെയെന്ന് നോക്കും. കേൾക്കുക ആദ്യം. എഴുതലൊക്കെ ചെയ്ത നൃത്യധൂർജടി കരഗതഡമരു കടുമുടുമു പടുരവ പരിബന്ധിന്യം കൽപക്ഷ്മാരുഹ വികസിത കുസുമജ മധുര സമധുരിമ സഹജാരണ്യം മന്ദക്ഷ്മാധര വിമഥിത ജലനിധി ഘുമുഘുമുഖനരവ മദമന്ധന്യം ശൈലാധീശ്വര വിദദധു സുഖസുഖമായി തവ വചസാം ശ്രേണ്യം. ഉടുക്കിന്റെ ഒച്ച. ഉടുക്കി സോപാന സംഗീത സമയത്ത് ഉടുക്കി കുട്ടിയാണ് പാടുക. സോപാന സംഗീതത്തിൽ ഉടുക്ക് കുട്ടിയാണ് പാടുക. ആ ഉടുക്ക് കുട്ടി പാടുക. ചെറിയ കുഞ്ഞ് രണ്ട് ഓർമ്മിക്കും. ചെറിയ ഉടുക്ക് കുഞ്ഞ് ചെണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ഒച്ചയൊരു പ്രത്യേക ഇല്ലേ? അപ്പോൾ ഞാൻ എഴുതി കൊടുക്കും. മനപ്പാടം പഠിക്കണം. നൃത്യധൂർജടി എഴുതിയിട്ട് വികാരം. നൃത്യ ഒരു താമതി. നൃത്യ ധൂർജടി ധ ധനത്തിലെ ധ ധൂർജടി സ നടുവിൽ നിന്നിട്ട് എസ് വർക്ക്. ഞാൻ പറഞ്ഞ തിരിയുക. നൃത്യ ധൂർജടി കരഗത ഡമരുക ഗഗനെന്നുള്ളതിലെ ഗല്ലാതെ കരഗത ഡമരുകം. ഡമരുകമാണ് ഇപ്പം ഞാൻ പറഞ്ഞ സാധനം. ഡമരുക ഡുമു ഡുമു നൃത്യധൂർജടി കരഗത ഡമരുക ഡുമു ഡുമു പടുരവ പരിപന്ധിന്യം ഇപ്പോഴേ ഒരു വരിയായിട്ട് നൃത്യധൂർജടി കരഗത ഡമരുക ഡുമു ഡുമു പടുരവ പരിപന്ധിന്യം കൽപക്ഷ്മാരുഹ കൽപ്പ ക്ഷായ എഴുതിയിട്ട് അടിയിൽ മാ എഴുതുക. അല്ലെങ്കിൽ ചന്ദ്രക്കലിട്ട് മാ എഴുതുക. ക്ഷ്മാരുഹം ക്ഷ്മാരുഹ വികസിത മധുരസ മധുരിമ സഹജാരണ്യം കൽപക്ഷ്മാരുഹ വികസിത മധുരസ മധുരിമ സഹജാരണ്യം. മന്ദക്ഷ്മാധര നേരത്തെ ഛാൻസ്മാൻ. മന്ദക്ഷ്മാധര വിമഥിത ജലനിധി മന്ദക്ഷ്മാധര വിമഥിത ജലനിധി ഘനരവ മദബന്ധന്യം
മദമന്ധന്യം മന്ദക്ഷ്മാധരജലനിധി മന്ദക്ഷ്മാധര വിമതിതജലനിധി ഘനരവ മദമന്ധന്യം. മന്ദക്ഷ്മാധരജലനിധി ഘനരവ മദമന്ധന്യം. ഈ ഫോർത്ത് വൺ. ശൈലാബ്ധീശ്വര ശൈലാബ്ധീശ്വര. ശൈലത്തിന്റെ അബ്ധിയുടെ ഈശ്വരൻ. ശൈലാബ്ധീശ്വര. വി ദ ദോശയിലേത ദോശയിലേത ദീനം എഴുതുന്നത ദീനാമെന്ന് എഴുതുന്നത വി ദ. പിന്നെ ധ ധനത്തിലേത വി ദ ധു വി ദ ധ തു വിദധതു. ഇല്ല. ശൈലാബ്ധീശ്വര വിദധതു. ബുധസുഖമായി ബുധസുഖമായി. തവ 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 വചസാം ശ്രേണ്യം. വചസാം വചസാം ശ്രേണ്യം. വാക്കുകളുടെ നിര. വചസാം ശ്രേണ്യം. നിങ്ങളൊന്ന് അതിലും മനസ്സിലാക്കി ഒരു 2-3 സെക്കൻഡ് 2-3 സെക്കൻഡ് മതി. ഇതാണ് നൃത്യ ദുർജടി കരഗത ഡമരുകടുമുടുമു പടുരവന്യം കൽപഷ്മാരുഢ വികസിത മധുരസമധുരിമ സഹചാരണ്യം. മന്ദക്ഷ്മാധര വിമതിത ജലനിധി ഘുമു ഘുമു ഘനരവ. അത് വിട്ടുപോയാ? ഘുമു ഘുമുല്ല അല്ലേ? ആദ്യത്തിൽ വന്നില്ല. ഘുമു ഘുമു ഘനരവ മദമന്ധന്യം. അതുകൂടെ വേണം, എന്നാലേ ഇവിടുത്തെ ശരിയാവും. മന്ദക്ഷ്മാധര വിമതിത ജലനിധി ഘുമു ഘുമു ഘനരവ മദമന്ധന്യം. ശൈലാബ്ധീശ്വര വിദധതു വിദധതു ബുധസുഖമായി തവ വചസാം ശ്രേണ്യം. ഒന്നുകൂടി ഒന്ന് വായിക്കും. ഓക്കെ, എല്ലാവരും കൂടെ. സഹചാരണ്യം. ശരിയായി. അത് വായിക്കാം. അത് വായിക്കുമ്പോൾ അതിലെ ഒരു കവിതയിൽ ഒരു ശ്ലോകത്തിൽ 4 വരി പദ്യത്തിൽ ശിവതാണ്ഡവവും ശിവന്റെ ഉടുക്കിന്റെ ശബ്ദ പ്രത്യേകതയും ശബ്ദത്തിന്റെ ആ ഒരു മാധുര്യവും അതിൽ കുളിക്കുന്നത് ശബ്ദം കൊണ്ടാണ്, വാക്കുകൾ കൊണ്ടല്ല, ശബ്ദം കൊണ്ടാണ്. വി ദു ഒക്കെ കുടുക്ക് കുട്ടുമുണ്ടാകുന്ന ആ ഒരു സ്വരം അതിൽ സന്നിവേശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭക്തൃ കവിതയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും മുമ്പോട്ട് നീങ്ങുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുക. പുതിയ പുതിയ കവിതകൾ കിട്ടിയാൽ, ഞാൻ ഇന്നും ഒരു പുതിയ കവിത വായിച്ചിട്ടായിരുന്നു. റഫീഖ് അഹമ്മദിൻ്റെ ഈ ആധുനിക കാലഘട്ടത്തിലെ നല്ലൊരു കവിയാണ് ശ്രീമാൻ റഫീഖ് അഹമ്മദ്. നല്ല നിങ്ങൾ തപ്പിപ്പിടിച്ച് വായിക്കണം. സുഗതകുമാരിയെ പോലെ, ONV പോലെ, ONV നിങ്ങൾ പഠിച്ചിട്ട് ONV കവിത വായിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയും. കവിത ചുമ്മാ വായിച്ചു പോലുണ്ട്. അത് ആസ്വദിച്ച് വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. അതിലെ വിധ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു നിർത്താം. നമ്മുടെ പുസ്തകാർത്ഥത്തോട് നമ്മുടെ ഞാനൊരു വാക്ക് ആദ്യത്തിൻ്റെ ജീവിത സമരമാണ്, അയോധനമാണ്.
നമുക്ക് പടയോട്ടമാണ്. ഈ പടയോട്ടത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ കോൺസ്റ്റൻസി ടു പേർപ്പസ്. കോൺസ്റ്റൻസി ടു പേർപ്പസ്. കോൺസ്റ്റൻസി ടു പേർപ്പസ്. ലക്ഷ്യത്തിലേക്ക് അടിച്ചു കയറാനുള്ള ഒരു നിരന്തര പ്രയത്നം. കോൺസ്റ്റൻസി നമുക്കുണ്ടാകും. നിരന്തര പ്രയത്നം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പം ഇങ്ങനെ ഉണ്ടാകാൻ ഈ വേദി, ഇതിന് സ്കൂൾ, ഈ സ്കൂളിലെ പഠനം നിങ്ങൾക്ക് ഉപകരിക്കും. ഒരു സംശയവും വേണ്ട. അത് ഭംഗിയായി കൊണ്ടുപോകാൻ ഏതും മനസ്സിലാക്കിയത് ആത്മാർത്ഥമായി അർപ്പിത മനസ്സോടെ സമർപ്പിതം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് എന്ന് പറയും. ഡെഡിക്കേഷൻ നിന്നു. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടത് ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇതുവരെ കിട്ടിയ എല്ലാ ഒന്നും ഓർത്ത് നോക്കുന്നത് ഇതുവരെ കിട്ടിയത് നല്ല ഡിസിപ്ലിൻ ആയൊരു രീതിയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് പോകാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തണം. ആരിൽ നിന്നും പുതിയ I said make a half circle. കുറച്ചും കൂടി ഒന്നുമില്ല, ഞങ്ങളെ പരിചയപ്പെടാതെ. ഇതാണോ ഡിസ്റ്റൻസ്? കമ്മി അറിയാം ഡിസ്റ്റൻസ്. നമസ്തേ, മൈ നെയിം ഈസ് ശ്വേത. മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ശ്വേത രാമചന്ദ്രൻ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. ശ്രീപുരം സ്കൂളിൽ പഠിക്കുന്നത്. എൻ്റെ പേര് അനുഷ്ക. ഞാനിപ്പോൾ 10ലേക്ക് സയൻസ് സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. വീട് മലപ്പുറത്ത് 10th പഠിക്കുന്നു. എൻ്റെ പേര് മരീന. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഡിഗ്രി ചെയ്യുന്നു. എൻ്റെ പേര് റിൻറ്റ. ഞാൻ MSc ചെയ്യുന്നു. ചങ്ങനാശ്ശേരി. ഇംഗ്ലീഷ് BA ചെയ്യുന്നു. സുവോളജി. ഞാൻ ശില്പ രാമചന്ദ്രൻ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഇനി 8ലേക്ക് ശ്രീപുരം സ്കൂൾ. ഇയാളുടെ സിസ്റ്റർ. എൻ്റെ സിസ്റ്ററാണ്. ഞാൻ രോഹിത ജെയ്സൺ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഗൗരി. ഞാൻ ഇനി 8ലേക്കാണ്. ഞാൻ ഐശ്വര്യ. ഞാൻ +1ലേക്കാണ്. ചെറിയ പറഞ്ഞൂടാ. ഞാൻ കാവ്യ. പാലക്കാട് നിന്ന് വരുന്നു. PSC ഇലക്ട്രോണിക്സ് കഴിഞ്ഞു. ഞാൻ അപർണ. കോട്ടയത്ത് നിന്ന് വരുന്നു. 12th കഴിഞ്ഞു. ഞാൻ വൈഷ്ണവ്. ഞാൻ ധ്രുവൻ. തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. 9th തൊട്ട് KV പട്ടം 2ാമത്തെ ക്യാമ്പാണ്. ഞാൻ സുനീഷ്. ചങ്ങനാശ്ശേരി വരുന്നു. MA കൗൺസിൽ. ഞാൻ ആൽബിൻ. ഇനി 9ലോട്ട് 18. ഞാൻ സിദ്ധാർത്ഥ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. +2 കഴിഞ്ഞു. കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ അഭിനയ് ചെറുപുഴയിൽ നിന്ന് വരുന്നു. 9ാം ക്ലാസ്. ഞാൻ അവിനാഷ്. കോഴിക്കോട് നിന്ന് വരുന്നു. 8ാം ക്ലാസ്. ഞാൻ അക്ഷര. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. +2. ഞാൻ ഏഴൂരിൽ നിന്ന് വരുന്നു. 9ാം ക്ലാസ്. ഞാൻ ശ്രീദേവ്. തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇനി 9ലേക്ക്. ഞാൻ ഏഞ്ചൽ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. BA ഇംഗ്ലീഷ്. ഇനി എന്നെ പറയണ്ട. എൻ്റെ പേര് രത്നാകരൻ. തന്നെയാണ് വീട്. ഞാൻ സിഗ്നൽ കോറിൽ, ആർമിയിൽ സിഗ്നൽ കോറിൽ വർക്ക് ചെയ്യുന്നു. ജമ്മു കാശ്മീർ അക്നൂർ എന്ന സ്ഥലത്ത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ നാട്ടുകാരനാണ്. തൊട്ടടുത്താണ്. ഇത്ര ഡിസ്റ്റൻസ് ലെസ് ദാൻ 1 കിലോമീറ്റർ. നോട്ട് ഈവൻ ഹാഫ് കിലോമീറ്റർ. But he knows me through Facebook. ഇപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ സാർ ഇവിടെ ഉണ്ട്, ഇതെങ്ങനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ എന്നാ ചോദിക്കാനുണ്ട് ആർമി
ഒരാൾ ചോദിച്ചു ആർമിയിൽ എങ്ങനെയാ ഇത് ജോയിൻ ചെയ്തത്. ഞാൻ 23 വർഷം. ആർമിയുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഹാർഡാണ്. ഫിസിക്കലി, മെയിനായിട്ട് ഫിസിക്കലി, പിന്നെ ട്രേഡ്, ഓരോ ട്രേഡിനനുസരിച്ചാണ്. നമ്മളിപ്പം പിന്നെ ഇത് ഓരോ കോറിൽ സിഗ്നൽ കോർ എന്ന് പറഞ്ഞാൽ ആർമിയുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനകത്ത് പല പല ട്രേഡുകളുണ്ട്. മെക്കാനിക്ക്, ഓപ്പറേറ്റർ, EFS, ഡ്രൈവർ, കുക്ക്, ട്രേഡ്സ്മാൻ മൊത്തമുണ്ട്. അങ്ങനെ ഓരോ ഓരോ സെക്ഷനും ഓരോ വിധത്തിൽ വർക്ക്. അതുപോലെ EME, ഇലക്ട്രോണിക് മെക്കാനിക് എഞ്ചിനീയറിങ്, അത് വെഹിക്കിളിൻ്റെയും ഇക്വിപ്മെൻ്റെയും എല്ലാം മെയിനായിട്ടുള്ള മെയിൻ്റനൻസ്. AC സപ്ലൈ, ആർമി സപ്ലൈ കോർ, അത് എല്ലാ സപ്ലൈകളും, വെഹിക്കിൾ മുതൽ റേഷൻ എല്ലാ സാധനങ്ങളും. അതുപോലെ പിന്നെ ഇൻഫെൻട്രീനെ പല വിധത്തിലുണ്ട്. ആർട്ടിലറി, ആർമഡ്, ഗ്രനേഡ്സ്, GR, അങ്ങനെ കുറേ ടൈപ്പുണ്ട്. അവർക്കെല്ലാം ഓരോ സെക്ഷനായിട്ട് ഡിസ്ട്രിബ്യൂഷനാണ് ഓരോ വർക്കിന് വേണ്ടി. സാർ ഏതൊക്കെ രീതിയിലുള്ള വെപ്പൺസ് യൂസ് ചെയ്തിട്ടുണ്ട്? നമ്മൾ സിഗ്നൽ കോറിൽ കമ്മ്യൂണിക്കേഷൻ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല. LMG, ലൈറ്റ് മെഷീൻ ഗൺ, ഇൻസാസ്, പിന്നെ SLR, കാർബൺ മെഷീൻ ഗൺ, ഈ 4 ടൈപ്പിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് അത് ഒരു 3 മാസം കൂടുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണമെങ്കിലും ഇല്ലെങ്കിൽ ശരി അതിൻ്റെ ട്രെയിനിങ് ഉണ്ടാവും. സിഗ്നൽ കോർ എന്ന് പറഞ്ഞാൽ മൊത്തം ആർമിയുടെ കമ്മ്യൂണിക്കേഷൻ ഏത് എവിടെ യുദ്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിൽ ശരി ആർമിയുടെ എന്താ വെച്ചാൽ സിവിൽ നെറ്റ് ആയിട്ട് യാതൊരു ബന്ധമില്ല അതിന്. They have a radio communication, wireless communication. When we make satellite, there are dedicated bandwidth which is given for Army, Air Force, Navy, and no civil engineers will be able to capture it. No civilians will be able to capture it. ഇവരുടെ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്നും അതിൽ എന്ത് കോഡ് ഉപയോഗിച്ചാലും അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ സിഗ്നൽ 90.5 എന്ന് അടിക്കുന്ന സമയത്ത് 90.5 സിഗ്നൽ കിട്ടും അല്ലേ? അപ്പോൾ അതുപോലെ കോഡറ്റ് ആയിട്ടാണ് പോവാം. നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ചാനലിലേക്ക് കണക്ഷൻ വരുന്നുണ്ടല്ലോ, അത് ആർമിക്ക് കൊടുക്കുമ്പോൾ അവർക്കുള്ള കോഡ് അനുസരിച്ചിട്ടാണ് കൊടുക്കുക. ആ കോഡ് എൻ്റർ ചെയ്തിട്ടുള്ള സാധനത്തിനെ ആ മെഷീന് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ സീക്രസി ഇക്വിപ്മെന്റ്സ് ആണ് മാക്സിമം. ഇപ്പോൾ എയർടെലിൻ്റെ ഫോൺ, നിങ്ങൾ എയർടെലിൻ്റെ ഒരു സിം വെച്ചാൽ BSNL നമ്പർ അതിനകത്ത് അടിക്കുമോ? അതുപോലെ ആർമിക്ക് കൊടുക്കുമ്പോൾ ആർമിക്ക്, അതുപോലെ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നതാണ്. ആൻഡ് ദാറ്റ്സ് എ ഗിഫ്റ്റ് ഗിവൺ ബൈ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു അവർ ഇന്ത്യൻ ഫോഴ്സ്. സിവിൽ നെറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് സെപ്പറേറ്റ് ആണ്. അതിൻ്റെ സീക്രസി ഇക്വിപ്മെൻറ്റ്സും മറ്റു എല്ലാ കാര്യങ്ങളും വേറെ തന്നെയാണ്. അതിൻ്റെ ട്രേഡ് ഒരു മെക്കാനിക് ഇത് ട്രേഡ് വൈസ് ആണ് സെലക്ഷൻ ഉണ്ടാവുക. GD ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഏത് സെക്ഷനിലേക്കും പോകാം. EMEയിലേക്ക് പോകാം, പിന്നെ സിഗ്നലിലേക്ക് പോകാം, AMCയിൽ പോകാം. അങ്ങനെ എല്ലാവിധ ഇതിനകത്തും ടെക്നിക്കൽ ട്രേഡ് ഉണ്ട്. ആ ഏതിലാണോ പോകുന്നത് അതിന് ശേഷം അതിൻ്റെ ട്രേഡ് ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ് 6 മാസം. അത് കഴിഞ്ഞ് ഓരോ ട്രേഡിനനുസരിച്ച് 1 വർഷമുള്ളതുണ്ട്, 1.5 വർഷമുള്ളതുണ്ട്, 2 വർഷമുള്ളതുണ്ട്. എൻ്റെ ട്രേഡ് മെക്കാനിക്കാണ്. ഞാൻ 2 വർഷം ബേസിക് കഴിഞ്ഞ് 2 വർഷം ഇലക്ട്രോണിക്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓരോ സ്റ്റേജ് വൈസ് ഓരോ റാങ്കിനനുസരിച്ച് പിന്നെ അതിൻ്റെ ട്രെയിനിങ് പിന്നെയുണ്ട്, അതിൻ്റെ അഡ്വാൻസ്. അങ്ങനെയല്ല, Even after NDA you have no option. ഹവൽദാർ. ഹവൽദാർ എന്ന് വെച്ചാൽ 3 വര, റൈറ്റ് സൈഡിൽ 3 വര ഉണ്ടാവും. അത് റാങ്ക് അതേപോലെ തന്നെ. സിഗ്നൽ മാൻ, നോർമൽ സിപ്പായി, അത് കഴിഞ്ഞ് ലാൻസ് നായക്ക് 1 വര, നായക്ക് 2 വര, ഹവൽദാർ 3 വര, നായ സുബേദാർ 1 സ്റ്റാർ, സൈഡിൽ റെഡ് ചിന്തി ഉണ്ടാവും, ഒരു റെഡ് സിഗ്നൽ ഇതുണ്ടാവും. സുബേദാർ 2 സ്റ്റാർ. അത് കഴിഞ്ഞ് സുബേദാർ മേജർ ഒരു OR, ഒരു നോർമൽ ഒരു ആൾ ഭർത്തിയായിട്ട് സുബേദാർ മേജർ മാക്സിമം ലാസ്റ്റ് റാങ്ക്. അതിൻ്റെ അകത്ത് ഓണറി പ്രൊമോഷൻ അല്ലെങ്കിൽ സർവീസിനനുസരിച്ച് അവരെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് റെക്കമെൻഡ് ചെയ്താൽ വളരെ അപൂർവ ആളുകൾക്ക് ഓണറി, ലെഫ്റ്റനൻറ്റ് ഓണറി, ക്യാപ്റ്റൻ അങ്ങനെ കിട്ടും. അല്ലാതെ കണ്ട് NDA ത്രൂ കയറുന്നതാണ് ലെഫ്റ്റനൻറ്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലെഫ്റ്റനൻറ്റ് ജനറൽ. അത് ഓഫീസർ ലെവലിലായി. Once you pass your degree and get into short service commission, graduates സാധാരണ short service commission, you can get into lieutenant, second lieutenant ആയിട്ട് പോകാം.
Then in 15 years you could become a major if you are very, very brilliant. In 20 years you will become a brigadier. Brigadier കഴിഞ്ഞാൽ പിന്നെ ടൈം സ്കെയിലില്ല, സ്മാർട്ട്നെസ് അനുസരിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ആവും. ബ്രിഗേഡിയറായിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആവും. പക്ഷെ അതാവാനുള്ള ചാൻസ് റയറസ്റ്റ് ഓഫ് ദ റയർ. ബ്രിഗേഡിയറൊക്കെ കയറിപ്പോവും ഈവൻ വെൻ യു ആർ എൻ ഓഫീസർ. പിന്നെ ഇത് പൊളിറ്റിക്സ് ലെവലിലെ പൊളിറ്റിക്സ് അല്ല, എൻ്റെ നമ്പർ ഓഫ് വേക്കൻസി വന്നിട്ട് നിങ്ങൾ ലിസ്റ്റിൽ പെട്ടാൽ ആ ലിസ്റ്റിൽ നിന്ന് സെലക്ഷൻ വരുന്നത് വളരെ റയറാണ്. അപ്പം എൻ്റെ 2 കസിൻ ബ്രദേഴ്സ് ബ്രിഗേഡിയറിലാണ്. ചിലപ്പോൾ അവർ ജഗദീഷ് ചേട്ടൻ ചിലപ്പം മേജർ ജനറൽ ആവാൻ സാധിക്കും. ഞാൻ +2 കഴിഞ്ഞിട്ട് അന്നേരം +2 അല്ല BDC. ഞാൻ കയറിയത് വെച്ചാൽ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ഇതിൻ്റെ BRO ഉണ്ട്, ഭർത്തിയാകുന്ന ഒരു ഓഫീസുണ്ട്. അപ്പോൾ അവിടെ ഈ പിന്നെ ന്യൂസിനകത്തിലുണ്ടാവും, പേപ്പറിനകത്തൊക്കെ ഉണ്ടാകുന്ന പോലെ ഭർത്തിയാകാൻ ആർമിയിലേക്ക് റിക്രൂട്ടിങ് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഇന്ന സ്ഥലത്ത് നടക്കുന്നു, ഇന്ന ജില്ലകൾക്ക്, പല ജില്ലകളെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് അവർ ചോദിക്കുന്നത് ആ ഡോക്യുമെൻ്റായിട്ട് അവിടെ പോവാം. ഫസ്റ്റ് ഹൈറ്റ്, ചെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് എല്ലാം പുട്ടപ്പായാൽ പിന്നെ ഫിസിക്കലി 2.5 കിലോമീറ്റർ ഓട്ടം, അതിന് ഇത്ര മിനിറ്റിനുള്ളിൽ എത്തണം എന്നില്ല ഉണ്ട്. അതിൽ ഫസ്റ്റ് ഒരു 200 ആളെ വേക്കൻസി ഉണ്ടെങ്കിൽ ചിലപ്പം 10,000 ആളെല്ലാം ഉണ്ടാവും. അപ്പോൾ പല ദിവസങ്ങളിലായിട്ട് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ആദ്യം ചെസ്റ്റും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഓടിക്കും. പക്ഷെ ഹൈദരാബാദിൽ ഇപ്പം സെലക്ഷൻ എന്താ നടക്കണമല്ലോ, എല്ലാവരോടും ഒരു സ്ഥലത്ത് വരാൻ പറയും. അവരിപ്പോൾ പറഞ്ഞ പോലെ 10,000 ആൾ അവിടുന്ന് നേരെ കാണിച്ചു കൊടുക്കും. ഈ റോഡ് വഴി നേരെ ഓടിയാൽ അങ്ങേ അറ്റത്തൊരു ഗേറ്റ് ഉണ്ട്, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഓടിക്കോളാം. ആദ്യം എത്തുന്ന 100 പേര്, അവർക്ക് 100 പേരെ അവിടെ 100 പേര് കഴിഞ്ഞാൽ ഗേറ്റ് എടുക്കും, ബാക്കി എല്ലാവരും ഓടിക്കോളാം. പുറത്ത് 9,900 ആൾക്കാർ പോകും. അവർ ബാഗും തൂക്കിയിട്ടൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, എവിടെയും പോയിട്ടുണ്ടാവില്ല. ബാഗെല്ലാം തൂക്കിയിട്ടാണ് വരിക. ഇതും എടുത്ത് ഓടേണ്ടി വരും. കാരണം അതും എടുത്ത് ഓടാൻ പറ്റുന്നവർക്ക് മിനിമം അതെങ്കിലും എടുത്ത് ഓടാൻ പറ്റില്ല. അപ്പോൾ എന്നെ ആർമി ചേരാൻ പറ്റും. അപ്പം എൻ്റെ വീട് കണ്ടോൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തും എൻ്റെ ഓഫീസ് മറ്റേ ഭാഗത്തും. കാരണം ഞങ്ങൾ ഇതിൻ്റെ ഓഫീസ് തന്നെയാണ്, ഡിഫൻസിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസ് അതിനകത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം കാണും ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആൾക്കാർ വരും. എങ്ങനെ ഫീൽഡ് മാർഷൽ അത് ഇതിനകത്തല്ല, എയർഫോഴ്സിലാണ്. ഫീൽഡ് മാർഷൽ, ആർമി, എയർഫോഴ്സ്, നേവി, അതിൻ്റെ എല്ലാം റാങ്കുകൾ പല വിധത്തിലാണ്, പല ഇതിലാണ് അറിയപ്പെടുന്നത്. സിഗ്നലിലുള്ള റാങ്കുകൾ അല്ലെങ്കിൽ പിന്നെ ആർമിയിലുള്ള റാങ്കുകളാണ് ഞാനിപ്പം പറഞ്ഞത്. അതിന് ഈക്വലന്റ് ആയിട്ട് സെയിം എവിടെ നേവിയിൽ, പക്ഷെ കമഡോർ ഉണ്ട്. എയർഫോഴ്സിൽ ഫീൽഡ് മാർഷലാണ് ഈക്വലന്റ്. കേരള പോലീസ് ഹവിൽദാർ മിക്കവാറും അല്ല, ഹവിൽദാറല്ല, കോൺസ്റ്റബിൾ, ചീഫ് കോൺസ്റ്റബിൾ, കോൺസ്റ്റബിളോ ASI, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്. പക്ഷെ അങ്ങനെ ഒരു ഇക്വലൻസി പറയാൻ പറ്റില്ല. അതൊരു പ്രോബ്ലം ഇപ്പോഴും ഉണ്ട്. ഈവൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും പിന്നെ നേവിയിലുള്ള ഓഫീസർമാരും നേവിയിലുള്ള കോസ്റ്റ് ഗാർഡുകളും നിങ്ങൾ കാണില്ല. എവിടെയെങ്കിലും ബീച്ചിൽ പോയാൽ വിസിൽ പോകുന്ന ഒരാൾ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നേവി ഓഫീസർ ഉണ്ടാവും. അടുത്ത കാലത്ത് പേ കമ്മീഷൻ വന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവർ തമ്മിൽ ആരാണ് മുകളിൽ ആരാണ് താഴെ. അതേപോലെ ഇവരുടെ ഒരു മേജറോ ക്യാപ്റ്റനോ ഉണ്ടാവും. അതേസമയത്ത് ജമ്മു കാശ്മീരിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർ ഉണ്ടാകുന്നത് സർക്കിൾ ഇൻസ്പെക്ടറാണ് ചെയ്യുന്നത്. മേജർ പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർ വെക്കണോ, സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ മേജർ വെക്കണോ എന്ന് ചോദിച്ചാൽ ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. ചലോ മോനെ, ഒരു ബനിയം വെച്ച് ബാക്കി ഫുൾ മുകളിൽ കൊണ്ടാക്കാനാ പറഞ്ഞത്. ഒരു കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ കൃത്യമായിട്ട് അറിയില്ല, സ്പോയിൽ ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം വന്നാൽ കൈ തുടക്കാൻ ഒരു മോശം തുണിക്ക് വേണ്ടിയിട്ട് അത് പറഞ്ഞു. അതെങ്ങനെ കാണിക്കുന്നു? എനിക്കറിയില്ല നിങ്ങൾ ജനിച്ചത് എവിടെയാന്നുള്ളത്. ഇന്നലെ രാത്രി മുഴുവൻ ഏകദേശം ഒരു 10 മണി വരെ ഇതിൻ്റെ ആലോചന. ഇപ്പം എത്ര % ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്നു, ആ വരാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇടിയും മിന്നലും വന്നാൽ ഇപ്പം ഞാനെന്ത് ചെയ്യും? അപ്പോൾ വൈഫിനോട് നീ ചപ്പലെടുത്തില്ല, അല്ലെങ്കിൽ കാലിനകത്ത് നീ ഷോക്ക് അടിക്കും, ഇത് എർത്ത് വരും. അപ്പോൾ 2-3 അനുഭവങ്ങളുണ്ടായിരുന്നു. എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ്
വീടിന് പുറകില്ല നെയ്ബേഴ്സ് അവർ. ഒരു മൂത്ത ഏട്ടൻ മരിച്ചു ബിക്കോസ് ഓഫ് ഏജ്. അയാളുടെ നേരെ അനിയന് CRPF മെൻ. അയാൾ ക്രിമേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു. അടുത്ത ദിവസം at about 5 o'clock മോർണിംഗ് ചെറിയ ഹാർട്ടിന് ഫീൽ. ഒരു ജീപ്പ് ടെലിഫോൺ ചെയ്ത് വരുത്തി. ഉടനെ അയാളും വൈഫും ജീപ്പ് ഡ്രൈവറും കൂടി ഇവിടെ ഒരു ഡോക്ടർ ചെന്നു. അയാൾ ഉടനെ ECG നോക്കുന്നു. ഉടനെ സ്റ്റേറ്റ് പോയിട്ട് ദ ഹോസ്പിറ്റൽ. ഡ്രൈവർ തിരിച്ചു. അവിടെ അയാൾ വീട്ടിലെത്തുമ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് വീട്ടിൽ ചെന്ന് പൈസ എടുക്കണം, ഒരു ചായ കുടിക്കണം. മനസ്സിലായതാ? ലാസ്റ്റ് വീക്ക് നേരെ വണ്ടി വീട്ടിലേക്ക് പോയി. വൈഫ് അടുക്കളയിൽ ചെന്ന് ചായ വെക്കുന്നു. ഇയാൾ ഷെൽഫ് തുറന്ന് പൈസ എടുത്ത് പോക്കറ്റിലിടുന്നു. അപ്പോൾ വേദന പോയി. ഇയാൾ ചായ പെട്ടെന്ന് കുടിച്ച് ജീപ്പിനകത്ത് കയറി ഓൺ ദ വേ ഡൈ. ഇതെല്ലാം രാത്രി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹാർട്ടിന് പുതിയൊരു എക്സസൈസ് കിട്ടുന്നത്, അത് ഞാൻ ഇന്ന് പറയണമെന്ന് ഉദ്ദേശിച്ച ഇപ്പം ഞാൻ പറയും ഹാർട്ടിന് കിട്ടുന്നുണ്ടാകും. ആ പുതിയൊരു എക്സസൈസ് മീൻസ് ഹാർട്ട് പമ്പ് ചെയ്യണം. ഇതിനകത്ത് മുഴുവൻ ബ്ലഡ് സ്റ്റോറേജ്. ഇത് പമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ലോ ആവും, BP കുറയും. അപ്പോൾ ഹൃദയാഘാതം, ഹൃദയസ്പന്ദനം, സ്തംഭനം, കാർഡിയാക് അറസ്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ പല തരത്തിലാണ്. അപ്പോൾ പുതിയൊരു എക്സസൈസ്, അതായത് എവിടെയും വായിച്ചു തന്നു. നമുക്ക് ഡോക്ടറെ അടുത്ത് എത്തുന്നവരെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് എത്തുന്നവരെ, അത് നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് നിങ്ങൾക്കും ഫാമിലി മെമ്പേഴ്സിന് പറയാം എന്ത് ചെയ്യണം. അപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യണം. അപ്പോൾ എന്താ മാർഗം? വേ ടു മേക്ക് അവർ ഹാർട്ട് ടു പമ്പ്. വാട്ട് ഇസ് ദ വേ? Strike on that. Sing a song. Oh. Bhajan song. Then comes, അപ്പോൾ ഡോക്ടർ നടന്നു പോകുന്നു, അല്ലെ വണ്ടി പോകുന്നു. ബ്രീത്ത് ഇൻ, ലങ്സ് എക്സ്പാൻഡ് അല്ലേ? അപ്പം സാറിന് ഇപ്പം നമ്മൾ 80% 90% ഫുള്ളാകുന്നുള്ളൂ. ഈ സംഭവം വരുന്ന സമയത്ത് ഇൻഹെയിൽ മാക്സിമം ഓക്സിജൻ, പിന്നെ ബ്രീത്ത് ഔട്ട് എക്സേൽ. അതായത് നമ്മളെ ലങ്സ് പരമാവധി ചെറുതാക്കുന്നു, ബലൂൺ പോലെയായിരുന്നു. ഞാൻ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ബലൂൺ ഫുള്ളാക്കുന്നുണ്ട്. ബലൂണാണ് അതാ പ്രധാന എൻ്റെ സൈക്കോളജിയും ഫിലോസഫി. അപ്പോൾ നമ്മൾ ഹാർട്ട് ആ സമയത്ത് ലങ്സ് വലുതാണെന്ന് അതിന് സ്ഥലം കിട്ടി പതുക്കെ വലുതായി. വീണ്ടും നമ്മൾ ബ്രീത്ത് ഔട്ട് ആടുമ്പം ലങ്സ് മാക്സിമം ചെറുതാണ്. ആ ചുമക്കുന്നതിന് മുന്നേ അറിയാം ഹാർട്ടിന് പ്രഷർ കൊടുക്കാൻ വേണ്ടിയാണ്. ഈ സമയത്ത് ഹാർട്ട് കുറച്ച് പമ്പ്. അപ്പോൾ ഡോക്ടർ എത്തുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് സ്വയം ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡ്. ആ സമയത്ത് ആളിച്ചിട്ട് കാര്യം ഏതൊരു പ്രഗത്ഭ ഡോക്ടർ എവിടെയോ എഴുതിയോ വായിച്ചാൽ ഇതെല്ലാം രാത്രി ആലോചിച്ചുകൊണ്ടിരുന്നു. ഒന്ന് നോക്കിയേ എങ്ങനെയായിരുന്നു. അതായത് മാക്സിമം ഓക്സിജൻ അകത്ത്, അതുപോലെ തന്നെ മാക്സിമം കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകും. അത് തന്നെ ഹാർട്ടിനൊരു എക്സസൈസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ ഉടനെ ഹാർട്ട് പമ്പ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഇപ്പം കാറിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ഇതല്ലേ ഇതാ ഹാർട്ട് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ഹാർട്ട് 1 to 3.5, പിന്നെ 7 to 9 വേറൊരു മെഷർമെന്റിൽ പെടുന്നത്. അപ്പോൾ ഓർക്കാൻ വേണ്ടിയാണ്.
ഏത് ലെൻസ് രണ്ടെണ്ണം ഇല്ല 1 into 3 into 5 എന്ന് പറഞ്ഞാൽ ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഫോർ അതാണ് തിക്നെസ്. വോളിയം 1, 3, 5. ലെങ്ത് ബ്രെഡ്ത്ത് തിക്നെസ്. അങ്ങനെയുള്ള ഓർഗൻ ഞങ്ങളുടെ സ്പോർട്സ് മെഡിസിൻ സാർ പറയും ദാറ്റ് ഇസ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ഓർഗൻ ഇൻ അവർ ബോഡി. അപ്പോൾ അറിയുന്ന വലിയ കള്ളന്മാരും കൊള്ളക്കാരും ഇതെല്ലാം കത്തി ഉപയോഗിക്കുന്ന അവിടെയാണ്. സ്റ്റൊമക്കിൽ നിന്ന് വൃത്തിയാക്കാൻ വേഗം വലിക്കില്ല. അല്ല കിഡ്നി അല്ല, സ്പ്ലീൻ. മലയാളത്തിലാണ് സ്പ്ലീഹ എന്ന് പറയും. സ്പ്ലീൻ കൂടിയാണ് സ്ഥാനം. ലാസ്റ്റ് 7 to 9, 7 means 7, 8, 9 ribsന്റെ ഉള്ളിലാണ്. 7, 8, 1 and measurement 1 into centimeters 3 into 5. 7, 8, 9 ആ റിബ്സിനകത്താണ് ഇതുള്ളത്, ഹാർട്ടിന് തൊട്ടടുത്ത്. അപ്പൊ അവിടെ ഫുട്ബോൾ പ്ലേയേഴ്സിന് സാധാരണ അവിടെ കിട്ടിക്കഴിഞ്ഞു ഓൺ സ്പോട്ട് അവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോറേജ് ഓഫ് ബ്ലഡ് സ്റ്റോക്ക് ചെയ്യാനുള്ള കേന്ദ്രമാണ്. അപ്പോൾ അവിടെ മൂർച്ചയുടെ ആയതുകൊണ്ട് പോയാൽ സേഫ്റ്റി പിന്നോണ്ട് കുത്തിയാൽ ഈ ബ്ലഡ് മുഴുവൻ ഇൻറ്റീരിയർ ബ്ലീഡിങ് പുറത്തേക്ക് വരുന്നത്. ഈ പ്രദേശം മുഴുവൻ അതിനകത്തുള്ള ബ്ലഡ് സ്റ്റോക്ക് തീർന്ന ഉടനെ ഹാർട്ടിലെ ബ്ലഡും അത് വഴി. അപ്പോൾ അവിടെ പോലീസുകാരെല്ലാം ചെയ്യുന്നത് അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായാൽ അപ്പോൾ അവർ പ്രൊഫഷണൽ കില്ലറാണ്. അപ്പോൾ അബദ്ധവശാലും വിരലുകൊണ്ടും അവിടെ കുത്തിപ്പോയാൽ കറക്റ്റ് സ്പോട്ടിലാണ് പറ്റും. അപ്പോൾ നമ്മൾ മാപ്പ് എടുത്ത് നോക്കി ഇൻറ്റീരിയർ ഓർഗൻസിനെ കുറിച്ച് ഇത് പറയാൻ കാരണം ലങ്സും ഹാർട്ടിലും എവിടെ സ്ഥിതി എന്ന് അറിയില്ല. ഞാൻ ലങ്സ് പറഞ്ഞത് ബലൂൺ, 2 ബലൂൺ കിട്ടിയ പോലെയാണ്. ഓ അതറിയില്ല. വേറൊരു ഇമ്പോർട്ടന്റ് സാധനം ലേഡീസും ജെൻസും തമ്മിൽ വ്യത്യാസമാണ്. ആരെങ്കിലും കൊന്നിട്ടൊരു അത്യാവശ്യം വന്നാൽ റീപ്ലേസ് ചെയ്യാൻ കൊടുക്കും. നമ്മൾ സഞ്ചയനം ചെയ്യുന്നതാണ്. ഇത് പെറുക്കും, എല്ലുകൾ പൊറുക്കി സ്റ്റോപ്പ് ചെയ്യും. 41-ാമത്തെ ദിവസം കൊണ്ടുവന്ന് നിബന്ധനം ചെയ്യും. എങ്ങനെ ചെയ്യണം? പെറുക്കണത് അവിടെ വേറൊരാളെ കുറിച്ചിടാറ്, വേറൊരാളെ ക്രിമേറ്റ് ചെയ്യാം. ആൻഡ് യുവർ പാർട്ടി യു ഹാവ് ടേക്കൺ ഇറ്റ് ഔട്ട്. പെറുക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അത് മീൻ കഴിച്ചോളും. ഫിഷ് വിൽ ഈറ്റ്, നോ ദ റെസ്റ്റ്. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചത് സ്പ്ലീൻ റിമൂവ് ചെയ്ത സർജറി നടക്കുന്നുണ്ടോ? ശരീരം ചോദിക്കാം. ഗൂഗിൾ മാപ്പിളയോട് ചോദിച്ചാൽ അറിയാം. മാപ്പിളമാർക്ക് ഭയങ്കര പേര്. ഗൂഗിൾ മാപ്പിള സ്പ്ലീൻ റിമൂവൽ റീപ്ലേസ്മെന്റ്. നമ്മൾ ജിസ്ന മാത്യു ഇന്ത്യ നമ്പർ 1 ആയേ. She's from this village. ഇവിടുന്ന് 3 kilometers. We went last time. One of our batch people went there, and then we went with Papatan was the leader. Yeah. Splendectomy, spleen removal and replacement surgery. SPLENECTOMY, splenectomy.
സ്പ്ലീനെക്ടോമി. ഞാനിത് കുറേ സയൻസ് ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ ആർക്കും അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. ഇത് കേട്ട് 1 to 9 എന്നുള്ള ആ ഓഡ് നമ്പേഴ്സ് കേട്ടിട്ടില്ല ആർക്കും. നമ്മളെ ഇന്നലത്തെ ഇംഗ്ലീഷ് പ്രൊഫസർ പറഞ്ഞ പോലെ. You can ask him. He's a mathematics teacher. MA in public administration. പപ്പാട്ടിന്റെ പെട്ടി കൊണ്ടുപോയി എവിടെയും പെട്ടി മാറിപ്പെട്ടി. ആരുതായിരുന്നത്? പാസ്പോർട്ട് ആരുതായിരുന്നത്? അത് ഹസൈൻ്റെ അളിയുണ്ട് അബ്ദുൽ താമസിക്കുന്നു. ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് ബോംബെ നിന്ന് പാസ്പോർട്ട് വെച്ച സമയത്ത് ചെക്കിങ് കഴിഞ്ഞു. അപ്പോൾ ഇയാൾ ഒരു പെണ്ണിൻ്റെ പാസ്പോർട്ട് റിലീസ് എടുത്തു, മറ്റേ ബാഗ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫാമിലി പ്രോബ്ലം ഭയങ്കര. ഇയാൾ ഏതോ ഒരു പെണ്ണിന്റെ പാസ്പോർട്ടും ഉണ്ടാവും. One fellow here who went to Dubai or somewhere, when he came to airport, after all the checking is over, some lady's passport came into his passport went to somewhere else. So as he came here, passport was shown, some lady's picture. Oh, finished. We have a lot of fighting. In those days, no telephone, no contacts, and not relatives. Some person. He took it as his job, and then he did something. Experience. അപ്പോൾ നമുക്ക് സ്ഥലത്തിന്റെ പേര് വിജയവാഡ കേട്ടിട്ടുണ്ടേ. ഐപ്പങ്കിടി എന്ന് പറഞ്ഞ വില്ലേജ്. ഏത് വർഷം ഇത്? About 30 years back. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് കൂട്ടത്തിലുണ്ട് മുസ്ലിം അസൈൻ എന്ന് പറഞ്ഞ ആൾ ദൂരദർശനിൽ എഞ്ചിനീയറാണ് വേണ്ടത്. ഞാൻ പൈസ കയ്യിലുണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ പോകുമ്പോൾ വേണ്ടത് പോക്കറ്റ് കനം വേണം, എന്നാലും മാത്രമേ പോയിട്ട് കാര്യം. എന്നാലും ഞങ്ങൾ ചെന്ന് ഡയറക്റ്റ് വിജയവാഡ സ്ഥലത്ത് നിന്ന് ഇവരെ കലക്ടർ വരുന്ന താമസം റെസിഡൻസ് ഉണ്ട്, സബ് കളക്ടർ ഉണ്ട് ചെറുപ്പം. അത് കാര്യങ്ങൾ സബ് കളക്ടർ നമ്മളെ ഗ്രീവൻസസ് പറയാനുള്ളത്. നമ്മളെ ആ ബഹുമാനം കാണിക്കണം. Why he goes? Because that person must be mostly illiterate. He must be working somewhere. അയാൾ എന്താ പണി ചെയ്യുന്നത്? അയാള് കച്ചവടം. So he needs somebody who can support him. No, what to do and how to get him back. He doesn't know. അവിടെ ചെന്ന് അയാളുടെ കാര്യം പറഞ്ഞു. അയാൾ ഉടനെ അവിടെ സർപ്പഞ്ചിനെ വെച്ചു, നമ്മളെ വില്ലേജ് അവിടെ ഭയങ്കര പവർഫുൾ ആയിരുന്നു. നമ്മളെ കൊമ്പം വീഴ്ച മൂറയ്ക്ക് ജിപ്സിക്ക് തയ്ച്ച പോലെ തന്നെ അതിൻ്റെ ഒരു തൊട്ടപ്പോയി സർപ്പഞ്ച് റൂട്ട് പറഞ്ഞു തന്നു. സബ് കളക്ടർ പ്യൂണിനോട് പറഞ്ഞു റൂട്ട് പറഞ്ഞു തന്നു. അപ്പോൾ കുതിരവണ്ടിയിലും പോകണം. ഞങ്ങൾക്ക് തെലുങ്ക് അറിയില്ല, ഇംഗ്ലീഷ് ഹിന്ദിയിലും പകുതി പറഞ്ഞു. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിന് കയറി ചെന്ന് അവിടെ നിന്ന് നടന്നപ്പോൾ നടന്ന വഴിതെറ്റി നമ്മൾ ചോദിച്ചു പോകാം. കുതിരവണ്ടിക്കാർ നമ്മളെവിടെയും കൊണ്ടുപോയി നമ്മളെ പൈസയും കൊണ്ടുപോയി. അപ്പോൾ നമുക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് അങ്ങോട്ടോട്ട് വിശ്വാസമുണ്ട്. ഏതായാലും ചെന്നു. അപ്പോൾ ചെറിയൊരു ഗ്രാമം, റിമോട്ട് ഏരിയ, ചെറിയ കട്ടപ്പുര. നമ്മളെ ഇതുപോലെ ചുവന്നൊരു വീട്, അത് രണ്ടാമത്തെ വീട്, ഇങ്ങനെ 100 കണക്കിന് വീട്, വേറെ ഏതായാലും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സർപ്പഞ്ച് ഞങ്ങളെ അന്വേഷിച്ചു. അപ്പോൾ രണ്ടുപേരെ ഇതെല്ലാം സബ് കളക്ടർ പറഞ്ഞു കൊടുത്തു, ഞങ്ങളെ വേഷവും കാര്യങ്ങളും. അപ്പോൾ ഈ ബുള്ളറ്റ് മോട്ടോർ ബൈക്കിൽ ആചാരഭാഗം മനുഷ്യൻ ഞങ്ങൾക്ക് വന്നു. അപ്പോൾ അയാൾക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. അയാളുടെ പാസ്പോർട്ട് നോക്കി ഉടനെ അയാളെ പറഞ്ഞു മോട്ടോർ ബൈക്കിൻ്റെ പുറകെ വന്നു. അപ്പോൾ ഇതിനകത്തെ കൂടെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അയാൾ വന്നുകൊണ്ട് നമുക്ക് ധൈര്യമായി. പിന്നെ ഇയാളെ കാണുമ്പോൾ ഒരു കൊള്ളക്കാരനെ പോലെ ഉണ്ട്. ഞങ്ങളുടെ പാസ്പോർട്ട് പണം എല്ലാം കൂടി പോയാൽ അതും പോയി. ഞാൻ പതുക്കെ എൻ്റെ ഫ്രണ്ട് ഹസൈൻ എന്ന് പറയും, എടാ പാസ്പോർട്ട് നീ ബനിനകത്തത് കിട്ടിയാലേ കൊടുക്കാവോ, ലാസ്റ്റ് മുമ്പിലേ കൊടുക്കാവോ, അല്ലെങ്കിൽ ചങ്ങ എല്ലാം പോകും. അവസാനം വീട്ടിലെത്തി സർപ്പഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ തെലുങ്ക് മാത്രമേ ആ സ്ത്രീക്ക് അറിയൂ. ആ സ്ത്രീയുണ്ട്, സ്ത്രീയുടെ അമ്മയുണ്ട്, പ്രായമുള്ള സ്ത്രീ. അവസാനം കാണിക്കണം, അയാൾ കൊണ്ട് കാണിക്കും.
അവസാനം ദൂരെ ഞങ്ങൾ പാസ്പോർട്ട് ഞാൻ സെന്ററിൽ നിന്ന് ആരെ വന്നാ വിട്ടേ. അപ്പൊ ഈ പാസ്പോർട്ടിനോടും കരയാൻ വില്ലേജിലെ ആൾക്കാരെല്ലാം വന്നിട്ട് ഈ സൗണ്ട് കേട്ട് എന്താ പ്രശ്നം എന്നറിയാം. ഞങ്ങൾ എന്ത് ചെയ്താലും ഹാൻഡ് ഓവർ ചെയ്യില്ല സാധനം. അവസാനം ഇവന്റെ പാസ്പോർട്ട് കാണിക്കണമെന്ന് അവരെ കയ്യിലില്ല. അപ്പൊ സംശയം. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീയുടെ മകൻ ലോറി ക്ലീൻ, അയാൾ ലോറി പോകുമ്പോ ഇതും കൊണ്ടാ പോവാ. ഏതെങ്കിലും നാട്ടിൽ കേരളത്തിൽ പോകുമ്പോൾ തപ്പി പിടിക്കുക അഡ്രസ്. അങ്ങനെയാണ് അവന്റെ കയ്യിൽ വെക്കുന്നത്. അവസാനം അവിടെ നിന്ന് ഒരു 50-60 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് ഇവരുണ്ടെന്നുള്ള ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില് ഞങ്ങൾ ലോറി കയറി പോവാം. സർപ്പഞ്ച് ലോറി നിർത്തി തന്ന് ഡ്രൈവറും അയാൾ അസിസ്റ്റന്റും ഞാനും അസേനി കളവി ട്രാവലിന്റെ സ്ത്രീ. ഞങ്ങൾ ആദ്യം പാൻറ്റോട്ട് ഇങ്ങനെ ഇരുന്നു. അവസാനം ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ കഴിയുമ്പോൾ ഞങ്ങൾ മടിയിൽ ആൾക്കാരെ കുളിക്കാതെ ആൾക്കാരെല്ലാം കൂടി മടിയിൽ ഞങ്ങളെ വാനിന് വേണ്ടി ഷർട്ടും ബാഗും എല്ലാം പോയി. ഒന്നും പറയാൻ. ഏതായാലും ഞങ്ങൾ അവിടെ ചെന്നു. ഈ പയ്യനെ കണ്ടു. പയ്യന്റെ കയ്യില് സാധനം അത് വാങ്ങി വായിച്ചു നോക്കിയതിൻ്റെ നല്ല രസം നമ്മൾ ഞങ്ങൾ അവിടുന്ന് കൈമാറി കളവിലെ. അവസാനം ഞാൻ അധിപതി വീണ്ടും കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞോളൂ, ഞങ്ങളെ ടോട്ടൽ എക്സ്പെൻസിന്റെ ഹാഫ് രണ്ടാളും മിസ്സിങ്ങില്ല, രണ്ടാക്കും കിട്ടില്ല. എക്സ്പെൻസിന്റെ ഹാഫ് തരണം. കരയാൻ തന്നെ ഞാൻ ഉള്ളത് കൊണ്ട് ട്രെയിൻ എടുക്കാം. ടിക്കറ്റ് എടുക്കുമ്പോൾ ഞങ്ങളിൽ പൈസ ഇല്ല. അത് ആരെ പിന്നെ ടിക്കറ്റ് എടുപ്പിച്ചു ഇങ്ങോട്ട് കണ്ണൂരേക്ക്. ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്ര റിസർവേഷൻ AC. ഇന്നിപ്പോ AC ഇല്ലാതെ ഒരു മനുഷ്യൻ പോവില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ട് കുറ്റിപ്പുറന്ന് കണ്ണൂരേക്ക് സ്ലീപ്പർ ടിക്കറ്റ് വേണം. ഞാൻ പറഞ്ഞു അത്രേ വേണ്ടു. കുറ്റിപ്പുറത്ത് നമുക്ക് 2 മണിക്കൂർ യാത്രയുള്ളൂ കണ്ണൂരേക്ക്. അതിന് സ്ലീപ്പർ ടിക്കറ്റ് എൻ്റെ വൈഫാ പറയുന്നത്. ഞാൻ ഇപ്രാവശ്യം ആലപ്പുഴക്ക് പോയത് ബൈ സ്റ്റാൻഡിൽ ഷൊർണൂർ സീറ്റ് കിട്ടി. അവൻ GT വന്ന് ഞങ്ങൾ എൻ്റെ കമ്പാർട്ട്മെന്റിൽ പോകും. ഇന്നലെ തൃശ്ശൂർ ആലപ്പുഴ വരെ അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ വേദനകൾ മനസ്സിലാവും. ഇപ്പോഴത്തെ ഈ വേദന. പപ്പട്ടൻ വോളിബോൾ കളിച്ച് നല്ല സ്മാർട്ടായിട്ട് നല്ല മീശയൊക്കെ വെച്ചിട്ട് ഇവിടെ NCCന്റെ ചീഫൊക്കെ ആയിരുന്നു. ഇതേപോലെ നല്ല പപ്പട്ടന്റെ സ്റ്റൈൽ. പപ്പട്ടന്റെ പഴയ സ്റ്റൈൽ കണ്ടാല് ശരിക്കും സർക്കിൾ ഇൻസ്പെക്ടർ പോലെ. അപ്പൊ ഇവര് വൈകുന്നേരം അല്ലെ കളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ജീപ്പിലല്ലേ വരിക. ഇടയിൽ നിർത്തിയിട്ട് കുറെ ആളെ ലൂട്ടികളിലൊക്കെ ഉണ്ട്. 2-3 പേരുണ്ട്. ഇവര് നല്ല വോളിബോൾ ടീമാണ്. നല്ല വോളിബോളിന്റെ സെന്റർ ആയിരുന്നു ജിമ്മി ജോ. ഇത് സിക്സേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. കരിക്കുണ്ടം സിക്സേഴ്സ് ഐ വാണ്ടഡ് ടു ഡൗൺലോഡ്. വെൻ ഐ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് ഗോസ് ടു വേറെ ഏതോ മൂവികളാണ് വരുന്നത്. ചാന്തുപൊട്ട്. See, it shows this. When I say download, it goes to Chandaput. And Chandaput is downloaded. That movie is not there. The movie is not there. I asked her to search. It is not there. You have നമ്മുടെ seen that NCC movie? ക്യാമ്പിന് കുലു മണാലി NCC ക്യാമ്പിന് പോകും. അപ്പൊ NCC ഓഫീസേഴ്സിന് മാത്രമേ ഫസ്റ്റ് ക്ലാസ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, രാത്രി ഞങ്ങളെ ബെഡ് ഓർഡർ ഡെറി ഇതെല്ലാം ബ്ലാങ്കറ്റെല്ലാം ഉണ്ട്. ഇതുകൊണ്ട് രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഈ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് സീറ്റിനടിയിൽ 3 പേര് കിടക്കിനകത്ത് താഴെ. എൻ്റെ കമ്പാർട്ട്മെന്റിൽ വരും തുടങ്ങാൻ പറ്റും. കാരണം പകൽ സമയത്ത് ആൾക്കാർ വരും. ഞങ്ങൾ 8 പേരുണ്ട്. 8 members from Kerala. And sleep below the first class. Lower seat. Peacefully sleep. AC के नीचे भी कर सकते हैं. ഉറങ്ങും രാവിലെ വീണ്ടും ഇതിലെടുത്ത് ഞങ്ങൾ. And understand, this is the grandson of the landlord of this place. And who is a teacher in school. അല്ല അതുകൊണ്ട് എന്താ And who is NCC the son കേഡറ്റ് of ആയതുകൊണ്ട് the panchayat president.
is a close friend probably of the chief minister here. Not because we don't have. I said no have and have nots. But had who doesn't want. ഉണ്ടായിട്ട് വേണ്ടാത്തവർ. അപ്പോഴേ ഇങ്ങനെ തമാശ പറയാൻ പറ്റും. No, you can make this story and then enjoy that fun only when you have it and you don't do it. മനസ്സിലാവുണ്ടോ പറയുന്നത്? നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തില് നമുക്ക് ഒരിക്കലുണ്ടല്ലോ ഉപവാസവും ഒരിക്കലുമാണ് ഭഗവാന്റെ അടുത്ത് എത്താനുള്ള മാർഗം. ആണോ അല്ലയോ? ഒരിക്കലേ ഭക്ഷണം കഴിക്കാവൂ ഒരു ദിവസം. ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം, ഉപവസിക്കുക ഫുൾ ഡേ ഓർ മേ ബി 2 days. ഇതൊക്കെയാണ് ടു ഗെറ്റ് സാൽവേഷൻ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ പട്ടിണിക്കാരും സാൽവേഷൻ ഉള്ളവരല്ലേ? അവര് ഒരു ദിവസം പോലും കഴിക്കാത്ത കുറെ പേരുണ്ടാവും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് റീച്ചിങ് ടു ഗോഡ്. യു ഹാവ് ഫുഡ് ആൻഡ് യു ഡോണ്ട് ഈറ്റ്. യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ്? ഉപവാസം ആൻഡ് ഒരിക്കൽ ഈസ് നോട്ട് പോവർട്ടി. So you should have and you shouldn't use it. Then you are simple. Then you are down to earth. It's not that he couldn't afford, no? But that's fun. അവൻ ഇതുവരെ വായ തുറന്നിട്ടില്ല, ഭക്ഷണം കഴിക്കാനേ തുറന്നിട്ടില്ല. അല്ല ഇന്നലെ മമ്മി വരുന്നത് പറഞ്ഞു റിലേഷൻ എങ്ങനെ അറിയാം? ഇവന്റെ മമ്മി ഉണ്ണിയുടെ പ്രീതിയുടെ അടുത്ത അച്ഛൻ രത്നാകരന്റെ അടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതല്ല എന്റെ മരുമക്കളാണ് രണ്ടാളും. ഇയാളെ കാണുമ്പോൾ എന്നോടാ പറയാൻ മറന്നുപോയി. അതല്ലേ പറയണ്ടത്. അപ്പൊ ഉണ്ണിയുടെ ഹൗസ് വാമിങ്ങിൽ വന്നു പറഞ്ഞു. പിന്നെ അത് മാത്രല്ല, ഇയാളുടെ അമ്മയുടെ അച്ഛൻ എന്റെ ഗുരുവാണ് അമ്മയുടെ അച്ഛൻ CL ജോസഫ്. CL, വാട്ട് ഈസ് CL? CL is casual leave. അയാളുടെ പേര് CL ജോസ് എന്നാണ്. CL ക്ലവർ ജോസ്. ജോയി സാറെന്ന് പൊതുവെ വിളിക്കും. ഭയങ്കര ക്ലവറാ. ഹോക്കിയിലെ കേരളത്തിലെ ആദ്യ കോച്ചായാണ്, ഫുട്ബോൾ കമന്റേറ്ററാണ്, വോളിബോൾ റെഫറിയാണ്. അയാൾ അസിസ്റ്റന്റ് ആയിരുന്നു വർഷങ്ങളോട്. അങ്ങനെ അതിനകത്ത് മാസ്റ്റർ ചെയ്തു. എവിടെയും കടിയോ ലഹള ഉണ്ടെങ്കിൽ അയാള് മെസ്സഞ്ചർ ആയിട്ടില്ല. ഞാൻ ഈ കത്ത് ഹെഡ് മാസ്റ്റർ അയച്ചു. I went to Bhilai NIT for giving a lecture. Maulana Azad Institute of Technology. Man, it is in Bhilai. Maulana Azad was our education minister. That's the time when first time NIT was started. He is the man who started University Grants Commission. Bhopal. Not Bhilai. Bhopal. When I went there, there was an Indian coffee house. Not Indian. It's called Bharat Coffee House also. Then the person who was supplying happens to be a Malayali. So naturally ask him, where are you from? Then I identified him from what? He identified he's from Kannur. Then I said I am in Talipuramba, I am in Laduvil. Immediate question, do you know Papa? Then I asked you, how do you know? I am in volleyball. So anybody who is in volleyball around this area knows me. ഇന്നലെ ഇവിടെ വരുമ്പം കൽഷാപ്പിൽ നോക്കി ചോദിച്ചതാണ് ഏതാ പട്നാമ ഷോ. വോളിബോളിന്റെ നേരം പൊടുതലായി. അപ്പൊ CL കിട്ടിയ എങ്ങനെയാ? ഇനീഷ്യൽ CL ചുങ്കത്ത് ലാസർ. മോനെ അവിടെ ഇരിക്കുമോനെ നീ വീടിന്റെ ഗേറ്റിന് മേലെ ചുങ്കത്തുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം വീട്ടിൽ വരെ ചുങ്കത്താണ്. ലാസർ എന്ന് പറഞ്ഞാല് ജോയി സാറിന്റെ ഫാദർ. അന്ന് തളിപ്പറമ്പ് താസ്ദാരാണ്. അങ്ങനെയാണ് ഇവരെല്ലാം തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരാൻ കാരണം. ലാസർ മാപ്പിള. ലാസർ മാപ്പിള തൃശ്ശൂർ. മാപ്പിള is Christian. മാപ്പിള is Christian.
സൗത്തിൽ എങ്ങനെയാ മാപ്പിള? മാമൻ മാപ്പിള മനോരമയുടെ പ്രധാന ആളാണ്. മനോരമയുടെ ചീഫ് ഈസ് മാമൻ മാപ്പിള. മാപ്പിള ഈസ് നോട്ട് എ മുസ്ലിം. See, Malabar Mapla is Muslim. In South Mapla is only means those who came from somewhere else. Mapla is the people who are all from outside. So South a lot of Christians came. So they are all Maplas in South. North a lot of Maplas came. Muslims came. They are all Maplas here. അല്ല മാപ്പിള അല്ല മാപ്പിളച്ചി. മാപ്പിളച്ചി. അപ്പൊ ആർച്ചറി ആരാ? ആർച്ചറി നീ എഴുന്നേറ്റാൽ ആ മോനെ കളിക്കുന്ന ബാസ്കറ്റ് കളിക്കലില്ല. അല്ലേ ചോദിച്ചു മനസ്സിലാക്കി. ഫോൺ ചെയ്ത ഉടനെ ആർച്ചറി ആണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ ഏരിയയിലെ ആർച്ചറിയിലെ എക്സ്പെർട്ട് ഒരാൾ മാത്രമേ. നമ്മുടെ ഏരിയയിൽ ആർച്ചറിയിൽ ഒരാളേ ഉള്ളൂ. അത് പ്രസീതയുടെ മോളാണ്. My cousin's daughter. One is in archery, another one is in shooting. They are in second in nation at their age. At 7 years, I think 11 years they were second. Now I think she's top. She is in +2. Last time when I went, she's top. Jaipur. Jaipur is the cantonment chief. When she was in Shillong, I went Shillong also. ഒരു സമയം ചെമ്പേരി കൊണ്ടുവന്ന് ഇവരിൽ കാണിച്ചാൽ അവിടെ പോയിട്ടുണ്ട്. ചെമ്പേരിന് അവിടെ ഞാൻ അവിടെയല്ല എത്രയോ താമസിച്ചിട്ടുണ്ട്. She was talking about a great incident of Vivekananda, like Mahatma Gandhi. Mahatma Gandhi was thrown out from a train traveling in a higher class. It's almost the same time Vivekananda also lived. When he went abroad, he also could travel in higher class. Right? When he was sitting in a train in a higher class, one lady who came and then asked to vacate this is my seat. Then Vivekananda did not respond. He acted as a dumb fellow. She wrote it. Eh? She wrote it and she was Then gave you a case continue. to the police. You continue, sir. Continue. Finish. You can. എന്നിട്ട് അപ്പൊ മദാമ പറഞ്ഞ് കേസ് എഴുതി കൊടുക്കണം. അപ്പൊ പറഞ്ഞു ഇനി ചെവി കേട്ടുവിടുന്നു. അപ്പം എങ്ങനെ ചെവി കേട്ടുകൂടാന്ന് പറയും? അല്ല ചെവി കേട്ടുവിടാന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കും. അപ്പൊ ആ പെണ്ണിനെ എഴുതി കൊടുക്കും. അപ്പോഴാണെങ്കിൽ മദാമ എഴുതി കൊടുക്കും. എഴുതി No. കൊടുക്കും. She said, I am going to file a case against you, sue you, that you started molesting me, disturbing me, harassing me, and police will catch you and then take you and all that. Then he said, so whatever she said could not be listened to. Vivekananda couldn't listen to anything, no? Right? So there is no point in shouting. So he said, write and give whatever you said. So she wrote everything. If you don't vacate, I am going to file a case. I want this seat. I argued so much, you are not listening. Pocket എടുത്തിട്ട് വന്ന് പറ്റുകയാണെങ്കിൽ പോയി കേസ് കൊടുത്തു. അപ്പൊ വായ തുറന്ന് പറഞ്ഞു. ഇപ്പൊ പ്രൂഫായില്ലേ? എന്താ പറഞ്ഞത്? ഇഫ് യു ഡോണ്ട് വെക്കേറ്റ് ദ സീറ്റ് ഐ ആം ഗോയിങ് ടു മേക്ക് എ ഫാൾസ് കേസ് അഗൈൻസ്റ്റ് യു. ഇതെല്ലാം ഫാൾസ് കേസ് അഗൈൻസ്റ്റ് യു എന്നൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് പോക്കറ്റിലെടുത്ത് പറ്റുകയാണെങ്കിൽ കേസ് കൊടുത്തു. ഞാൻ വെക്കേറ്റ് ചെയ്യാൻ പോണില്ല. സോ ദാറ്റ് വാസ് ദ പ്രസൻസ് ഓഫ് മൈൻഡ് ഓഫ് വിവേകാനന്ദ. ട്രെയിനിങ് EMS ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരള മുസ്ലിം സർ ഡു യു സ്റ്റാമർ ഓൾവേസ്? അപ്പോൾ അതിൻ്റെ ആൻസർ അത്ര സ്പീഡിൽ കൊടുത്തു. ദാറ്റ്സ് കോൾഡ് പ്രസൻസ് ഓഫ് യാ. മോനെ കണ്ടിട്ട് ആ ഡംബ് ഫെലോ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറയേണ്ടത്. നിന്റെ അടുത്തിരിക്കുന്ന ആൾ ഡംബ് ഫെലോ. DrTPS also told us to continue in summer also during night. Then DrTPS taught us about work. He also explained exercise. നാണു ആശാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കോമൺ നെയിം. അപ്പം ഹയർ കാസ്റ്റിലുള്ള ആൾക്കാരൊക്കെ പരിഹസിച്ച് ചിലപ്പോൾ ഏതാണോ ഇങ്ങോട്ട് വന്നത് അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അവർ ലോവർ കാസ്റ്റ് ആണെന്നാണ്. അപ്പം എല്ലാവരുടെയും ധാരണ കുറച്ച് ഫേമസ് ആവാൻ തുടങ്ങി, കുറച്ച് സ്പിരിച്വലായി. ഈ നാണു എന്ന് വിളിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു നാണക്കേട് ഉണ്ടാവുമല്ലോ. നാരായണൻ എന്നുള്ള പേരിലുള്ള ഒരാളെ നാണു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊണ്ടൊരു നാണോട്ടെ. നാണോട്ടം നാരായണൻ എന്നുള്ളവൻ നാരായണൻ കണ്ടില്ലേ? പക്ഷെ നാണു എന്നാ വിളിക്കുക. അത് അങ്ങനെയാണ് ആ പേര് വിളിക്കുക.
അപ്പം ആരോ പരിഹസിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നില്ലേ ഏറ്റവും നല്ല പേരാണെന്നാണ്. ന അണു എന്നാണ് അർത്ഥം. അണു മീൻസ് സ്മോൾ. ന അണു മീൻസ് ഐ എം എ ബിഗ് മാൻ. When somebody is calling me Nanu, that means he is respecting me, saying that a big man come here. Got it? So that's the presence. Surrendering to somebody is not here. We are very good in criticizing, but never accept anybody good. Keep learning something different. I am not saying it's mine. She also said, no? I said, very good. Did I not tell? I showed that it is good, right? I appreciate it. Why are you not doing it? That's a method. That's a method. I have not seen. See, I'll tell you here, only 2 people came and told me, yeah, last 2 days I have learned a great thing. It was great. Only 2 people. There are 31 people, out of which 29 are not appreciating what I am doing. But I am sure in your mind there may be a lot of negatives. I know what to do. Learn, speak. There is no point in loving somebody. I keep saying, I have got love to somebody else. I should show love. I should spell it out. Otherwise, ഞാനും ചാവും ഒരു ദിവസം നിങ്ങളും ചാവും. പറയാണ്ട് പോയതുകൊണ്ട് എന്താ ഗുണം? And that should not come with the. I am not saying here. I want this to happen at your house. മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ. See, I travel from Iringalakkuda to Moovattupuzha for a class. On the way, I see somebody's shop. I eat from the normal tea shops. One day I went inside. I had my ഷർട്ട് ഇടാത്ത സാധാരണ ചായ കൊടുക്കുന്ന ഒരാൾ, അയാളുടെ വൈഫും അയാളും 2 പേര് മാത്രം കുക്ക് ചെയ്യുന്നു. നല്ല പുട്ടും കടലും ഇത് കഴിച്ചു. 2 ചായ 3 ചായ ഓർഡർ ചെയ്യുന്നു സാധാരണ. ജനറലി 1 ടീ ഈസ് നോട്ട് എനഫ്. അത് കഴിയുമ്പോൾ 2 ബെസ്റ്റ് ചായ, 1 ചായ കൊടുക്കും. അത് ബെസ്റ്റ് ഉണ്ട്, 1 ചായ കൊടുക്കും. എന്നാൽ 3 I don't want together because I want hot tea. ഇതൊക്കെ കഴിഞ്ഞ് കാരണം why there I don't drink that normal bottle, it doesn't look good, and I don't drink that water which is available. I cannot ask boiled water, they mix normal water. So I know tea is the best one, which is more safer. That's one reason. Because I have to take care of the throat. Throat is what gives me life. These are the reasons. But the end when I gave money, I said, puttu valra nallu. I ഞാനല്ല എൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കാമെന്ന് പറയാം. So shabby, no? But still 40 വർഷമായി ഒരു കട നടത്താം. ഉപ്പ് കുറഞ്ഞാൽ, മുളക് കൂടിയാൽ, പുട്ട് നന്നാവാണ്ടിരുന്നാൽ, പുട്ട് കുറച്ച് വെള്ളം കൂടി പോയാൽ, കുറഞ്ഞു പോയാൽ ഒക്കെ പറയാം. ആദ്യമായിട്ടാണ്. Next time when I go to the same shop, I see a different reception for me. He will put a paper there, he will wash the cloth once again. They're so thrilled that I got a lot of people like that. See, we should appreciate it. I don't know how many of you told the person who gives food, Pallikutti. ഭക്ഷണം അസലായിരുന്നു ആരെങ്കിലും പോയി പറഞ്ഞു ഉണ്ടോ? അദ്ദേഹം ഇവിടെ ഇരുന്ന് ചോദിച്ചില്ലേ ചപ്പാത്തിക്ക് എന്താ കുഴപ്പം? ചോദിച്ചോ ഇല്ലയോ? See, you know how happy he will be when somebody says food is good. I keep telling him കറി നല്ലതായിട്ടുണ്ട്, മറ്റേ നല്ലതായിട്ടുണ്ട്, ദോശ നന്നായിട്ടുണ്ട്, ഇഡ്ഡലി നന്നായിട്ടുണ്ട്. മേ ബി അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയും, പിന്നെ ഞാൻ കടല നന്നായിട്ടുണ്ട്, ഞാൻ അരച്ച് ചേർക്കാനൊക്കെ പറയാം. സാധാരണ കടലയും വെള്ളവും സെപ്പറേറ്റ് ചെയ്യും, കുറച്ചും കൂടി കൊഴുപ്പ് കാണും. ഞാൻ ബിക്കോസ് ആയിട്ടല്ലേ കുറച്ചും കൂടി കടല എടുത്ത് അതൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് കൂടെ മിക്സ് ചെയ്യാം. ദാറ്റ്സ് ഹൗ ദ ഗ്രേവി ബിക്കംസ് മോർ ബെറ്റർ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിന് അത്ര ഗ്രേവിക്ക് അത്ര കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല. Because I teach him how to do that. I teach him how to do this. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു പോരാ, ഈ പിന്നെ കടുക് വറുത്തതും കറിവേപ്പില വറുത്തതും അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടി വറുത്തണം. The taste will become different. ഇന്നിപ്പോൾ അവനോട് പറഞ്ഞു. അപ്പം ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഞാൻ ആദ്യം പറഞ്ഞു വെരി ഗുഡ്, ബെസ്റ്റ്, ബട്ട് ഡോണ്ട് പുട്ട് ക്യാപ്സിക്കം ഇൻസൈഡ്. അതിനു മുമ്പ് ഉണ്ടാക്കിയത് കറി, it's very good, taste is good, but don't put drumstick inside. And നിങ്ങൾ എടുത്ത് ഡ്രംസ്റ്റിക്ക് കഴിക്കുമ്പോഴത്തേക്കും അത് വായിൽ ഇപ്പോൾ എടുത്ത് കളയാൻ നോക്കും, ഉണ്ടോ ഇല്ലയോ? You must respond. നല്ലത് നല്ലതാണെന്ന്,
ഇന്നതിന് കുഴപ്പമുണ്ടെന്നും പറഞ്ഞാലേ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. ഓർമ്മ ഇപ്പം സാധാരണ പട്ടാണി കടലയാണ് പൊറോട്ടക്ക് തരിക. അത് ഹൈലി സ്റ്റൊമക്ക് ഹീറ്റപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഇറ്റ് ഗീവ്സ് യു ഗ്യാസ് ട്രബിൾ, ഇറ്റ് ഗീവ്സ് യു അസിഡിറ്റി. സോ ഐ ഡോണ്ട് എന്റർടൈൻ പുട്ടിങ് ദാറ്റ്. മനസ്സിലായി? ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നോർമലി ഇവിടെ കിട്ടുന്ന സാധനമാണ് കായ. കായ വയറിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് മസാലക്കറിയിൽ കായാണ് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും കടക്കാരൻ ഈ പൊറോട്ടക്ക് കായക്കറി ഉണ്ടാക്കി തരാറുണ്ടോ? സോ ഐ മേക്ക് ഹിം ടു ഡു ദിസ്. അപ്പോൾ ഓരോ സംഭവവും തരുന്ന ഭക്ഷണവും നോക്കിയിട്ടാണ് ഞാൻ കായ ഈസ് അരട്ടിക്കായ, തെലുങ്ക് അരട്ടിക്കായ, റൈറ്റ്? സോ കായ ഇൻ തെലുഗു ഇസ് കോൾഡ് അരട്ടിക്കായ. മാർക്കറ്റിൽ പോയാലൊക്കെ അത് പഠിക്കാൻ പറ്റും. എല്ലാ വെജിറ്റബിളും ഫ്രൂട്ട്സിന്റെ ഒക്കെ പേര് അറിയുന്നത് നമ്മൾ മാർക്കറ്റിൽ പോകും. ഇന്നലെ കിഴക്കൻ പോയ സമയത്തൊരു ഇതേ അനുഭവം ഉണ്ടായി. ഒരു വിത്തൗട്ട് കോഫി, ഞങ്ങൾ സ്ട്രോങ് വിത്തൗട്ട് കോഫി വന്നു പുതിയൊരു ബേക്കറി വഴി തിരക്കുള്ളൂ. നടുവിന് ഇതുപോലെ കാപ്പിയാണ് വളരെ ടേസ്റ്റ്. അത് വെച്ച് ഞാൻ മോനെ എന്താ പേര് ഷേക്കാൻ എവിടെ വീട് വെച്ചു. സാർ എൻ്റെ വീട് പടിഞ്ഞാറായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സ്പെഷ്യലാക്കി ഉണ്ടാക്കി തന്നവൻ എൻ്റെ വീടിൻ്റെ അടുത്താന്ന്. എനിക്ക് കളറില്ല. അപ്പം നമ്മളൊരു when we come from Mangalore, when she goes to normally there is a place where she stops and then have lemon tea. എൻ്റെ പഴയ +2 ക്ലാസ്മേറ്റ് ആണ് വിജയൻ. വിജയൻ ഇങ്ങനെ വരുന്ന കാണുമ്പോഴേ ത്രില്ല. And she loves it so much. There are people who drive, via that just for that. അതൊരു പ്രാവശ്യം നമ്മൾ അപ്രീഷിയേറ്റ് പറയുമ്പോൾ August 15th I had my lunch there, right? So when I had my lunch, വിജയൻ ഒരു പ്ലേറ്റിൽ സാധനം കൊടുത്തു. Yeah. The lower part is fully leaf. The center part is cabbage. And the upper part is beetroot and carrot leaf. So it looks like Indian flag. And even August 15th he suffered Indian flag in the plate. Lemon tea he gave the same way actually, without mixing everything differently. I didn't understand how he did it. The lower part he put the lemon itself. That's green. Yeah. Then that lemon syrup kind of. Yeah, lemon syrup, whitish. This is what they do. They take pain of doing it because we appreciate. Assume first time you don't appreciate, do they do it for you next? So if you don't appreciate my story, I'll stop story. That's it. മനസ്സിലാവുണ്ടോ? ഇപ്പൊ പപ്പാട്ട കംപ്ലീറ്റ് പോയ കഥ പറഞ്ഞു. ആ തീർന്നു. ശരി, തീർന്നെങ്കിൽ ശരി. അണ്ടർസ്റ്റുഡ്. 30 വർഷം മുമ്പ് ഒരാൾ ഇവിടുന്ന് അവിടെ വരെ പോയി എന്ന് കേൾക്കുമ്പോൾ എന്റെ ഭഗവാൻ, പപ്പാട്ടൻ അവിടെ വരെ പോയി ആ സമയത്തൊക്കെ. ദാറ്റ് ഈസ് വാട്ട് അപ്രീസിയേഷൻ. നോ, ആണോ അല്ലയോ? അതെനിക്ക് തോന്നുന്നതുകൊണ്ടല്ലേ ഞാൻ എവിടെയോ കേട്ട കഥ എപ്പോഴും എനിക്ക് തോന്നുന്നു എപ്പോഴോ ഒരു പ്രാവശ്യം പണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഐ വാണ്ടഡ് ഹിം ടു ടെൽ ദ നെക്സ്റ്റ് സ്റ്റോറി, ബട്ട് ഐ തോട്ട് ഇറ്റ് ഡസന്റ് വർക്ക് ഹിയർ. ഞാൻ 2-3 കഥകൾ പപ്പാട്ടിൻ്റെ അടുത്ത് അന്നൊരു ദിവസം ഇരിങ്ങാലക്കൂടെ വന്ന സമയത്ത് അപ്പുവിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഈ ഇയാളുടെ വോളിബോൾ കാണാൻ വന്നത് ഇവിടെ വന്നിട്ടില്ലേ, ഫുട്ബോളുകാരൻ മറഡോണനെ കാണാൻ പോയ കഥ. പപ്പാട്ടിന് കുറേ കഥകളുണ്ട്. അതുപോലെ ബാംഗ്ലൂര് സ്റ്റേഡിയത്തില് ക്രിക്കറ്റ് IPL കാണാം. It's all different stories, and that's all stories of not the VVIPs or not the lowest, somebody who could have got a pass. ടിക്കറ്റ് ഇല്ല. എല്ലാവരോടും ചോദിച്ചു. എൻ്റെ 2 മക്കളുണ്ട്, അവരെ ഹസ്ബൻഡ്സ് ഉണ്ട്, എല്ലാവരും ടിക്കറ്റ് ഉണ്ട്, പൈസ ഇഷ്ടം വേണ്ടി ഒരു രക്ഷയില്ല, അവരുടെ കിട്ടൂല. പണ്ടിൽ നമ്മളെന്തായാലും മീശ പിരിച്ചിങ്ങനെ പോലീസുകാരെന്നൊന്നും കയറും. പണ്ടത്തെ നമ്മള് ലാസ്റ്റ് ഞാൻ അവിടെ ഒരു പോലീസുകാരനെ വിളിച്ചു, സാർ ടിക്കറ്റ് പോലെ. അപ്പോൾ അയാൾ പറഞ്ഞു പോയിട്ട് മാർത്താലി അവിടുന്ന് ഓൺലൈനിൽ കിട്ടും. അവിടുന്ന് 20 കിലോമീറ്റർ മാർത്താലി ഓൺലൈനിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ 1-2 കമ്പ്യൂട്ടർ കടയിൽ ചോദിച്ചു, ഇല്ല. അവസാനം ഞാൻ വൈകുന്നേരം ഗ്രൗണ്ടിൽ പോടാം, വെറുതെ ഇരിക്കാൻ 3-4 റൗണ്ട് നടന്നാൽ മതി കഴിയാണ്.
അപ്പൊ നല്ല ക്യാഷിൽ കളിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും സൈക്കിൾ സർക്കസ് എടുത്ത് നടത്തിക്കൊണ്ടിരിക്കും. കുറെ സൈക്കിൾ ഭയങ്കരം ജമ്പിങ്. അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞു സമീറോ അസ്രൈനെല്ലാം ചോദിച്ചു 100 എല്ലാവരും സ്വീറ്റ്സ് വാങ്ങിക്കും. ഞാൻ സന്തോഷം കാണുന്നു. ഇതുപോലെ ഫീൽഡിങ് ഈ പയ്യനോട് ചോദിച്ചു മോനെ भाई हमको एक टिकट मिलना है किधर नहीं क्या साहब सुबह 5 बजे चलना है स्टेडियम उधर ब्लैक में मिलेगा आपको ഈ സാധാരണക്കാരൻ പയ്യൻ എനിക്ക് പറഞ്ഞു തന്നു ടിക്കറ്റ് കിട്ടുന്ന എന്റെ മക്കളെ ഭർത്താക്കന്മാർക്ക് ഇവർക്കൊന്നും കിട്ടിയില്ല. ഞാൻ വെളുപ്പിനെ മോർണിംഗ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 5 മണി 5:30 മണിക്ക് പുറപ്പെട്ടു ബസ് എടുത്തിരുന്നു. അപ്പൊ പോലീസുകാരും ഡ്യൂട്ടിയിൽ രാവിലെ ആ പറയായിരുന്നു. അപ്പോൾ ആൾക്കാർ ഒത്തും വരുന്ന ഗ്രൂപ്പായി ചെല്ലുന്ന അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങും. ഞാൻ നോക്കി. അപ്പോൾ അവിടെ ഏറ്റവും ലോവസ്റ്റ് ടിക്കറ്റ് 660 സോൾഡ് ഔട്ട്, 770 സോൾഡ് ഔട്ട്, അല്ല സോൾഡ് ഔട്ടാണ്. നല്ല ഇവർ വാങ്ങി സ്റ്റോക്ക്. അപ്പോൾ കളിച്ചിരുന്ന കാറും ഉണ്ട്, ചെറുപ്പക്കാർ 3-4 കുട്ടികൾ. അപ്പൊ അവർ ധാരണ ഞാനും ഇതിന്റെ ആൾക്കാരാണ്. സാർ ടിക്കറ്റ് ഞാൻ നിങ്ങളോട് കളിച്ചു അയാൾ ഉപയോഗിക്കുന്നത് അവർ കൊടുത്ത് ഞാനും പോയി. അവർ ടിക്കറ്റ് വാങ്ങി 1200 660 അവർ പൈസ മൊത്തം വാങ്ങിച്ചു. ഞാൻ 10,000 കയ്യിൽ വെച്ചു. നമുക്ക് 1200 അരമണിക്കൂർ പുറകെ നടന്നു. ഞാൻ 100 കിട്ടട്ടെ നടന്നു. അവസാനം 1,100 ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് കൊടുത്തിട്ട് കമ്മീഷൻ നമുക്ക് എന്നിട്ട് നേരെ ഞാൻ വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് ചാപ്പാട് കഴിഞ്ഞു. അവിടുന്ന് സ്റ്റേഡിയം ഡയറക്റ്റ് ബസ്സിൻ്റെ എന്ത് ഡയറക്റ്റ് ഇവര് ലോക്കോർ ബസ് കഴിഞ്ഞ വഴിയില്ല. അവിടെ ചെന്ന് മഴ ഹെവി റെയിൻ. എന്താ ചെയ്യാൻ? ഓട്ടോ കൊടുത്ത് ഞങ്ങൾ 2 പേര് കെട്ടി കൊടുത്ത് അവിടെ ഹെവി റെയിൻ. മരത്തിന്റെ ചുവട്ടിലാണ്. അപ്പൊ കാറ്റ് വന്ന് മരം പൊട്ടി വീണ നമ്മളെ ക്രിക്കറ്റ് കളിയില്ല. ന്യൂസ് ദുരന്തം കാണാൻ പോയ പത്മനാഭൻ മരം പൊട്ടി വീട്. He was standing behind a tree and he was thinking if that falls, tomorrow newspaper will carry. Padmanabhan Master from Nadivil went to IPL and died under a tree. He was thinking all that. Pant and shirt, full dress of മുഴുവൻ ഞാൻ ടവൽ തലയിൽ കെട്ടി നനഞ്ഞൊഴി. അപ്പൊ ഇവരെ ഈ ബനിയം വെക്കുന്നുണ്ട്. Understand, he retired as a headmaster of the school, right? He must realize all that. IPL ബാംഗ്ലൂരിന്റെ അത് വാങ്ങി 100 രൂപ. ചെന്ന അവിടെ ചെന്ന് ഷർട്ടിലാക്കി കഴിഞ്ഞ് ഈ ബനിയന് വില അവിടെ ടിക്കറ്റ് ഇല്ല, വെള്ളം നനഞ്ഞു പോയിരിക്കുന്നു. പിന്നെ സംശയം ഈ നമ്മളെ കള്ളനോട്ട് പോലെ ടിക്കറ്റും കള്ള ഇത് വന്നാൽ എനിക്ക് നമ്മളെ ഇവരിത് കമ്പ്യൂട്ടർ ടെസ്റ്റിംഗ് ഉണ്ട്. ഏതായാലും മഴ തോന്നുന്ന ഗ്രൗണ്ട് കളിയുണ്ടാകും. ഗ്രൗണ്ട് കാണാം. ഞാൻ അവിടെ ചെന്ന് പനിയനും ഇതൊന്നും കഴിച്ചാൽ സൈഡില്. ഇനിയിപ്പോ ആരും പേടിക്കല്ലേ, ഒരു ഫ്ലാഗ് അപ്പുറമുണ്ട്. ആ ഫ്ലാഗ് എടുത്ത് തലയിൽ കിട്ടും. കളി ശേഷം 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ റീസ്റ്റാർട്ട് ഒഫീഷ്യൽസിനെ വന്നേരം ടെസ്റ്റ് ചെയ്ത് അവിടെ ചെന്ന് നോക്കുമ്പം മിച്ചൽ സ്റ്റാർക്ക് എന്ന ആദ്യം ബൗൾ കൽക്കട്ട ബോള് കാണില്ല. അയാൾ ഓടി വരുന്ന കാണുന്നു, ബോളില്ല. അപ്പോൾ ഐസൈറ്റ് പിന്നെ വലിയ സ്ക്രീനിലുണ്ട്. അവിടെ ഈ ബൗളിങ് കഴിഞ്ഞോണ്ട് ഞാൻ അങ്ങോട്ട് ഇവിടെയല്ല നോക്കുന്നത്. പിന്നെ ഒറ്റ നേട്ടം പറഞ്ഞാൽ മറ്റേ ഡിവിലിയേഴ്സും ഫീൽഡ് ചെയ്തിട്ട് നേരെ മുമ്പിലായിരുന്നു. അയാളെ കാണാം. അയാൾ ഹാഫ് ടൈം കഴിഞ്ഞ് എനിക്ക് തോന്നി വീട്ടിലേക്ക് പോകാം. അവിടെ ടി വിയിൽ സുഖമായിട്ട് നനഞ്ഞു ഒഴുകിയിരിക്കുന്നു. ഞാനിവിടെ
ഹാഫ് ടൈമിന്റെ അപ്പോൾ 10 hours ചുരുക്കി കൽക്കട്ട വേഴ്സസ് നേരെ അടുത്ത ബസ്സിന് കയറി വീട്ടിൽ ചെന്നു. ലാസ്റ്റ് 5 hour കാണാൻ പറ്റും. ഫ്ലാഗ് ഒരാൾക്ക് കൊടുത്തു, ബനിയൻ സന്തോഷം. പക്ഷെ അത് എക്സ്പീരിയൻസ് പക്ഷേ ഇരുന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഇതെല്ലാം പ്രാന്തെന്ന് പറയാം. ഇനിയിപ്പോ അണ്ടർ-17 കളിയുണ്ട് ഇവിടെ ഫുട്ബോൾ കൊച്ചിയിൽ. ടിക്കറ്റിപ്പോ ബുക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രീ ക്വാർട്ടറും ക്വാർട്ടറും ഉണ്ട്. അണ്ടർ-17 നിങ്ങൾ പ്രായം അവരെ കാണാൻ കളി കാണാനല്ല, അവരെ കാണാൻ വേണ്ടിയാണ്. കണ്ണൂർ സ്റ്റേഡിയത്തിൽ ബോബിയൻ മറഡോണ എന്ന് പറഞ്ഞാൽ അവിടെ ജ്വല്ലറി ഷോപ്പ് ഇനാഗുറേഷൻ വരുന്നതാണ്. നാളെ കണ്ടു. ഞാൻ ശരി ഫുട്ബോൾ പെലെ, നിങ്ങളിൽ പെലെയാണ് വേൾഡ് നമ്പർ 1. എൻ്റെ അഭിപ്രായത്തിൽ മറഡോണയാണ്. ഫുട്ബോൾ ടീമിൽ 11 പേരും പെലെ ടീമിലെ ആവറേജ് പ്ലേയേഴ്സാണ്. പക്ഷെ അർജന്റീൻ ടീമിൽ മറഡോണ ഒരാളാണ് സൂപ്പർ സ്റ്റാർ, ബാക്കി 10 പേരും ആവറേജ്. അയാൾ കൈകൊണ്ട് ബോളടിച്ചും ശരി, അയാള് ഇവിടെ കോർട്ടില്ലേ വോളിബോൾ? ഞാൻ വോളിബോൾ കോർട്ടിൽ നിന്ന് പോയി നോക്കി. വെളുക്കണ്ട പാല് വാങ്ങാൻ പോയിരുന്നു. അവർ 2 ബോൾ അവിടെ ഇട്ടിട്ടുണ്ട്, കാറ്റില്ല. ഒന്ന് അപ്പോൾ കളിക്കുന്ന ബോൾ ഓടി വെച്ചിട്ടുണ്ടോ? നമുക്ക് ഗേൾസ് വേഴ്സസ് ബോയ്സ് ഒരു വോളിബോൾ. അല്ല, ഇവരെല്ലാരും കൂടി നടന്നു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബോളാട് വരുകയില്ല. എണ്ണുണ്ട്. അപ്പോൾ സോൺ നമ്പർ 6 എന്ന് പറഞ്ഞാൽ കൃത്യ സെൻറ്ററിലാണ്, മാക്സ് സെൻറ്റർ. അപ്പോൾ ക്ലോക്ക് വൈസിൽ ആൻറ്റി ക്ലോക്ക് വൈസ് വരും സോൺ നമ്പർ 1. സോൺ നമ്പർ 2 എന്ന് പറഞ്ഞാൽ നെറ്റിന് താഴെ മൈനസ്. നാം സാധാരണ നമ്മൾ പറയും മൈനസ്. Drawing. This is the court. This is one zone because these were the servicing happens. സർവീസിന്റെ നേരെ ഓപ്പോസിറ്റ് മറ്റേ കോർട്ടിൽ ഒരു ബി സൈഡിലാണ് വരും. ഫൈൻ. ദെൻ ഇവിടെയാണ് 1, 6 ആണ് ഇവിടെ. ആന്റി ക്ലോക്ക് വൈസ് ആണ് വരിക. 1 2 3 4 5 6 അത്രയും ആൾക്കാരാണ്. 1 ഹിയർ സർവീസ്. അതിന് പാരലായിട്ട് താഴെ ഇവിടെ അയാൾ 5 ആണ്. അതേപോലെ ഇവിടെ 2 പേര് ഇവിടെ കുറച്ചുകൂടെ വരിക. ഒരു ട്രയാങ്കിൾ പോലെയാണ്. ഇതൊരു ട്രയാങ്കിൾ പോലെ, ഇതൊരു ട്രയാങ്കിൾ പോലെ. ഡബ്ല്യു ഫോർമേഷൻ. ഫൈൻ. ഇവിടെയുള്ള ഒരാൾ സെൻട്രൽ ഉണ്ടാവും. അത് 1 2 3 തേർഡ് വൺ ആണ് സെന്റർ ഓഫ് ദ കോർട്ട്, നെറ്റിന്റെ തൊട്ടടുത്ത്. This is 4. This is 5. Center is 6. Service first, center 6. Okay. പണ്ട് അറ്റാക്കേഴ്സും ലിഫ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയൊരു ഇത് വന്നു, ലിബറോ എന്ന് പറയും. ലിബറോ, അതെ, ഡ്രസ് മാറി. അതൊന്ന് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുമോ. പിന്നെ ഹൈറ്റിലുള്ള പ്ലേയേഴ്സും ബാക്കിൽ റെസ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ ലിബറോന് ഏത് സമയത്ത് അകത്തേക്കും ഇന്നും ഔട്ടും ആവാം ഏത് സമയത്ത്. അപ്പോൾ അവർക്ക് അറ്റാക്ക് സോണിൽ കളിക്കാൻ പറ്റില്ല. അവർ പന്ത് റിസീവ് ചെയ്യുക, അറ്റാക്കിങ് പിടിക്കുക. അവർക്ക് ഷൈൻ ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ഏത് കളിക്കുമ്പോൾ ലിബറോട് ഇടാൻ ഷൈൻ ചെയ്യണമെന്ന് പറയും. കാരണം അവർക്ക് അഭ്യാസങ്ങൾ കാണിക്കും. ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് ഹൈറ്റ് സംഭവം മനസ്സിലായി. Don't worry, this is a nano production. Before Tata produced, her father produced a nano. This is nano. Her name is Nano. I was a volleyball team captain. We won silver medal. That is in Infosys, no? School. College. നമ്മൾ ക്ഷീണിച്ചതല്ലാണ് വീട്ടിലന്ന്. ഇന്ന് വൈതൽമല പോകുന്ന പറഞ്ഞാൽ നല്ല പപ്പാട്ടിന്റെ കയ്യിലാണ്. വൈതലേയും വിളിച്ചു രാവിലെ. അപ്പോൾ എൻ്റെ വീട്ടിൽ പുറകിലെ ഡ്രൈവർ, അവൻ 12 വീട്ടിലുണ്ട്. രണ്ടാമത് എന്നെ വിളിച്ചു, എന്ത് ചെയ്യണം
I don't know, he has to decide. നിങ്ങൾ ഇവിടുന്ന് ശ്രീധരന്റെ മോനാന്ന് ഇന്നലെ വിളിക്കുന്നു. ശ്രീധരനില്ലേ എന്തോ കോർട്ട് പോയി. എപ്പോഴാ പോകണം? ഇനിയിപ്പോ വെയിൽ കാണുന്നില്ല, മഴ കൂട്ടുകയല്ലേ ഓരോ ദിവസം ട്രെയിനിങ് സീസൺ തുടങ്ങിയിട്ടുള്ള ചുരുക്കം. നമുക്കിപ്പം സമയം ലേറ്റ് ആയാലും മേലെ പോകണം. അല്ല അത് പോവാണെങ്കിൽ അങ്ങേ അറ്റത്താ കാറ്റടിക്കണം. നേരത്തെ പോകണം. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല ഇഫ് യു യൂസ് an umbrella, the umbrella will go fly. If you have got any, your dress and all will fly like this. Okay, it's really heavy wind. അത് ചില ആൾക്കാരൊക്കെ പറന്നു. ഞാൻ ഫാനൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പം. ഇനിയിപ്പോ നമ്മൾ morning you should go in the early morning, maybe early breakfast 8 o'clock. തിരിച്ചു വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുടിയാൻ വേണ്ട ഷോർട്ട് കട്ട് ഉണ്ട് പാലക്കാട്. ഇപ്പൊ ലേറ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. പാലക്കാട് തൊട്ട് even at evening or 3 o'clock also it's cool. You see mist, the visibility becomes too low. Because it was raining here, we don't have mist. Otherwise, when you look at here, no morning sunrise comes, you will see the mist. Nice rays of the mist. അപ്പോൾ നാളെ പ്രോഗ്രാം ഒന്ന് ചോദിച്ചോട്ടെ. ഒന്ന് പറഞ്ഞാൽ ദോശയുണ്ട് വെക്കട്ടെ. ദോശയുണ്ട്. ദോശയുണ്ട്. ദോശ See, I had a brother when there is some small cut, you know, entirely different from myself. Forester, the small cut he will start putting something. They'll say paying too much, what to do. I'll used to give some toothpaste also. He will apply that. Anything which you give apply, he will apply that. I said no, very good. He will get. खत्म हो गया. चॉकलेट नहीं होता इल्ले पपटा എപ്പോഴാ 9 മണി 9 o'clock. Breakfast then go. Then tomorrow morning work cancel. Don't take bath. Breakfast straight at 8 o'clock. Go. Okay. Bath vandane parnittu baaki ekka you have to walk and carry sufficient bottles with you, and then telephones, and maybe you can use the cap is there. The cap has got the keep it, otherwise it will fly. Right? No umbrella will work because it will get spoiled. Any umbrella you take there will not come back. So in heavy rain also you will have to trench. So you can have small plastic packets or something where you can put your mobile in case if it rains, and then put it in somebody's bag. 1 or 2 bags we can carry. That's it. And it's a forest, so they can they take you only to the gate of the forest. Then inside you have to walk. Even chief minister comes, you have to walk. There is no road there, and that's a large area. There are no protection walls or fencing. Once you fall down, you will be in Wayanad district. From Pedalman. And don't go inside the roads because leeches could be there. And leeches, I don't know how many of you know what's a leech. Leech is not that big atta. The leech will be only this much. This will be the leech. Okay? And it can get inside you anywhere. Even inside your shoes. Yeah? Inside your shoes also it can get it. Inside anywhere you can get it. So once it goes inside you will not know because it doesn't pain. But it goes inside and then drink milk and then becomes bulge. And once it bulged, it becomes of this size. So that means your hole on your body will become this size. Because it goes inside, once it drinks it bulges. So your hole will become this much. And then it goes out or you remove it. The hole will be still there and you start bleeding. You will start bleeding, right? So once you start bleeding, you have no pain, you will not know.
we myself, this Nannechi, Kannatan, and then few people know my son, his friends, one German fellow, London fellow, all of us there. We had, all of us had bleeding here. I had some 3, 4, 5 and all that, All this was done. Kannatan said, nothing happened. After some time, we saw the whole chapel was blood. Below that, from below the chapel, nobody can escape. Only I think German ladies are not affected. So she went inside the forest also. She had 1, 2 and all that inside, with the paper. But then nothing happened to her. Non-places, we don't know. Recorded, no problem. But he had wonderful. You should keep this towel. I had a picture. Keep the towel like this, hold it like this. It will become a nice. It will start flying. Right? But once you leave it, it will go to Vaina. Yeah. So now you know why Anima, Mahima, Seva, Legima, Garima, Dada, Vishittam, Vashittam, Prapti, Pragashana. Heavy wind can take people off. There are heavy winds in Andhra Pradesh, not in Kerala that much. Bay of Bengal, cyclone. During that time, the Nellore district railway track was shifted 6 kilometers away. Railway track is something which is very fixed one. The fixed one, the whole thing was shifted another 6 kilometers away. So another village will get a new rail, one village will lose a rail. So wind is very, very powerful. Don't underestimate. Where was this? Underestimate? Don't underestimate the power of a common man. നാളെ 8:30 will be. And tell our Muhammad Kar to have early. ലഞ്ച് എങ്ങനെയാ And ഡയറ്റ് കൊണ്ടുപോകുന്നുണ്ടോ ലഞ്ചിന് തിരിച്ചു വരാൻ പറ്റും. We can have later. 2 o'clock, 3 o'clock. നമ്മൾ we went and then half day ഉണ്ട്. കർണാടക നമ്മളൊക്കെ പോയപ്പോൾ half day ഉണ്ട്. You will reach up the top, ഇത്രയല്ലേ ഉള്ളൂ. Packing lunch in the early morning, it's difficult. What we could have is, well, we can carry some fruits or something. ഒരു കുല പഴം കണ്ടു അല്ലേ? നേന്ത്രപ്പഴം. So everybody will have one നേന്ത്രപ്പഴം. One is enough. Right? That will be better. We will ask Muhammad Kar to have one നേന്ത്രപ്പഴം. 1 or 2. അന്നപൂർണ്ണനെ കണ്ടപ്പോഴാണ് 2 That would be better. We will have 5 member team decide today night, and all the 5 has to be together. Otherwise, if somebody misses, you don't know who missed. You only have to see that 5 people are together. All the 5 misses anyway, nothing. Actually, that was made a eco-tourism center when my brother was the director for Kerala Eco-Tourism. That's declared as Kerala's eco-tourism center. One or 2 jeeps. 1 or 2 jeeps. That's the thing. A pool is more. എത്ര പേരെ പോകുന്നു? 20 2 ജീപ്പ്. 20 2 ജീപ്പ് അല്ലെങ്കിൽ വേറൊരു വണ്ടി ഉണ്ട്. ടെമ്പോ. ഞാൻ അങ്ങോട്ട് കേൾക്കുമ്പോൾ 12 ആളെ കൊള്ളുന്ന ഏതൊരു വണ്ടി ഉണ്ട്. ശ്രീധരൻ പറഞ്ഞു. ഇപ്പൊ 2 വണ്ടിയിലെ വണ്ടി. Oh, it was a desire for long years. Long years. Okay, next.